മുർഷിദ് ബാൻഡിഡോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ ഇന്നൊരു മോട്ടോർ റേസർ മാത്രമല്ല. വർഷങ്ങൾക്ക് മുൻപ് കോഴിക്കോട് അങ്ങാടിയിൽ ഡേഞ്ചറസ് ആയിട്ട് റേസിംഗ് നടത്തിയെന്നുള്ള പേരിൽ അവിടുത്തെ നാട്ടുകാരെ കൊണ്ടൊക്കെ കയ്യേറ്റം നേരിടേണ്ടി വന്ന ഒരാൾ വർഷങ്ങൾക്കിപ്പുറം അതേ കോഴിക്കോട് അങ്ങാടിയിൽ ഇന്റർനാഷണൽ റേസേഴ്സിനൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ സൂപ്പർ ക്രോസ് ലീഗ് ഫിനാലെ കൊണ്ടുവന്നിരിക്കുകയാണ്. അതിൽ തന്നെ സൽമാൻ ഖാനെ പോലെയുള്ള ഒരു വലിയ സെലിബ്രിറ്റീസ് ചീഫ് ഗസ്റ്റ് ആയിട്ട് വരുന്നത്. അന്ന് ആ ഒരു അടികിട്ടിയ കാലിക്കറ്റിൽ തന്നെ ഇന്ന് ഇങ്ങനെ ഒരു വലിയ ഷോ നടത്താന്ന് പറയുമ്പോൾ ആ ഒരു മൊമെന്റ് ഇപ്പൊ എങ്ങനെയാ ഫീൽ ചെയ്യുന്നത്? നമ്മൾ ഒരിക്കലും ഇതിലൊരു ഫ്യൂച്ചർ ഉണ്ടാവും കരുതിയിട്ടല്ല ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വന്നിട്ടുള്ളത്. പ്യുവർ പാഷനാണ്. മെസ്സി വന്നൊരു ഇവന്റ് ആണെങ്കിലും അതിലൊക്കെ ഒരുപാട് ഇഷ്യൂസ് നടന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു കാര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞാൽ അതിന്റെ പിന്നിലുള്ള പ്ലാനിങ്, അതിന്റെ ഒരു പ്രഷർ, ഇതൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത്? മെസ്സിയും റൊണാൾഡോ ഒക്കെ ഇവിടെ ഫുട്ബോളിന് വരുന്ന ഒരവസ്ഥയാണ്. റേസിംഗ് ലോകത്ത്, സൂപ്പർ ക്രോസ് ലോകത്ത് റേസേഴ്സ് ഇവിടെ വരുന്നത്. റേസിംഗ് എന്ന് പറഞ്ഞു പോകുമ്പോൾ ആദ്യം ചോദിക്കും ഇതിവിടെ ആവശ്യമുള്ള സാധനം ഒന്നല്ലല്ലോ, അവിടെ ഇരിക്കുക കുറച്ച് സാധനം. വെളിയിലെ രാജ്യങ്ങളിലൊക്കെ റേസിംഗ് നടക്കുന്നത് ഒരൊറ്റ സ്റ്റേഡിയത്തിലാണ്. ഈ സ്റ്റേഡിയം തന്നെയാണ് മൾട്ടിപർപ്പസിന് ഉപയോഗിക്കുന്നത്. മേക്കിംഗ് റവന്യൂ ഔട്ട് ഓഫ് ദിസ്. കോഴിക്കോടിന്റെ ഹൃദയത്തിൽ ഒരു വലിയ സ്റ്റേഡിയം, അത് എന്തെങ്കിലും ഒരു ഫുട്ബോൾ വന്നാൽ വന്നു എന്നുള്ളതല്ലാതെ ഇവിടെ ഒരു ശരിക്കും റവന്യൂ മോഡലും കൂടെ ഉണ്ടാക്കണം. തൃശ്ശൂരാർ വെരി ഗുഡ് ഇൻ ഹാർഡ് വർക്കിംഗ് ആണ്. വളരെ വളരെ ടൈം, പഞ്ച്വാലിറ്റി എല്ലാം പെർഫെക്റ്റ് ആണ്. നമ്മൾ കോഴിക്കോടത്തെ പോലെ ഫുൾ അടിച്ചുപൊളി സീനല്ല. കേരളത്തിന്റെ റൈഡിങ് അല്ലെങ്കിൽ റേസിംഗ് കൾച്ചർ ഇതുപോലെ ഇവോൾവ് ചെയ്തു വരാൻ സിനിമ നല്ലൊരു ഘടകമായിരുന്നു. 1000 നന്ദി പറയണം അഞ്ജലി മേനോനോട്. പിന്നെ നീലാകാശം മൂവിയും കൂടി ഇറങ്ങിയ സമയത്ത് റൈഡ് അങ്ങോട്ട് നെക്സ്റ്റ് ലെവൽ. ഇപ്പൊ നമ്മൾ കുറച്ച് ഭ്രാന്തന്മാർ മാത്രം ഉണ്ടായിരുന്ന സ്ഥലത്ത് സകലർ റൈഡേഴ്സായി മാറി. റേസിനെ കുറിച്ച് ഒന്നും അറിയാത്ത ആളുകൾ റേസ് എടുത്തിട്ട് റേസ് എന്ന് പറയുന്ന സാധനത്തിന് അത്രയും അടിയിലേക്ക് പ്ലേസ്മെന്റ് കൊടുക്കുന്ന സിനിമകളാണ്. റേസേഴ്സ് അങ്ങനെ ഒന്നുമല്ല. ആക്ച്വലി മൈൻഡ് സെറ്റും അവരെ ലൈഫ് സ്റ്റൈലും ഡിസിപ്ലിനും ഒക്കെ നെക്സ്റ്റ് ലെവലാണ്. ഇതിന്റെ ജേണിയിൽ പറ്റിക്കപ്പെടൽ ഷുവറാണ്. ഇവിടെ പൈസ പോയി, അവിടെ പൈസ, എനിക്കറിയാം എവിടെയൊക്കെ പൈസ പോകുന്നതൊക്കെ പോയിട്ട് ഇത് ജീവിതം എങ്ങോട്ടാന്ന് ഇനി അറിയാതെ നിൽക്കുന്ന സാഹചര്യം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഇന്നിപ്പോൾ അങ്ങനെയാണ് സത്യത്തിൽ പുതിയ ജനറേഷൻ ഓഫ് കുട്ടികൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീട്ടുകാരടുത്ത് നിന്ന് പൈസ വാങ്ങാൻ അവർ തന്നിട്ടില്ലെങ്കിൽ അവരെ ഉപദ്രവിക്കുക, അവരെ കൊല്ലുന്നവരെ കാലഘട്ടത്തിലാണ് സത്യത്തിലുള്ളത്. എനിക്കൊരു ബൈക്ക് അഡിക്ഷനാണ്. മറ്റുള്ളവർ പല അഡിക്ഷനിൽ പോയിട്ട് അത് ചെയ്യണം. അതുകൊണ്ട് എന്നെ കൊണ്ട് ഉപദ്രവമില്ല. നമ്മൾ ഇത്രയും ലേറ്റായി തുടങ്ങുന്നതുകൊണ്ട് തന്നെ നമ്മൾ ലോകത്തിൽ എവിടെ എത്താൻ പോകണില്ല. നമ്മൾ ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ട് കഴിഞ്ഞ് വരുമ്പോൾ തന്നെ വയസ്സായി. രാഹുൽ ഗാന്ധിയുടെ കൂടെയുള്ള റൈഡ്, ആ ഒരു മൂവ്മെന്റ് എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു പൊളിറ്റീഷ്യൻ എന്നുള്ളത് മാറ്റി നിർത്തിയ ഒരു കോറൈറ്റർ എന്നുള്ള രീതിക്ക് പറയുകയാണെങ്കിൽ അങ്ങനെ ഞങ്ങൾ വല്ലാതെ കളിച്ചാൽ വെടികിട്ടി മരിക്കേണ്ടി വരും. ഇനിയൊരു 5 to 10 years എന്തൊക്കെ ചേഞ്ചസ് ആയിരിക്കും ഈ മോട്ടോർ സ്പോർട്ട് ഇൻ കേരള? പിന്നെ പ്രാക്ടിക്കലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് കസ്റ്റം ചെയ്യാൻ ഇഷ്ടമാണ്. ഈ നാട്ടിലെ നിയമങ്ങളൊന്നും അത് അനുവദിക്കുന്നില്ല. ഹലോ, വെൽക്കം ബാക്ക് ടു വൈസ് പോഡ്കാസ്റ്റ്. വർഷങ്ങൾക്ക് മുൻപ് കോഴിക്കോട് അങ്ങാടിയിൽ ഡേഞ്ചറസ് ആയിട്ട് റേസിംഗ് നടത്തിയെന്നുള്ള പേരിൽ അവിടുത്തെ നാട്ടുകാരെ കൊണ്ടൊക്കെ കയ്യേറ്റം നേരിടേണ്ടി വന്ന ഒരാൾ ഇന്ന് വർഷങ്ങൾക്കിപ്പുറം അതേ കോഴിക്കോട് അങ്ങാടിയിൽ ഇന്റർനാഷണൽ റേസേഴ്സിനൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ സൂപ്പർ ക്രോസ് ലീഗ് ഫിനാലെ കൊണ്ടുവന്നിരിക്കുകയാണ്. അതുമാത്രമല്ല, അതിൽ ചീഫ് ഗസ്റ്റായിട്ട് വരാൻ പോകുന്നത് സൽമാൻ ഖാനാണ്. അപ്പോൾ അതൊരു ചെറിയ സാധാരണ കഥയല്ല, അതൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു കഥയാണ്. യെസ്, ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഒരു മോട്ടോർ റേസറാണ്. അദ്ദേഹത്തെ അതുമാത്രം പറഞ്ഞ് വിശേഷിപ്പിക്കാനാവില്ല. കാരണം തൻ്റെ ബൈക്ക് എന്നുള്ള പാഷനെ ബ്രാൻഡുകളായിട്ടും ഗ്ലോബൽ ഇവൻറ്റുകളായിട്ടും ഒരു മൊത്തം മോട്ടോ എക്കോസ്പോർട്ട് സിസ്റ്റമായിട്ടൊക്കെ മാറ്റിയിട്ടുള്ള ഒരാളാണ് നമ്മുടെ ബാൻഡിഡോസിൻ്റെ ഫൗണ്ടറായിട്ടുള്ള മുർഷിദ് ബാൻഡിഡോസ് ആണ്. യെസ്, വെൽക്കം ടു ദ റൈഡ് മുർഷിദ് ബ്രോ. വെൽക്കം ടു വൈസ് അപ്പ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. വർഷങ്ങൾക്ക് മുന്നേ ഒന്നും അല്ലാതിരുന്ന സമയത്ത് കാലിക്കറ്റ് ബീച്ചിൽ ഒരു റേസിംഗ് ഒക്കെ നടത്തിയ സമയത്ത് നാട്ടുകാരാൽ ചെറിയ രീതിയിൽ കയ്യേറ്റം ചെയ്യപ്പെട്ട സമയം ഇന്ന് ഓർത്തെടുക്കുമ്പം, ഇന്ന് സ്വന്തമായിട്ട് അതേ നഗരത്തിൽ സ്വന്തമായിട്ട് ഇങ്ങനെ ഒരു ഇവൻറ്റ് കൊണ്ടുവരുമ്പോൾ എന്താണ് ഫീൽ ചെയ്യുന്നത്? വളരെ പ്രൗഡാണ് സത്യത്തിൽ. റേസിംഗ് നടത്തായിരുന്നില്ല. നമ്മൾ പണ്ട് ഇപ്പോൾ കാണുന്ന കോഴിക്കോട് ബീച്ചൊന്നും അല്ലല്ലോ. അന്ന് ഇത്ര തിരക്കില്ലാത്ത ബീച്ചാണ്. പിന്നെ ഇതിൻ്റെ ഇൻഫ്ര ഒന്നും ഇത്ര ഡെവലപ്പ് ആയിട്ടില്ല. അപ്പം അന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ചെയ്യാൻ ഒരു കാലി റോഡായിട്ട് കിട്ടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് അന്ന്. അപ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ വേറെ പ്രൈവറ്റ് സ്പോട്ടുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ബീച്ചിലാണ് പലപ്പോഴും പ്രാക്ടീസ് ചെയ്യണം. സ്റ്റണ്ട് റൈഡിങ്ങിലാണ് ഫസ്റ്റ് ചെയ്യണത്. അപ്പോൾ ഇത് ചെയ്ത് തുടങ്ങിയ സമയത്ത് ഞായറാഴ്ചകളിൽ പിന്നെ നമ്മൾ വൈകുന്നേരം ബീച്ചിലേക്കൊരു ഗ്രൂപ്പായിട്ട് നമ്മൾ 2 stroke ബൈക്കിൽ പോകുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. 2 stroke ആയിരുന്നു അന്ന് മെയിൻ. പിന്നീടാണ് 4 stroke RX 135, RXG, RX 100 5 സ്പീഡ്, RXG. അപ്പോൾ അങ്ങനെ ആ സമയത്ത് നമ്മൾ വീലിംഗ് ആണ് നമ്മളെ മെയിൻ പരിപാടി. അപ്പോൾ വീലിംഗ് ചെയ്യണത് കാണാൻ വേണ്ടിയിട്ട് പിന്നീട് ഓരോ മാസങ്ങൾ കഴിയുമ്പോൾ ആളുകളുടെ എണ്ണം കൂടി വന്ന് അങ്ങനെ സത്യത്തിൽ
ടൗണിൽ ഞായറാഴ്ചകളിൽ മലപ്പുറത്തുനിന്നും ഇപ്പോൾ കണ്ണൂരിൽ നിന്നും അങ്ങനെ വ്യത്യസ്തമായ മേഖലയിൽ നിന്നൊക്കെ ആളുകൾ വന്നിട്ട് കോർപ്പറേഷൻ്റെ സൈഡിലെ റോഡുണ്ടല്ലോ, നമ്മൾ ആദമിൻ്റെ ചായക്കട റോഡ്, ആ റോഡിൽ അവിടെ ഫുള്ളായിട്ട് ക്രൗഡ് ആളുകൾ നിൽക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് സെൻട്രൽ റൈഡേഴ്സാണ് നമ്മൾ ഒരു ഗ്രൂപ്പ് അപ്പോൾ ഫോം ചെയ്യുക ചെയ്തത്. എൻ്റെ 10th വെക്കേഷനിലാണ് ഇതൊക്കെ തുടങ്ങുന്നത്. നമ്മൾ 10th വെക്കേഷൻ കഴിഞ്ഞ് പാസ്സായ ഉടനെ തന്നെ ബൈക്ക് വാങ്ങിയിട്ടുണ്ട് 2 സ്ട്രോക്ക്. അപ്പോൾ അങ്ങനെ അന്നത്തെ ഇതേപോലെ ടീമായി നമ്മൾ 2006 എവിടെന്നാണ് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ആ ഒരു പാഷന് എങ്ങനെയാ സ്റ്റാർട്ട് ആവുന്നത്? അതിപ്പോൾ സത്യത്തിൽ ചെറുതാവുമ്പോൾ തന്നെ നമുക്ക് ഇതിനോടുള്ളൊരു പാഷൻ ഉള്ളത് കാരണം, അല്ലെങ്കിൽ ഒരു ഭ്രാന്ത് ഉള്ളത് കാരണം, ഇപ്പോൾ നമ്മൾ കസിൻ്റെ വണ്ടി കിട്ടുന്ന സമയത്തൊക്കെ ഒന്ന് ക്ലച്ച് വിട്ട് നോക്കും, അപ്പോൾ അത് ശരിയാവില്ല. പിന്നെ അത് അങ്ങനെ പല സാഹചര്യങ്ങളിലും നോക്കും, അപ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് വീണ് പോകും. സ്വന്തമായിട്ടൊന്ന് വാങ്ങിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ വീഴ്ചകൾക്കൊരു പേടിയില്ലാതെ, കാരണം ആരോട് ഉത്തരങ്ങളൊന്നും പറയാനില്ല. അപ്പോൾ അങ്ങനെ ബീച്ചിൽ ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ആളുകൾ ഭയങ്കര ക്രൗഡ് കൂടാൻ തുടങ്ങി. പക്ഷേ ഇതിൻ്റെ ഒരു ഒറ്റ റിസ്ക് എന്ന് പറയുമ്പോൾ കൈയടിക്കാൻ ഇഷ്ടം പോലെ ആളുകളാണ്, പക്ഷെ വീണാൽ അവിടെ ഇട്ട് തല്ലുക എന്നുള്ളൊരു സീനും കൂടെ ബീച്ചിലുണ്ട്. ഈ കൈയടിക്കുന്ന ആളുകളൊക്കെ തന്നെയാണ് ചിലപ്പോൾ ഒരുപക്ഷെ നമ്മൾ വന്ന് അടിക്കുകയും ചെയ്യാം. അങ്ങനെ പല ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ മറക്കാൻ പറ്റാത്തതെന്ന് പറയുമ്പോൾ നമ്മൾ ബീച്ചിൽ വീൽ ചെയ്ത് പോയിട്ട്, ബീച്ചിൽ വീലേഴ്സിൻ്റെ ഇടയിൽ തന്നെ ഒരു കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ ബീച്ചിൽ ഓരോ ലൈറ്റിൻ്റെ പോസ്റ്റുകളുണ്ട്. ആ പോസ്റ്റുകൾ എത്ര എണ്ണം കവർ ചെയ്തെന്നുള്ളതാണ്. അപ്പോൾ ഒരാൾ വീൽ ചെയ്ത് കഴിഞ്ഞാൽ 2 പോസ്റ്റ്, 3, 4, 5 അങ്ങനെ ബീച്ച് ഫുള്ളായിട്ട് വീൽ ചെയ്യുന്ന കാലഘട്ടത്തിൽ വരെ നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു പ്രാവശ്യം നമ്മൾ ബീച്ച് ഹോട്ടലിൻ്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ വളച്ച് വീൽ ചെയ്ത് മമ്മാസ് ആൻഡ് പപ്പാസിൻ്റെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ബീച്ച് ഹോട്ടലിൻ്റെ അവിടെ ലാൻഡ് ചെയ്ത് നമ്മൾ കോർണർ ചെയ്ത് അടുത്ത വീൽ ചെയ്യുമ്പോഴേക്ക് കുറച്ച് ആളുകളെല്ലാം കൂടെ വീടി വെച്ച് അടിക്കുകയാണ് ചെയ്തത്. പക്ഷെ അതിന് പല ആളുകൾ രക്ഷപ്പെടുത്താനും നോക്കുന്നുണ്ട്. തള്ളി ആരൊക്കെ രക്ഷപ്പെടുത്തി നമ്മളന്ന് അവിടെ നിന്നും രക്ഷപ്പെട്ടെങ്കിൽ കൂടെ റിയലൈസ് ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ ഇത് വളരെ റോങ് ആയിരുന്നു എന്നുള്ളതാണ്. നമ്മളങ്ങനെ ഒരു റേസിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആൾക്കാരൊന്നും പാഷൻ മാത്രമേ ഉള്ളൂ. പക്ഷേ പിന്നീടാണ് മനസ്സിലായത് ഇതൊരു ക്ലോസ്ഡ് സറൗണ്ടിങ്സിൽ ചെയ്യുമ്പോഴാണ് ഇതിനൊരു ഫ്യൂച്ചർ ഉള്ളൂ. മറ്റേതൊരു റബൽ ഒരു റൈഡറായിട്ട് നമ്മൾ മാറി പോകുന്നതിനപ്പുറത്തേക്ക് ഇത് നമുക്ക് കുറച്ചും കൂടെ പ്രൊഫഷണലായിട്ട് ചെയ്യാനുള്ള ഒരു തോട്ട് വരും. പിന്നീട് നമ്മൾ അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിച്ച് പല എങ്ങോട്ടായിരുന്നു നിങ്ങൾ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത്? സ്വപ്നനഗരിയിലേക്കായിരുന്നു നമ്മൾ ഷിഫ്റ്റ് ചെയ്തത്. അത് ഇന്ന് കാണുന്ന പോലത്തെ അവിടെ സെൻറ്റർ ഒന്നുമില്ല, ഓട്ടിക്കോൾ ബിസിനസ് സെൻറ്റർ, ട്രേഡ് സെൻറ്റർ, കാലിക്കറ്റ് ട്രേഡ് സെൻറ്റർ. അവിടെ അങ്ങനെ ഒന്നുമില്ല. അവിടെ ചെറിയൊരു റോഡും നല്ല ഗ്രൗണ്ടാണ്. അവിടെയാണ് പണ്ട് റേസൊക്കെ നടക്കാറുള്ളത്. പിന്നീട് ആ റോഡുകളിലേക്കായി നമ്മൾ പ്രാക്ടീസും പരിപാടിയൊക്കെ. പിന്നീട് നമുക്ക് ഒരു സ്റ്റണ്ട് ഷോ കിട്ടുകയാണ് ചെയ്തത്. ഫസ്റ്റ് തന്നെ ക്രിസ്ത്യൻ കോളേജിലാണ് നമ്മൾ പ്രൊഫഷണലി ടീം ആയതിനു ശേഷം സ്റ്റണ്ട് ഷോ ചെയ്യണം. പിന്നീട് അങ്ങോട്ട് ശരിക്കും പറഞ്ഞാൽ നല്ല ഗ്രോത്താണ്. സ്റ്റണ്ട് റൈഡിങ് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലേക്ക് നമുക്ക് പെർഫോം ചെയ്യാനൊക്കെ പറ്റി. ആ ടീമൊക്കെ അന്ന് ഓർഗനൈസ് ചെയ്യാൻ ഉള്ള ആൾക്കാരൊക്കെ ഇപ്പോഴും ഉണ്ട്. തീർച്ചയായിട്ടും അതിൽ ഇപ്പോഴും ഇതേ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നത് സത്യത്തിൽ ഞാൻ തന്നെയാണ്. മറ്റുള്ളവരൊക്കെ പല ബിസിനസ്സും അല്ലെങ്കിൽ അവരുടെ ജോലി സംബന്ധമായിട്ടൊക്കെ പലരും പോയി. ഇപ്പം ഞാൻ ബൈക്കിൽ സ്റ്റിൽ ഞാനുണ്ട്. പക്ഷേ എൻ്റെ ഒരാളും കൂടെ അൽത്താനി എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഫ്രണ്ട് കൂടെ, പുള്ളി ജീപ്പിലും ഉണ്ട്. ബാക്കിയുള്ള ആളുകളൊക്കെ പുതിയ കുറെ റൈഡേഴ്സ് നമ്മളെ സ്റ്റണ്ട് റൈഡിങ് ഗ്രൂപ്പിലുണ്ട്. ഇപ്പോഴും ടീം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അന്ന് കൊടുത്തിരുന്ന നെയിം തന്നെയാണോ പേര്? തീർച്ചയായിട്ടും. ബാൻഡിഡ് ബൈക്കേഴ്സ് എന്ന് പറഞ്ഞ ടീം കഴിഞ്ഞ വർഷം ഏകദേശം ഒരു 100 ഷോ ചെയ്തിട്ടുണ്ടാവും. ഈ വർഷവും ഇപ്പോൾ ഏകദേശം ഒരു 100 ഷോ ചെയ്തിട്ടുണ്ടാവും. പല ബ്രാൻഡ്സിനും ഷോ സ്റ്റിൽ കണ്ടിന്യൂസ് ആണ്. പക്ഷേ പണ്ടത്തെ റൈഡേഴ്സ് അല്ല, പുതിയ ആളുകൾ നമ്മൾ ഉണ്ടാക്കിയെടുത്ത് അവരാണ് പെർഫോം ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ ഇന്ത്യൻ സൂപ്പർ ക്രോസ് ലീഗ് ഫിനാലെ കാറ്റഗറിയിലേക്ക് കൊണ്ടുവരുന്നു. അതിൽ തന്നെ സൽമാൻ ഖാനെ പോലെയുള്ള ഒരു വലിയ സെലിബ്രിറ്റീസ് ചീഫ് ഗസ്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ അന്ന് ആ ഒരു അടികിട്ടിയ കാലിക്കറ്റിൽ തന്നെ ഇന്ന് ഇങ്ങനെ ഒരു വലിയ ഷോ നടത്തുക എന്ന് പറയുമ്പോൾ ആ ഒരു ഫുൾ സർക്കിൾ, ആ ഒരു മൊമെന്റ് ഇപ്പം എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? ഫീലിംഗ് റിയലി ഗുഡ്. കാരണം ഞാനിപ്പോൾ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇൻസ്റ്റാഗ്രാമിൽ വെച്ചിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും അത് ഇമോഷണലി വെരി കണക്റ്റഡ് ആണ്. കാരണം നമുക്ക് അടി കിട്ടിയ സ്ഥലത്ത് തന്നെ നമ്മളെ വീഡിയോ, സൽമാൻ ഖാൻ വരുന്നു എന്നുള്ള വീഡിയോ പ്ലേ ചെയ്യാമെന്ന് പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് നമ്മളൊരിക്കലും ഇതിലൊരു ഫ്യൂച്ചർ ഉണ്ടാവുമെന്ന് കരുതിയിട്ടല്ല ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വന്നിട്ടുള്ളത്. പ്യുവർ പാഷനാണ്. വീഴ്ചകൾ എന്ന് പറഞ്ഞ ജീവിതത്തിൽ ഒരുപാട് അപകടങ്ങളാണ് ഈ ഒരു മോട്ടോർ സൈക്കിൾ ഈ ഒരു കരിയറിൽ വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ളത്. കാരണം വേണ്ടത്ര സേഫ്റ്റി ഗിയേഴ്സ് ഒന്നും കിട്ടാത്ത കാലഘട്ടത്തിലാണ് നമ്മൾ ഈ ബൈക്കും കൊണ്ടിട്ട് ഹെൽമെറ്റ് പോലും മര്യാദയ്ക്ക് ഉപയോഗിക്കുന്നില്ല, അല്ലെങ്കിൽ അതിന് ഫൈനാൻഷ്യലി നമുക്കത് വാങ്ങിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ. അതൊന്നും സത്യത്തിൽ ഇപ്പോൾ നമ്മൾ ചുറ്റുപാടുള്ള നമ്മൾ വീട്ടുകാരടക്കം ഭയങ്കര പ്രഷറാവും. നമ്മളൊരു സമയം കഴിഞ്ഞാൽ ഒരു ജോലിക്ക് പോവാതെ അല്ലെങ്കിൽ ഒരു മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോകാതെ വണ്ടിപ്രാന്തായിട്ട് നടക്കാം. വണ്ടിപ്രാന്ത് എന്നുള്ളതിന് സർക്കസ് കളിച്ചെടുക്കുക എന്നുള്ള അതാണല്ലോ നമ്മളെ വീട്ടുകാരും ഫാമിലീസൊക്കെ പറയാം. യാഥാർത്ഥ്യം തന്നെയാണത് അങ്ങനെ കാണുന്ന സമയത്ത്.
പക്ഷെ അങ്ങനെയൊക്കെ യാത്ര ചെയ്തിട്ടുള്ളത് നമ്മളത് വിടാതെ അതിൽ നിന്ന് തന്നെ പിന്നീട് പല ബിസിനസ്സുകളും ഉണ്ടാക്കി ഒരു ജീവിതമാർഗം കണ്ടെത്തി. അതോടൊപ്പം തന്നെ അന്ന് പലരും തള്ളി പറഞ്ഞെങ്കിലും അതൊന്നും ഒരു വിഷമം കൊണ്ട് അല്ലെങ്കിൽ അവരെ കുറ്റം പറയാമെന്നല്ല ഞാൻ ചെയ്യണത്. ഇതൊക്കെ പറയേണ്ടത് തന്നെയാണ്. കാരണം എനിക്ക് പോലും അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ളവർക്ക് പോലും നമ്മളിങ്ങനെ ഗ്രോ ചെയ്യുന്ന എക്സ്പെക്റ്റ് ചെയ്യണില്ല. പക്ഷേ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണോ അതിൽ നമ്മൾ ഉറച്ച വിശ്വാസം, അതിലുള്ള പല വഴികൾ നമുക്ക് തുറന്ന് കിട്ടുകയാണ് ചെയ്യുക. ഈ ഇൻഡസ്ട്രി വെരി അൺഓർഗനൈസ്ഡ് ഇൻഡസ്ട്രിയാണ്. റേസിംഗ് ആയാലും ഞാൻ ചെയ്യുന്ന ബിസിനസ് ആണെങ്കിലും. പക്ഷെ അതൊക്കെ ഒരു ഓർഗനൈസ്ഡ് ആക്കാനുള്ള ഒരു സ്കിൽസും ഒരു ബ്ലെസ്ഡ് ആണ് ശരിക്കും പറഞ്ഞാൽ. ഒന്നുമില്ലാത്തൊരു മേഖലയിൽ ഇന്ത്യയിൽ നമ്മളൊരു പ്രോപ്പറായിട്ടുള്ളൊരു ഇൻഫ്ര സെറ്റ് ചെയ്തുകൊണ്ട് ബിസിനസ്സിലാണെങ്കിലും റേസിലാണെങ്കിലും നമുക്ക് ഈ ഒരു കഴിഞ്ഞ 19 വർഷത്തിൽ ഉണ്ടാക്കാൻ സാധിച്ചു. അത് കഴിഞ്ഞ് ഇന്ന് എത്തി നിൽക്കുമ്പോൾ ഈ ഒരു ജേണിയിലൂടെ അങ്ങനെ പോകുമ്പോൾ ആളുകൾ ആശ്ചര്യത്തോടാണ് നോക്കുന്നത്. കാരണം ഇപ്പോൾ പണ്ട് ബൈക്കിൽ കളിച്ചെടുക്കുന്നതെന്ന് പറയുന്ന സമയത്ത് ദർ ഇസ് നോ റവന്യൂ ഫോർ ഷുവർ. ഇപ്പോൾ സൗബിൻക്ക് ഇന്നലെ കാർ റാലിയിൽ ഉണ്ടായപ്പോൾ സൗബിൻ ഖാൻ്റെ ഒരു സ്പീച്ചിലും പറഞ്ഞതാ, സൗബിൻ ഖാൻ പണ്ട് ബൈക്കിൽ കളിക്കുമ്പോൾ ആൾക്കാർ ഇതിലൊരു വരുമാനമില്ലാത്തൊരു പണി വല്ല പണിക്കും പോടാന്ന് പറഞ്ഞിരുന്നത് ഇതിപ്പോൾ ഒരു പണിയായി മാറി. ഈ ബൈക്കുമായി ബന്ധപ്പെട്ടുള്ളതൊക്കെ ഇതുമായിട്ട് ഒട്ടനവധി കുടുംബങ്ങൾ ജീവിക്കുന്നു. അതേപോലൊക്കെ തന്നെ റേസിങ്ങുമായി മാറിയിട്ടുള്ള അന്ന് നമ്മൾ ഒരു പണിയും ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു പണിക്കും പോകാത്ത ആളുകൾ ചെയ്യുന്ന ഒരു പണിയായിരുന്ന റേസിങ്ങും പരിപാടികളൊക്കെ ഇന്നിപ്പോൾ ഒരു വെൽ എസ്റ്റാബ്ലിഷ് ആയിട്ട് ഇന്ന് ആളുകളൊക്കെ ബഹുമാനിക്കുന്ന ഒരു ലെവലിലേക്ക് ലൈഫ് ഇങ്ങനെ പോവുകയാണ്. മാഷാ അല്ലാ. അത് ലൈഫിലിപ്പോൾ ചുറ്റുപാടുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു പിന്തുണ അത് ഭയങ്കര ഗവൺമെൻറ് ലെവലിലായാലും ഫാമിലി ലെവലിലായാലും ഫ്രണ്ട്ഷിപ്പ് ലെവലിലായാലും ഈ സാധനത്തിന് കിട്ടുന്ന എല്ലാവരും പ്രൗഡാണ് ദാറ്റ് നമ്മളിങ്ങനെയൊക്കെ ചെയ്തു എന്നുള്ളത്. നമ്മളിങ്ങനെയുള്ള നിമിഷങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് തന്നെ സത്യത്തിൽ ജീവിക്കുന്നത്. അത് ഇങ്ങനെ നമ്മൾ തേടി പോവാണ്. ഇത് നമുക്ക് തേടി പോവാതെ നമ്മൾ എന്തിനാണോ കഠിനമായിട്ട് വർക്ക് ചെയ്യുന്നത് അത് നമുക്ക് എത്തിച്ചേരലാണ്. തേടി പോകുന്നതിന് വരെ എത്തിച്ചേരും. അങ്ങനെ പല കാര്യങ്ങളും ഇപ്പോൾ ഡ്രീം കം ട്രൂ മൂമെൻറ്റിലാണ് ഞാനിപ്പോൾ സത്യത്തിൽ ഓരോ ദിവസവും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പ്രത്യേകിച്ച് ഈ ഇവൻറ്റും കൂടെ വന്ന സ്ഥിതിക്ക് വലിയ റെസ്പോൺസിബിലിറ്റിയാണ്. ഇതിങ്ങനെ ഒരു സൽമാൻ ഖാൻ വരുന്നു എന്ന് പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് 35,000 ആളുകളെ മാനേജ് ചെയ്യാനും അതിനപ്പുറത്തേക്ക് 35,000 ആളുകളെ കൊണ്ടുവരാനോ. ഇപ്പോൾ സൽമാൻ ഖാൻ വരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആളുകളിലേക്ക് ഈ ഇവൻ്റ് എന്താണെന്നുള്ളത് എത്തിക്കണം. ഇത്രയും ഫോറിൻ റൈഡേഴ്സ് വരുന്നവരാണ്, അവരെ ടേക്ക് കെയർ ചെയ്യണം. റേസ് കറക്റ്റ് ഇത്രയും ഒരു അഡ്വഞ്ചർ സ്പോർട്സാണിത്. ഒരു അപകടവും കൂടാതെ ഇത് തീർക്കണം എന്നുള്ളൊരു വലിയ ഉത്തരവാദിത്വമുണ്ട്. വരുന്ന സ്പെക്ടേറ്റേഴ്സിന് പോലും ഒരു പോറൽ വെക്കാൻ പാടില്ല. കാരണം ഇത് റേസാണ്, എന്ത് അപകടങ്ങളും സംഭവിച്ചേക്കാം. പക്ഷെ അതിന് വേണ്ട പ്രിക്കോഷൻസും കരുതലുകളും ജാഗ്രതയും എല്ലാം ഇതിൽ വേണം. അപ്പോൾ ചെറിയൊരു ഘട്ടത്തിലൂടെ അല്ല സത്യത്തിൽ കടന്നു പോകുന്നത്. സന്തോഷവും ആഹ്ലാദമൊക്കെ ഒരു സൈഡിൽ ഉണ്ടെങ്കിൽ കൂടെ റെസ്പോൺസിബിലിറ്റി അതിന് എത്രയോ മുകളിലാണുള്ളത്. അപ്പോൾ ഈ റേസ് കഴിയണവരെ സത്യത്തിൽ ഒരു വ്യത്യസ്ത ലോകത്തിലൂടെ അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഈ അടുത്ത് നടന്ന ഇപ്പം മെസ്സി വന്നൊരു ഇവൻ്റ് ആണെങ്കിലും അതിലൊക്കെ ഒരുപാട് ഇഷ്യൂസ് നടന്നിട്ടുണ്ട്. സോ ഇങ്ങനെ ഒരു കാര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞാൽ അതിൻ്റെ പിന്നിലുള്ള പ്ലാനിങ്, അതിൻ്റെ ഒരു പ്രഷർ, ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ ഇതൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത്? ടീമാണ്. അതായത് ടീമായത് ഇതേ പാഷനോട് കൂടിയിട്ടുള്ള ഒരുപാട് ആളുകളാണ് എൻ്റെ ചുറ്റുള്ളത്. ഞാനെന്ന് പറയുന്ന വ്യക്തി തന്നെ നിലനിൽക്കുന്നത് എൻ്റെ ഒരൊറ്റൊരു കഴിവിൻ്റെ ഒന്നിനെ കൊണ്ടല്ല. ഐ ഹാവ് സംതിങ്. ഇതേപോലെ സംതിങ് ഉള്ള കുറേ ആൾക്കാരെ ഒരു യൂണിറ്റിയാണ് ഈ പറയുന്ന വാൻഡിഡോസും ഈ പറയുന്ന വാൻഡിഡോസ് മോട്ടോർ സ്പോർട്സിൻ്റെ റേസേഴ്സും റൈഡേഴ്സും എൻ്റെ സൗഹൃദങ്ങളും ഇവിടുത്തെ എൻ്റെ ഫ്രണ്ട്ഷിപ്പാണ്, എൻ്റെ നെറ്റ്വർക്കാണ് സത്യത്തിൽ ഞാനിവിടെ എത്തിക്കാനുള്ള ഇന്നിപ്പോൾ ഇവിടെ ഇരിക്കാനുള്ള റീസൺ. കാരണം റൈറ്റ് ടൈമിൽ റൈറ്റ് പീപ്പിൾ കാണുക, അവരുമായിട്ടുള്ള നെറ്റ്വർക്കിംഗ് ആണ് ഞാനിവിടെ വരെ ഇപ്പോൾ ഈ റേസ് വരെ കേരളത്തിലേക്ക് വരാനുള്ള സാധനം. റേസിംഗ് ഇൻഡസ്ട്രിയിലുള്ള എക്സ്പീരിയൻസും നമ്മൾ ചെയ്തിട്ടുള്ള പല നാഷണൽ ഇവൻറ്റുകളും നോക്കി കാണുന്ന പലരും ഇന്ത്യയിൽ പല ഓർഗനൈസേഴ്സ് ഉണ്ട്. അങ്ങനെയുള്ള ഓർഗനൈസേഴ്സാണ് ഈ ഒരു ഇവൻറ്റ് പുൾ ഓഫ് ചെയ്യാൻ ഗ്രാൻഡ് ഫിനാലെ കേരളത്തിലേക്ക് തന്നെ വരണം. സൗത്തിലേക്ക് വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് ബാൻഡിഡോസിനാണ് ചെയ്യേണ്ടതെന്നും അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസും കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ കിട്ടാൻ കാരണം ഞാനിതിൻ്റെ ഒരു ഫേസ് ആയിട്ട് ഒരു ലീഡർഷിപ്പിൽ നിൽക്കുന്നു എന്നുള്ളതല്ലാതെ ഒറ്റക്കായിട്ടുള്ളൊരു പ്രവർത്തനമല്ല. വളരെ മാസീവായിട്ടുള്ളൊരു ടീം, ഹാർഡ് വർക്കിംഗ് ടീം എൻ്റെ ചുറ്റുമുണ്ട്. വളരെ ഒരു സ്ട്രോങ് നെറ്റ്വർക്ക്, ഫ്രണ്ട്ഷിപ്പ് എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ലീഗലി നമുക്ക് ഒരുപാട് ഡോക്യുമെൻറ്റേഷനാണ്. പല വഴിയിലൂടെ പോകണം. കേരളത്തിലൊരു റേസിംഗ് ഇവൻറ്റ് നടക്കുക. നമ്മൾ പുറത്തുള്ള പോലെ ഏതെങ്കിലും ഒരു അണ്ടർ ടേബിൾ സെറ്റിൽമെൻ്റ് ഒന്നുമില്ല ഇവിടെ. ഇവിടെ എന്ന് പറയുമ്പോൾ വ്യക്തമായിട്ടുള്ള ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ട് എങ്ങനെ റേസ് നടത്തുന്നു, ഏതൊക്കെ കൈൻഡ് ഓഫ് ട്രാക്കാണ്, കാണാൻ വരുന്നവർക്ക് എന്തൊക്കെ പറ്റിയാലുള്ള റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, ഇത്ര അധികം ഫോറിൻ റൈഡേഴ്സ് വരുമ്പോൾ ഉണ്ടാവേണ്ട റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, സൽമാൻ ഖാനെ പോലത്തെ ഒരാൾ വരുന്ന സമയത്ത് ഉണ്ടാവേണ്ട റെസ്പോൺസിബിലിറ്റീസ്,
ഒട്ടനവധി കാര്യങ്ങൾ ഇതിലെ ഓരോ ഡോക്യുമെൻറ്റേഷനുകളും നമ്മൾ പാസ്സാക്കി വന്നാലാണ് സത്യത്തിൽ ഇതുപോലത്തെ ഒരു റേസ് പുൾ ഓഫ് ചെയ്യാൻ പറ്റുക. ഓക്കെ. കാരണം ഈ നമുക്കറിയാലോ ഒരു വീട് എടുക്കണമെങ്കിൽ തന്നെ എത്രങ്ങാനും ഡോക്യുമെന്റ്സ് നിങ്ങൾ Yes. റെഡിയാക്കണം, ഏതൊക്കെ ഓഫീസ് കയറി ഇറങ്ങണം. അതൊരു നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള വീടാന്ന് വിചാരിക്കാം. റേസിംഗ് എന്ന് പറഞ്ഞു പോകുമ്പോൾ ആദ്യം ചോദിക്കും ഇതിവിടെ ആവശ്യമുള്ള സാധനം ഒന്നല്ലല്ലോ, അവിടെ ഇരിക്കുക കുറച്ച് സമയം. പക്ഷേ അതൊക്കെ ഡോർസ് ഓപ്പൺ ആക്കി കിട്ടാനും അപ്രോച്ച് ചെയ്ത് അധികാരികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനൊക്കെ നമുക്ക് എൻ്റെ നെറ്റ്വർക്കിലുള്ള ആളുകൾക്കുള്ള ബന്ധങ്ങളൊക്കെ നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആവുന്നുണ്ട്. കറക്റ്റായിട്ടുള്ള വിഷയം പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോൾ സത്യത്തിൽ ഗവൺമെൻറ്റിലും ഒരുപാട് നല്ല മാറ്റങ്ങളുണ്ട്. കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഒരു വിഷ്വൽ പ്രസൻറ്റേഷനൊക്കെ ചെയ്യുന്ന സമയത്ത് അവർക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു ലെവലിലാണ് ഇപ്പോഴും. സത്യത്തിൽ നിങ്ങളാണെങ്കിൽ പോലും ഞാൻ ഉറപ്പ് പറയാണ്, ഇവിടെ എന്താ നടക്കാൻ പോകണമെന്നുള്ള പൂർണ്ണമായിട്ടുള്ള ഒരു സാധനങ്ങൾ വീഡിയോയിലൂടെ കണ്ടതിൽ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാവില്ല. നിങ്ങൾ ഈ ഇവൻറ്റിന് വന്നിട്ട് ഫീൽ ചെയ്തിട്ട് ആണ് നിങ്ങൾ എന്നോട് പറയേണ്ടത് എന്ത് കൈൻഡ് ഓഫ് ഇവൻ്റ് ആണെന്ന്. ആൻഡിൽ അൺലെസ് അതന്നെയാണ് എനിക്കിത് കോഴിക്കോട് നടത്താനുള്ള കാരണം. ഇതിപ്പോൾ വേണമെങ്കിൽ ബാംഗ്ലൂരിൽ ഈസിലി പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. കൂടുതൽ ആളുകളെയും ആക്സസും ഒക്കെ കിട്ടും. അവിടെ IT, അതായത് ടിക്കറ്റ്സിന് സ്പെൻഡിങ് പവറുള്ള ഒരുപാട് ആളുകളുണ്ട്. നമുക്ക് ബാംഗ്ലൂരും ബിസിനസ്സില്ല, അവിടെയും നെറ്റ്വർക്ക് ഉണ്ട്. പക്ഷേ കേരളത്തിൽ കുറച്ച് സ്പെൻഡിങ് പവർ കുറവാണെങ്കിലും അല്ലെങ്കിൽ ആളുകൾ നമ്മൾ ഉദ്ദേശിച്ച പ്രൈസിൽ ടിക്കറ്റ് എടുത്തിട്ടില്ലെങ്കിലും ഇവിടെയാണിത് കാണേണ്ടത്. എൻ്റെ നാടാണ്, കോഴിക്കോടാണെങ്കിലും കേരളത്തിലെ ആളുകളൊക്കെ വരും. അപ്പോൾ അവർ ഇത് കണ്ടാലേ ഉള്ളൂ എത്ര വർഷമായിട്ട് നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരിക്കണമെന്ന് അറിയേണ്ട. എൻ്റെ കുടുംബവും എൻ്റെ ചുറ്റുപാടുള്ളവരൊക്കെ വാട്ട് ഈസ് ബാൻഡിഡോസ്, വാട്ട് ഈസ് മുർഷിദ് ബാൻഡിഡോസ്. ഐ ഹാവ് ബീൻ ട്രാവലിംഗ് ത്രൂ മെനി റേസിംഗ് സീരീസ്. ഇഷ്ടം പോലെ അനുഭവങ്ങളാണ്. ഇതൊക്കെ എന്താണെന്നുള്ളത് നിങ്ങൾ അവിടെ വന്ന് കണ്ടിട്ട് ആണ് നിങ്ങൾ പറയേണ്ടത് ഇതായിരുന്നു ബാൻഡിഡോസ് ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളത്. വെയിറ്റിംഗ് ഫോർ ദാറ്റ് മൂവ്മെന്റ്. ഫ്രം ദ സ്ക്രാച്ച് ഈ ഒരു പ്രോഗ്രാം ഇവിടെ നടത്തണമെന്ന് അറിഞ്ഞത് തൊട്ട് ഇപ്പോൾ ഈ ഒരു വരുന്ന December 21 ഈ ഒരു പ്രോഗ്രാം ഇവിടെ നടക്കുകയാണ്. അത് എത്ര സമയം എടുത്തു ഇങ്ങനെ ഒരു പ്ലാൻ? ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ മാർച്ചിലാണ് ഞാനിതിൻ്റെ ഫസ്റ്റത്തെ പേപ്പർ നമ്മൾ തീരുമാനത്തിലേക്ക് എത്തുന്നത്. ദാറ്റ് വി ആർ ട്രൈങ് ടു പുൾ ഓഫ് ദിസ് ഇവന്റ് ഇൻ കേരള, കാലിക്കറ്റ്. ദ ബിഗ്ഗസ്റ്റ് ടാസ്ക് ഇസ് ഗെറ്റിംഗ് ദ സ്റ്റേഡിയം. നമുക്കൊരു ഗ്രൗണ്ട് എടുത്തിട്ട് ഗാലറി നമുക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ തന്നെ നമ്മൾ ഇത്രയും വർഷം ചെയ്തുകൊണ്ടിരുന്നത്. സ്റ്റേഡിയം ഇസ് നോട്ട് ഇൻ അവർ ലിസ്റ്റ്. കിട്ടാൻ പോകുന്നില്ല. ഫുട്ബോൾ സ്റ്റേഡിയമാണ്. മലബാറിലല്ല, കേരളത്തിൽ എവിടെയാണെങ്കിലും ഫുട്ബോൾ സ്റ്റേഡിയം ഒന്നും ഒരിക്കലും കിട്ടാൻ പോകില്ല. കേരളത്തിൽ കോഴിക്കോട് എന്ന് പറയുന്നത് മലബാർ ഫുട്ബോൾ വേണ്ടി മരിക്കുന്ന സ്ഥലമാണ്. പക്ഷേ പ്രോപ്പറായിട്ടുള്ള ഒരു അപ്രോച്ച്, ലോങ് ടൈമാണ് ഇതിന് വേണ്ടത് എന്നുള്ളത് ഷുവറാണ്. ഇത് അങ്ങനെ നല്ല പേഷ്യൻസ് വേണം. കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്ത ഉത്തരങ്ങളാണ് നമ്മളിപ്പോൾ അല്ലെങ്കിൽ മറുപടികളാണ് ഒരു സാധനം അപ്രോച്ച് ചെയ്യുമ്പോൾ ഉണ്ടാവുക. പക്ഷെ അതൊക്കെ നമ്മൾ ടൈം എടുത്ത് നമ്മൾ വേണ്ട രൂപത്തിൽ കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ മാസങ്ങൾ, ഒരു മാസം കൊണ്ട് നടക്കേണ്ടത് 4 മാസം എടുക്കും. എന്നിരുന്നാൽ ആ പേഷ്യൻസിൽ ഓരോരോ ഡോറിൽ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് നടക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഇനി ഫൈനലി ഐ ഹാവ് ഓൾ ദ ഡോക്യുമെൻറ്റ്സ് എല്ലാം. കേരള ഫുട്ബോൾ അസോസിയേഷൻ ഇസ് ആക്ച്വലി ബീങ് പാർട്ട് ഓഫ് ദിസ് ഇവന്റ്. അങ്ങനായി കേരള ഫുട്ബോൾ അസോസിയേഷൻ ഒന്നും ഇല്ലാതെ നമുക്ക് പറ്റില്ല. അവരാണ് ഈ സ്റ്റേഡിയം പരിപാലനം ചെയ്യുന്നത്, മാനേജ് ചെയ്യുന്നത്. കോർപ്പറേഷൻ അതർ സൈഡ്. കോർപ്പറേഷന് വേണ്ട രീതിയിൽ കോർപ്പറേഷൻ്റെ ആളുകളുമായിട്ട് സംസാരിച്ചു, അവരതിനുള്ളൊരു അപ്രൂവൽ. ബിക്കോസ് എന്താണ് ഈ വെളിയിലെ രാജ്യങ്ങളിലൊക്കെ റേസിംഗ് നടക്കുന്നത്, റേസിംഗ് എന്നാണ് റഗ്ബി, വാട്ട് എവർ ദ സ്പോർട്സ്, ഇതൊക്കെ നടക്കുന്നത് ഒരൊറ്റ സ്റ്റേഡിയത്തിലാണ്. ഈ സ്റ്റേഡിയം തന്നെയാണ് മൾട്ടിപർപ്പസിന് ഉപയോഗിക്കുന്നത്. മേക്കിംഗ് റവന്യൂ ഔട്ട് ഓഫ് ദിസ്. ഇതിപ്പോൾ കോഴിക്കോടിൻ്റെ ഹൃദയത്തിലൊരു വലിയ സ്റ്റേഡിയം, അത് എന്നെങ്കിലും ഒരു ഫുട്ബോൾ വന്നാൽ വന്നു എന്നുള്ളതല്ലാതെ ഇവിടെ ഒരു ശരിക്കും റവന്യൂ മോഡലും കൂടെ ഉണ്ടാക്കണം. അതൊക്കെ കോർപ്പറേഷൻ്റെ ഇപ്പോഴത്തെ പുതിയ റിനോവേഷനിലുണ്ട്. കോർപ്പറേഷനും ഫുട്ബോൾ അസോസിയേഷനും കൂടി ചേർന്നിട്ട് നല്ല ഗംഭീര പാർക്കിങ്ങോട് കൂടിയിട്ട് മൾട്ടി പേർപ്പസിന് ഈ സ്റ്റേഡിയം ആക്കുന്ന തരത്തിലേക്കാണ് പോകണം. അതിൻ്റെ അവസാന ഘട്ടത്തിലുള്ളത് ഡിസ്കഷൻസ് ഉണ്ട്. അപ്പോൾ ഇതൊരു നല്ല തുടക്കമായി. നമ്മളിത് കാണിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, വി ആർ കമ്മിങ് അപ്പ് സംതിങ് വെരി ഇൻട്രസ്റ്റിംഗ്, ഇതുവരെ ഇന്ത്യയിൽ കാണാത്ത. അപ്പോൾ നമുക്കിത് കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പല ആളുകൾക്കും ഇനി ഒരു ഓപ്പർച്യൂണിറ്റി ഈ സ്റ്റേഡിയത്തിലൂടെ കിട്ടും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ ഇറ്റ് ഈസ് ആക്ച്വലി ജേർണി ഈസ് ടഫ്, ബട്ട് അറ്റ് ദ സെയിം ടൈം that will happen if you are running behind it. ഒരാൾ വേണം അതിന് പിന്നാലെ ഓടാൻ. ഓക്കെ, അന്ന് മുർഷിദ് ബാൻഡിഡോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ ഇന്നൊരു മോട്ടോർ റേസർ മാത്രമല്ല, ഒരുപാട് വെഞ്ചേഴ്സ് സ്വന്തമായിട്ട് ഓൺ ചെയ്യുന്ന ഒരാളുകൂടിയാണ്. സോ എങ്ങനെയാണ് ഇത്രയും വെഞ്ചേഴ്സിലേക്ക് എത്തിപ്പെടുന്നത്? നിങ്ങൾക്ക് അന്ന് അതിനുള്ള ഡിമാൻഡ്സ് ഉണ്ടായിരുന്നു, അതായത് ഇന്ന ടൂൾസ് ഞങ്ങൾക്ക് കിട്ടുന്നില്ല, ഇങ്ങനത്തെ റിക്വയർമെൻറ്റ്സിൽ നിന്നാണോ ഇത്രയും ഫെയിമിലേക്ക് എത്തിയത്? ഏതൊക്കെ ഫെയിമാണ് ഇപ്പം ഓൺ ചെയ്യുന്നത് സ്വന്തമായിട്ട്? ബാൻഡിഡോസ് ശരിക്കും പറഞ്ഞാൽ 200 സ്ക്വയർ ഫീറ്റിൽ ഒരു വർക്ക്ഷോപ്പും 2 ഹിന്ദിക്കാർ മെക്കാനിക്കും ഞാനും എൻ്റെ ഒരു കസിൻ ബ്രദറും കൂടി ആയിട്ടാണ് കോഴിക്കോട് ലിങ്ക് റോഡിൽ 2012 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. 2012. 2012. ഓക്കെ.
2012 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരൊറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ, വലിയ ബിസിനസ്സുകാരനാവാന്നല്ല, എനിക്ക് ഈ ഫീൽഡിൽ എങ്ങനെയെങ്കിലും നിൽക്കണം എന്നുള്ളത് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. മേക്ക് സം റവന്യൂ ഔട്ട് ഓഫ് ജീവിച്ചു പോകാനുള്ള, അല്ല ഇതുകൊണ്ടൊരു ഫ്യൂച്ചർ ഉണ്ടാക്കണം എന്നുള്ള ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നില്ല. 2012 ഇത് എടുക്കുന്ന സമയത്തും ഭയങ്കര സ്റ്റണ്ട് ഷോസ് ഒക്കെ ചെയ്യുന്ന സമയമാണ്. പക്ഷേ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം എത്രയും പെട്ടെന്ന് കോളേജ് കഴിഞ്ഞാൽ ഇവിടുന്ന് നമ്മളെ മലബാറിലെ അവസ്ഥ എന്ന് പറയുന്നത് ഗൾഫിലേക്ക് കൊണ്ടുപോകാന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഞാൻ ഈ വണ്ടിയുമ്പോൾ കളിക്കുന്ന ഒരാളായതുകൊണ്ട് ഇമ്മീഡിയറ്റ്ലി കൊണ്ടുപോകണം എന്നുള്ള അഭിപ്രായത്തിലാണ്. കോളേജ് കഴിഞ്ഞ് ഒരു കോർപ്പറേറ്റ് ജോബിൽ കൊച്ചിയിൽ കയറി. കാരണം കോഴിക്കോട് നിന്ന് തന്നെ എന്തായാലും കോഴിക്കോട് നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു, ഞാൻ ബൈക്കിൽ കളിക്കുന്ന കാരണം. കൊച്ചിയിലേക്ക് പോയി, കൊച്ചിയിൽ ഒരു കമ്പനിയിൽ കയറി, അവിടെ ഒരു 6 മാസം വർക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ സ്റ്റണ്ട് ഷോ ചെയ്യുന്നുണ്ട്, അങ്ങനത്തെ ചെറിയ ചെറിയ പരിപാടികൾ. അത് ബൈക്ക് വിട്ടിട്ടൊന്നുമില്ല, നാട്ടിൽ നിന്ന് മാറിക്കണമെന്നാണ് ആവശ്യം. കാരണം ഈ ഗാങ് എന്നൊക്കെ ഒന്ന് വിട്ടു നിൽക്കണം എന്നുള്ളത് വീട്ടുകാരുടെ ആവശ്യം. കൊച്ചിയിലെത്തിയപ്പോ അവിടെയൊക്കെ എല്ലാ സ്ഥലത്തും ഇത് ഉണ്ടല്ലോ സത്യത്തിൽ. അല്ല ഈ ഒരു ഗാങ് ഒന്ന് മാറിക്കാന്നുള്ള വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുക. കാരണം എൻ്റെ അതേ മൈൻഡ് സെറ്റുള്ള കുറേ ആൾക്കാർ രാവിലെയും രാത്രിയും ഇല്ലാതെ ഇങ്ങനെ വണ്ടിയിട്ട് കളിക്കല്ലേ. കൊച്ചിയിൽ നിന്നും മനസ്സിലായി ഇത് ഒന്നുകിൽ ഗൾഫ് പോകേണ്ട ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റവന്യൂ വർക്ക് ചെയ്തിട്ടൊന്നും നമുക്ക് ഇരിക്കാൻ പറ്റുന്നതല്ല. എനിക്ക് അങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ആളുമല്ല ഞാൻ. അപ്പോൾ ഞാൻ ഒരാശയം വീട്ടിൽ വെച്ച്, എൻ്റെ കയ്യിൽ കുറച്ച് സ്റ്റണ്ട് ഷോ പരിപാടികളിലൂടെ പൈസ ഒക്കെ ഉണ്ട്, എന്തെങ്കിലും ഒരു മോട്ടോർ സൈക്കിൾ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സാധനം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ട്. കാരണം ഈ സമയത്തൊന്നും ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഈ ആക്സസറീസും നല്ല സാധനങ്ങളൊന്നും കിട്ടാനില്ല. നമ്മൾ തന്നെ വാങ്ങിക്കുന്നത് ബാംഗ്ലൂരിൽ നിന്നും പോയിട്ട് വാങ്ങിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് പിന്നെ ദുബായിൽ നിന്ന് ആരെയും വരുമ്പോൾ ഒക്കെ കൊണ്ടുവരിക ചെയ്യണം. അപ്പോൾ ഇതിനൊരു സ്കോപ്പ് ഉണ്ടെന്നുള്ളത് ഷുവറാണ്. അപ്പോൾ നമ്മൾ കാലിക്കറ്റിൽ അങ്ങനെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ചെയ്യുന്നത്. വലിയ ഇൻവെസ്റ്റ്മെൻറ്റിലൊന്നുമല്ല, അങ്ങനെ തട്ടിക്കൂട്ടിയിട്ടുള്ളൊരു സ്റ്റാർട്ടാണ്. പക്ഷേ കൂടുതൽ അപ്പോഴും ഫോക്കസ് ചെയ്യുന്ന സ്റ്റണ്ട് ഷോയിലും മറ്റുള്ള കാര്യങ്ങളിലാണ്. ഇതിലുള്ള റവന്യൂ കിട്ടിക്കഴിഞ്ഞാൽ കൂടെ കുറേ ആളുകൾ ഉണ്ടാവും. നമ്മൾ എക്സ്പെൻസ് എപ്പോഴും കൂടുതലാണ്. സ്റ്റണ്ട് ആണെങ്കിൽ നമുക്ക് ആ ഒരു അഡ്രിനാലിനും ഹാപ്പിനെസ്സും ഉണ്ടാവും എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് ഭയങ്കര അങ്ങനെ എടുത്തു വെച്ച് ജീവിക്കാനൊന്നും പറ്റില്ല. ആ 2 വർഷം ശരിക്കും ബിസിനസ്സിനെ കുറിച്ച് ഒന്നും അറിയാതെ ഒരുപാട് ലോസ് കാര്യങ്ങളിലേക്ക് പോകുന്ന സാഹചര്യത്തിലാണ് ഉള്ളത്. ഇതിനു മുന്നേ ഒരു ബിസിനസ് ബാക്ക്ഗ്രൗണ്ടോ കാര്യങ്ങളോ? ഒരു ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ല. പാരൻസ് അങ്ങനെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഇല്ല. ഉപ്പൊക്കെ ദുബായിലായിരുന്നു. ഇപ്പോൾ ഭയങ്കര ഒരു ടഫ് സിറ്റുവേഷനിൽ എത്തി തുടങ്ങി. ആളുകളൊക്കെ പണ്ട് പറയണ്ടല്ലോ എവിടെ എത്താൻ പോകുന്നില്ല, അങ്ങനത്തെ സാഹചര്യത്തിൽ എത്തി. സത്യത്തിൽ ബിസിനസ് ഒരു മനുഷ്യൻ ഷോപ്പിൽ വരാത്തൊരു സാഹചര്യം, അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ. കാരണം എന്ന് പറഞ്ഞാൽ ബിസിനസ് അത്ര കോൺസെൻട്രേറ്റും കൂടെ ചെയ്യണ്ടായില്ല. കാരണം അത് അറിയണ്ടായില്ല. നമ്മളിപ്പോഴും ബൈക്കിൻ്റെ പിന്നിൽ തന്നെ ഉള്ളത്. പിന്നെ ഞാൻ സത്യത്തിൽ തൃശ്ശൂരുള്ള എൻ്റെ ഇപ്പം നിലവിലുള്ള പാർട്ട്നേഴ്സ് ഉണ്ട്, അനു, വിനു, മഹേഷ്, ഷിയാസ്. ഞാൻ തൃശ്ശൂരാണ് പ്രാക്ടീസ് ചെയ്യാൻ പോകാറ്. റേസ് സ്റ്റണ്ട് കാലിക്കറ്റ് ആണെങ്കിൽ റേസ് നടക്കുന്നത് തൃശ്ശൂരാണ്. അവിടെയാണ് പ്രാക്ടീസ്. തൃശ്ശൂർ ഇസ് ആക്ച്വലി ദ മക്ക ഓഫ് റേസിംഗ്. എനിക്കറിയില്ല, നിങ്ങൾ എവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ തൃശ്ശൂരുകാർ ദേ ആർ വെരി ഗുഡ് ഇൻ റേസിംഗ്. അവിടെ നല്ല റേസ് ട്രാക്കുകളുണ്ട്. അപ്പോൾ ഞാൻ അവിടെ റേസ് പ്രാക്ടീസ് ചെയ്യാൻ പോകുമ്പോൾ നെറ്റ്വർക്കായി, നല്ല കണക്ഷനായി. അവർക്ക് ഒരു ബിസിനസ് ഈ നമ്മൾ കോഴിക്കോടുള്ള പോലെ ഒന്ന് ചെയ്യണമെന്നുണ്ട്. എനിക്ക് കുറേ എൻ്റെ വീഴ്ചകൾ എന്തൊക്കെയാണെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. എൻ്റെ പർച്ചേസ് തന്നെ മോശമായിരുന്നു. ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് എടുക്കണം, ബാംഗ്ലൂരല്ല ഇത് എടുക്കേണ്ടത് ഡൽഹിയിൽ നിന്നാണ് എടുക്കണം, അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യുന്നിടത്ത് എടുക്കണം എന്നൊക്കെയുള്ള. ഈ ജേണിയിൽ ഞാൻ ഡൽഹിയിലൊക്കെ പിന്നെ പോയി അവിടെയൊക്കെ പഠിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ കയ്യിൽ മാസ്സായിട്ടുള്ള ഒരു പൈസ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യാനില്ല. എനിക്ക് മനസ്സിലായി തുടങ്ങി ഇതൊക്കെ ഞാൻ ചെയ്ത പ്രശ്നങ്ങൾ എന്താണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ഉണ്ടാക്കി നമുക്ക് ഒന്ന് ട്രൈ ചെയ്യാം. കോഴിക്കോട് ആദ്യം ചെയ്യാമെന്ന് വിചാരിച്ചു, കുറച്ചും കൂടി വലുതായിട്ട്. കുറേ കാര്യങ്ങൾ പഠിച്ചല്ലോ. ഞാൻ പറഞ്ഞു കോഴിക്കോട് വേണം, നമുക്ക് തൃശ്ശൂർ തന്നെ ആക്കാം. നമ്മൾ പാർട്ട്നേഴ്സ് പറഞ്ഞു ഓക്കെ തൃശ്ശൂരാക്കാം. തൃശ്ശൂർ നമ്മളൊരു ബാൻഡ് ഡോസ് കുറച്ച് വലിയ രൂപത്തിൽ തന്നെ ചെയ്ത്, റിസ്ക് പറഞ്ഞാൽ ഭയങ്കര റിസ്ക് എടുത്തിട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. എന്നെക്കാൾ കൂടുതൽ റിസ്ക് എൻ്റെ പാർട്ട്നേഴ്സാണ് എടുത്തിട്ടുള്ളത്. അവിടെ തുടങ്ങുന്ന സമയത്ത് ലോണിന് പോയി, ലോണ് തരാമെന്ന് പറഞ്ഞ് പിന്നെ ഫൈനലി തരാതായി. കാരണം ഈ ബൈക്കിൻ്റെ ഒരു എക്സാമ്പിൾ കാണിച്ചു കൊടുക്കാൻ കേരളത്തിലൊരു ഷോപ്പില്ല, ഒന്നുമില്ല കാണിച്ചു കൊടുക്കും. അവർ സ്റ്റഡി ചെയ്തപ്പോൾ ഫൈനൽ സ്റ്റേജിൽ ലോണ് റിജക്റ്റ് ആയി. കിട്ടിയ ലോണായിരുന്നു. അപ്പോഴേക്ക് നമ്മൾ പർച്ചേസ് ഒക്കെ വേറെ റോൾ ചെയ്ത് വാങ്ങിക്കണം, ലോണ് കിട്ടിയിട്ട് തരാന്നുണ്ട്. ടഫ് ടൈം. പക്ഷെ സ്റ്റോർ ഓപ്പൺ ചെയ്ത് അന്ന് മുതൽ തന്നെ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു മിറാക്കിളാണ്. വിത്തിൻ എ കപ്പിൾ ഓഫ് മന്ത്സ് മൂവി ഇറങ്ങി, നമ്മൾ ബാംഗ്ലൂർ ഡേയ്സ് ഇറങ്ങി. അപ്പോൾ റേസിംഗ് സാധനങ്ങൾ നമ്മൾ കുറേ വാങ്ങി വെച്ചാണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സാധാരണക്കാർ പോലും മോട്ടോക്രോസ് വാങ്ങിക്കണം, ഹെൽമെറ്റ് വാങ്ങിക്കണം, ബൂട്ട് വാങ്ങിക്കണം, ആ ഒരു മൂഡിലേക്ക് പെട്ടെന്ന് കൾച്ചർ പോയി. പിന്നെ നീലാകാശം മൂവിയും കൂടി ഇറങ്ങിയ സമയത്ത് റൈഡ് അങ്ങോട്ട് നെക്സ്റ്റ് ലെവൽ. ഇപ്പൊ നമ്മൾ കുറച്ച് ഭ്രാന്തന്മാർ മാത്രം ഉണ്ടായിരുന്ന സ്ഥലത്ത് സകലൊരു റൈഡേഴ്സായി മാറി. പണ്ട് ബൈക്ക് ഓടിക്കാൻ മടിയുള്ള ആൾക്കാർ പോലും നമ്മളൊരു സമയം കഴിഞ്ഞാൽ കാറിലേക്ക് മാറും. അതൊക്കെ പോയിട്ട് കാർ അവിടെ ഉണ്ടായിക്കോട്ടെ, പക്ഷെ ബൈക്ക് വേണമെന്നുള്ള സാഹചര്യത്തിലെത്തി. ആ ഒരു ജേണിയിൽ നമ്മളിങ്ങനെ ഒരുമിച്ച് അങ്ങനെ പോയി. പിന്നെ റോയൽ എൻഫീൽഡ് ഒരു തരംഗം സൃഷ്ടിച്ചു കളഞ്ഞല്ലോ.
2014 എല്ലാവരുടെ അടുത്തും റോയൽ എൻഫീൽഡ് ആവണം. നമ്മൾ റോയൽ എൻഫീൽഡ് നന്നായി ഫോക്കസ് ചെയ്തു. ബിസിനസ് ഒരു വലിയ ലെവലിലേക്ക് ഗ്രോ ചെയ്ത് തൃശ്ശൂർ തന്നെ ശരിക്കും പറഞ്ഞാൽ തൃശ്ശൂരുകാർ ദേ ആർ വെരി ഗുഡ് ഇൻ ഒരു ഹാർഡ് വർക്കിംഗ് ആണ്. വളരെ വളരെ ടൈം പഞ്ച്വാലിറ്റി എല്ലാം പെർഫെക്റ്റ് ആണ്. നമ്മൾ കോഴിക്കോടത്തെ പോലെ ഫുൾ അടിച്ചുപൊളി സീനല്ല. വർക്കേഴ്സ് വർക്ക്ഷീപ്പാണ്. രാവിലെ 7 മണി എന്ന് പറഞ്ഞാൽ 7 മണിക്ക് സ്റ്റോർ ഓപ്പൺ ആണ്. അവിടെ ആളുകൾ സ്റ്റാഫ് റെഡിയാണ്. ഫുൾ ത്രോട്ടിൽ വർക്ക് സ്റ്റാർട്ടായി. ഇവിടെ കൾച്ചർ എന്ന് പറഞ്ഞാൽ 10-11 മണിയാണ് കോഴിക്കോട്. ലൈഫ് ഒറ്റയടിക്ക് മാറി ഫോക്കസ് ചെയ്ത് എല്ലാവരും കൂടെ ടീം വർക്ക് ആയിട്ട് ഓരോരുത്തരും ഓരോ റെസ്പോൺസിബിലിറ്റി എടുത്ത് പിന്നെ സത്യത്തിൽ പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. അതായത് ഒരു ബിസിനസ് പിന്നെ ഓണ്ടർപ്രണറിലേക്കുള്ള ജേണി അപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ലോണ് സാങ്ഷൻ ആവാതെ തന്നെ നിങ്ങൾ ഈ ബിസിനസ് അത് നമ്മൾ പല സൗഹൃദങ്ങളുടെ അടുത്തുനിന്ന് പൈസ വാങ്ങി. സത്യത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ അന്ന് കല്യാണം കഴിഞ്ഞിട്ടുള്ള സമയമാണ്. എൻ്റെ വൈഫ് ഇന്ന് കോളേജിൽ കല്യാണം കഴിഞ്ഞിട്ടാണ് MCA കോളേജിൽ കൊച്ചിയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഫിസാറ്റിൽ. അപ്പോൾ വെള്ളിയാഴ്ചകളിൽ ഗോൾഡ് എടുത്ത് പണയം വെക്കുക, വെള്ളിയാഴ്ചകളിൽ ഗോൾഡ് തിരിച്ചെടുക്കണം. കാരണം സാറ്റർഡേ സൺഡേ കോഴിക്കോട് വരണം. തിങ്കളാഴ്ച രാവിലെ വീണ്ടും ഗോൾഡ് പണയത്തിന് വീണ്ടും വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഗോൾഡ് കാണണം. ഇതാണ് കണ്ടീഷൻ. അപ്പൊ ഇതാണ് അവിടെ അറിയിക്കാനും പറ്റില്ല. കാരണം ഞാൻ കുറച്ച് ബൈക്കിൽ ഇങ്ങനെ അക്രമം കാണിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ കല്യാണം നടക്കുന്നത്. റിസ്കി ഗെയിം അല്ലേ? അല്ലാതെ ഇപ്പം നമ്മൾ ഈ വെൻഡേഴ്സിൻ്റെ അടുത്ത് ഇപ്പോൾ ഡൽഹിയിൽ പർച്ചേസ് ആവുന്ന സമയത്ത് നമ്മൾ കാശ് സാധനങ്ങൾ വരും. പിന്നെ നമ്മൾ ക്രെഡിറ്റ് പീരീഡ് ആണ്. ടൈമിൽ ഇങ്ങനെ പൈസ ഇട്ട് കൊടുക്കണം. അപ്പോൾ പൈസ നമ്മൾക്ക് ഇട്ട് കൊടുക്കാൻ റോൾ ചെയ്യേണ്ട സാഹചര്യം വരുമ്പോൾ ഇത് കുഴപ്പമില്ലല്ലോ. ഇതിപ്പോൾ കോളേജിൽ പോകുമ്പോൾ ഇട്ടണം നിർബന്ധമൊന്നുമില്ലല്ലോ. അപ്പോൾ അതൊരു സ്ഥലത്ത് സേഫ് ആയിട്ടുണ്ട്. അപ്പോൾ അതൊരു സപ്പോർട്ടാണ് സത്യത്തിൽ. അങ്ങനെ വെള്ളിയാഴ്ചകളിൽ അത് എടുക്കുന്നു, തിങ്കളാഴ്ച അത് വെക്കുന്നു. അങ്ങനെ അത് ഒരു വൺ സൈഡ് ഓഫ് സാധനമാണ് ഞാൻ പറയുന്നത്. ഇത് മാത്രമല്ല, അങ്ങനെ പല രൂപത്തിലുള്ള സംവിധാനത്തിലൂടെ പലരും സത്യത്തിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു നമ്മൾ ഫ്രണ്ട് സർക്കിൾ തന്നെയാണ് ഇന്നിപ്പോൾ വാൻഡോസ് എവിടെ എത്തിയിട്ടുണ്ട് എങ്കിൽ അതിൽ ദ മെയിൻ തിങ് ഇസ് പല ഈ തുടക്കകാലങ്ങളിൽ കിട്ടുന്ന ഒരു സപ്പോർട്ട് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. ഇപ്പം എന്നുള്ളതല്ല, ഇപ്പം നമുക്ക് പല ബിസിനസ്സുകളായി എക്സ്പാൻഷനായി. പക്ഷെ ആ ജേണിയിൽ ഈ സാധനം എവിടെയെങ്കിലും എത്തോ ഇല്ലേന്ന് അറിയാതെ തരുന്ന ഒരു പൈസ ഉണ്ട്. അതാണ് ഇമ്പോർട്ടൻ്റ്. നമ്മളിപ്പോൾ ഒരു ഗ്രിപ്പായി അത് പോയി കഴിഞ്ഞാൽ അവരടുത്ത് സ്ഥലം വിറ്റിട്ടായാലും തരുന്ന വിശ്വാസയോടെ ഇപ്പം തരുന്നവർ ഉണ്ടാവാം. അന്ന് ഒന്നും വിൽക്കാനുമില്ല, ഇതെന്താവും അറിയില്ല ഇവർ വണ്ടിയിലെ കച്ചവടം എന്ന് പറയുമ്പോൾ. അങ്ങനെ തന്നിട്ടുള്ള ഒട്ടനവധി നല്ല ആളുകളുണ്ട്. നേരത്തെ ചോദിച്ചതിന് ഫോളോ അപ്പ് ചോദിക്കുകയാണ്. പക്ഷെ ഇപ്പോൾ ശരിക്കും കേരളത്തിൻ്റെ റൈഡിങ് അല്ലെങ്കിൽ റേസിംഗ് കൾച്ചർ ഇതുപോലെ ഇവോൾവ് ചെയ്ത് വരാൻ സിനിമ നല്ലൊരു ഘടകമായിരുന്നു. അന്ന് ശരിക്കും നേരത്തെ പറയേണ്ടത് നീലാകാശം അതുപോലെ ബാംഗ്ലൂർ റേസ് ഒക്കെ സ്വാധീനിച്ചു. 1000 നന്ദി പറയാണ് അഞ്ജലി മേനോനോട്. സത്യത്തിൽ ബ്യൂട്ടിഫുൾ മൂവിയാണ് എടുത്തു. ഞാൻ പലപ്പോഴും പറയാറുണ്ട്. കാരണം റേസിംഗ് സിനിമകൾ ഇപ്പോൾ ഒരുപാട് നമ്മൾ തന്നെ റേസ് അതിന് വേണ്ടി നടത്തി കൊടുത്ത സിനിമകളൊക്കെ ഉണ്ട്. ആ പേരൊന്നും ഏതാണെന്ന് ഞാൻ പറയണില്ല. റേസിനെ കുറിച്ച് ഒന്നും അറിയാത്ത ആളുകൾ റേസ് എടുത്തിട്ട് റേസ് എന്ന് പറയുന്ന സാധനത്തിന് അത്രയും അടിയിലേക്ക് പ്ലേസ്മെൻറ്റ് കൊടുക്കുന്ന സിനിമകളാണ് പലരുള്ളത്. റേസേഴ്സ് അങ്ങനെ ഒന്നുമല്ല. ദേ ഹാവ് ആക്ച്വലി മൈൻഡ് സെറ്റും അവരെ ലൈഫ് സ്റ്റൈലും ഡിസിപ്ലിനും ഒക്കെ നെക്സ്റ്റ് ലെവലാണ്. പക്ഷെ ഈ ചില സിനിമകളിൽ ഇവർ ഈ കച്ചറ അവര് ആ ബോയ്സ് ആയിട്ട് ബാഡ് ബോയ്സ് ആയിട്ട് കാണിച്ചിട്ട് ഈ സാധനത്തിൻ്റെ പ്ലേസ്മെൻറ്റേ അങ്ങനെ അടിയിലേക്ക് കൊടുക്കുക. അതെല്ലാം സത്യത്തിലുള്ളത്. അതൊക്കെ പണ്ട് ആണ് മേ ബി ഉണ്ടായിട്ടുണ്ടാവാം. നമ്മൾ തുടക്കത്തിലും ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ട്. പക്ഷെ അതൊക്കെ മാറി ഇതിപ്പോൾ ഉള്ളത് വേറെ ഒരു ക്രീം ലെവലിലാണ് ഈ പ്ലേസ്മെൻ്റ്. റേസർ എന്ന് പറയുമ്പോൾ നല്ല നിലയും വിലയുള്ള സാഹചര്യത്തിൽ. പക്ഷെ ചില സിനിമകളിൽ അത് വീണ്ടും അത് നമ്മളെ വല്ലാതെ പ്ലേസ്മെൻറ്റ് താഴ്ത്തിയിട്ട് കാണിക്കും. ഈ സാഹചര്യത്തിലാണ് അഞ്ജലി മേനോന് ദുൽഖറിനെ വെച്ചിട്ട് ഈ സിനിമ കൊണ്ടുവരുമ്പോൾ ദുൽഖറിനെ പോലത്തെ ഒരാൾ ഈ ഒരു സിനിമയിൽ നല്ലൊരു കഥാപാത്രം ചെയ്യണം. അത് റേസർ ആണെന്ന് പറയുമ്പോൾ റേസർ എന്നുള്ളത് ഇതാണെന്നുള്ളൊരു പ്ലേസ്മെന്റ് ആണ് വന്നത്. അവൻ ഈ പറയുന്ന കച്ചറല്ല, അവന്റെ മൈൻഡ് സെറ്റ്, അവന്റെ വേഗത, അവന്റെ ഡിസിപ്ലിൻ, അതെല്ലാം ഇതിൽ ആളുകൾക്ക് കുറച്ചും കൂടെ കണക്ട് ചെയ്യാൻ പറ്റി. സോ ദാറ്റ് ഗേവ്സ് അസ് ഓക്കെ നമ്മളൊക്കെ ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു സാധനം നമുക്ക് വന്നു. അപ്പോൾ ഇത് കുറേ ആളുകൾക്ക് ഇൻസ്പയർഡായി. ഇതൊന്നും ചെയ്യണം. അല്ലെങ്കിൽ ബാംഗ്ലൂർ ഡേയ്സിൽ ചാടിക്കുന്നുണ്ടല്ലോ അവസാനത്തെ ലാപ്പിൽ. ഇത് നമ്മളെ ഒട്ടുമിക്ക റേസിൽ നടക്കുന്ന ഇൻസിഡൻ്റ് ആണ്. ഏതെങ്കിലും ഒരാൾ ജയിക്കും, അതിൽ വീണിട്ടായിരിക്കും, പിന്നെ 2 വണ്ടി മേലെ കൂടെ കയറി പോയിട്ടുണ്ടാവും. ഇതൊക്കെ ഈ ജേണിയിലുള്ളതാണ്. ഓരോ റേസിൻ്റെ നമ്മൾ കോമ്പറ്റീഷന് പോയാലും ഓരോ അനുഭവങ്ങളാണ്. പക്ഷെ സിനിമയിൽ അത് വന്ന ക്ലൈമാക്സിൽ വന്നപ്പോൾ ഭയങ്കര ഒരു ഫീലിംഗ് ആയി എല്ലാവർക്കും. അത് നമ്മൾ ശരിക്കും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി. അപ്പോൾ നമ്മൾക്ക് ഈ സാധനങ്ങൾ
ആളുകൾ വാങ്ങിക്കാനും അങ്ങനെയുള്ള ബ്രാൻഡുകൾ വാങ്ങിക്കാനൊക്കെ ലോക്കൽ റേസേഴ്സ് പോലും നല്ലത് ഇടണം എന്നുള്ള ഒരവസ്ഥയിലേക്ക് അവർക്കും കൂടെ ഒരു ഫീല് വന്നു. ഷൂട്ട് ഓടിക്കുന്നവൻ ബൂട്ടിട്ട് ഓടിക്കാൻ തുടങ്ങി. ഇതൊക്കെ ബിസിനസ്സിന് ശരിക്കും ഇമ്പാക്റ്റ് ഉണ്ടാക്കി. അറ്റ് ദ സെയിം ടൈം ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു കാര്യത്തിൽ വളരെ ഡെഡിക്കേറ്റഡും സിൻസിയറും ഹാർഡ് വർക്കിങ്ങും ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി പല വഴികൾ തുറക്കുന്നു പറഞ്ഞ പോലെ റോയൽ എൻഫീൽഡ് സെയിം ടൈമിൽ ക്ലിക്കായി. അതൊരു മൂവി ഈസ് വൺ തിങ്. അത് മാത്രമല്ല റോയൽ എൻഫീൽഡ് ജേണി ഇപ്പം നിങ്ങൾ നോക്കി നിങ്ങൾ എത്ര പേരിൽ നിങ്ങൾ ഇവിടെ തന്നെ റൈഡ് പോകണവരുണ്ടാവും. ഉണ്ട് എല്ലാ ഓഫീസുകളിലും എവിടെ ഏത് ഇൻഡസ്ട്രി നോക്കിക്കഴിഞ്ഞാലും ഏത് ഗ്രൗണ്ട് ലെവലിൽ പണിയെടുക്കുന്നവരും ഏത് ഹൈ പോർട്ട്ഫോളിയോയിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ ബൈക്കറായി മാറി. അത് അവനവൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള ബൈക്ക്. ഇപ്പോൾ സ്വിഗ്ഗിയിൽ ഡെലിവറി കൊടുക്കുന്നവർ പോലും റൈഡ് പോകുന്നുണ്ട്. അവർക്ക് പറ്റുന്ന തരത്തിലുള്ള ബൈക്കിലാണ് പോണത്. അവർക്ക് വേണ്ട ആക്സസറീസ് വാങ്ങിക്കുന്നുണ്ട്. ഇപ്പം ഈ ഒരു ടെക്കിൽ ഹൈ സാലറി വാങ്ങിക്കുന്നവരും ജോലിക്ക് പോകുന്നുണ്ട്. CEO ലെവലിലുള്ള ഡയറക്ടേഴ്സ് ലെവലിലുള്ള കോടികൾ ആസറ്റുള്ള ആളുകളും ടേൺ ഓവറുള്ള ആളുകളൊക്കെ റൈഡ് പോകുന്നുണ്ട്. അവർക്ക് അവരനുസരിച്ച് ബൈക്ക്, അവർ നല്ല ബൈക്കാണ്. ഒരു BMW 1250 ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാവും. അപ്പോൾ അതിൽ കുറേ ഇതുപോലത്തെ ഓണ്ടർപ്രണേഴ്സിൻ്റെ ഒരു കമ്മ്യൂണിറ്റി നെറ്റ്വർക്ക് ബിൽഡ് ആവാണ്. അവർക്ക് മറ്റുള്ളവർക്ക് റൈഡിങ് ക്ലബ്ബുകളുണ്ട്, റോയൽ എൻഫീൽഡ് ആയിരിക്കും. അപ്പോൾ അവർക്ക് നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാണ്. ഈ ഒരു എക്കോസിസ്റ്റം അങ്ങനെ ഓരോരോ ലെവൽ ഓഫ് ആളുകളിലൂടെ ഉള്ള കമ്മ്യൂണിറ്റി നെക്സ്റ്റ് ലെവലിൽ ഗ്രോ ആയി. അതൊക്കെ തന്നെ നമ്മൾ ബിസിനസ്സിന് ഹെൽപ്ഫുൾ ആവണം. നമ്മളിതിങ്ങനെ പൈസ ഉണ്ടാക്കാമെന്ന് മാത്രമല്ല, എന്താണ് ആർക്ക് വേണ്ടതെന്ന് അറിയാം. ആ ആളുകൾക്ക് വേണ്ട സാധനങ്ങൾ പ്രശ്നം സോൾവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി. വെറുതെ ഒരു ബിസിനസ് എന്നുള്ളത് പ്രോബ്ലം സോൾവിങ് ആണ്. ഒരു ബൈക്ക് നിങ്ങൾ വാങ്ങി, ആ ബൈക്കിന് നിങ്ങൾക്ക് വേണ്ട റൈഡിങ് സ്റ്റൈലായിരിക്കില്ല എനിക്ക് വേണ്ടത്, നിങ്ങൾക്ക് വേണ്ടത്. നിങ്ങളുടെ സ്റ്റൈൽ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് പറയണം. യു കീപ് ദിസ് ഹാൻഡിൽ. നല്ല റോഡിൽ ഓഫ് റോഡ് പോകുകയാണെങ്കിൽ റൈഡിങ് പൊസിഷന് കുറച്ച് സ്ട്രെയിറ്റ് ചിന്ന അപ്പായിട്ട് ഇരിക്കുമ്പോൾ ഇത് നല്ലതാ, മറ്റേത് ഇങ്ങനെ ഇരുന്ന് പോകണ്ട. അപ്പോൾ നിങ്ങൾ വലിയൊരു പ്രശ്നം നമ്മളിവിടെ സോൾവ് ചെയ്യാനായിരിക്കണം. അത് സോൾവ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബിസിനസ് ഗ്രോ ആവും. അതിൻ്റെ പിന്നാലെ പോകുന്നു വേണ്ട. അപ്പോൾ നമുക്കറിയാം ഓക്കെ അങ്ങനെയാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞ ചോദ്യത്തിലേക്ക് ഞാൻ വരുന്നത്. ഒരു ബിസിനസ്സിൽ നിന്ന് നമ്മളിങ്ങനെ ഇത് ആഡ് ഓൺ ആയി പോകുന്ന നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനങ്ങൾ ഇപ്പോൾ ചൈന മാർക്കറ്റിലാണെങ്കിലോ ഇപ്പോൾ മാനുഫാക്ചർ ചെയ്യുന്ന ആളുകൾക്ക് ആ ആശയങ്ങളും ഐഡിയാസും ഒന്നും പറഞ്ഞിട്ട് ഡെവലപ്പ് ചെയ്ത് തരാൻ പറ്റാത്ത സാഹചര്യത്തിപ്പോഴാണ് ഇത് നമുക്ക് ചെയ്തുവിടാന്നുള്ളത് തോന്നൽ വന്നത്. അപ്പോഴാണ് നമ്മൾ, പക്ഷേ നമുക്ക് അതിനുള്ള ബാക്ക്ഗ്രൗണ്ടും ഇല്ല, അത് ഇൻഡസ്ട്രി ഇല്ല, ഫാക്ടറി എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി. ഇതൊന്നും ഇല്ലാതെ ബിസിനസ് ഇനി മുന്നോട്ട് പോകാത്ത സാഹചര്യത്തിലേക്ക്, കാരണം നമ്മൾ പലരെയും ഡിപ്പെൻഡൻറ്റ് ആവുകയാണ്. ഫൈനലി നമ്മളൊരു പ്രോഡക്റ്റ് മറ്റുള്ള ഫാക്ടറിയിൽ നിന്ന് ഉണ്ടാക്കിയാലും വിത്തിൻ എ കപ്പിൾ ഓഫ് വീക്സ് അതിൻ്റെ കോപ്പി അല്ലെങ്കിൽ അതിൻ്റെ ഡയഗ്രാം അവർ ഔട്ട് ചെയ്യാണ്. എത്ര അഗ്രിമെൻ്റ് ഉണ്ടെങ്കിലും ഇതൊന്നും നമുക്ക് ഇന്ത്യയിൽ അങ്ങനെ പിടിച്ചു നിർത്താനൊന്നും പറ്റില്ല. നമ്മൾ എത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ ഒരു സാധനം കാണുമ്പോൾ പറയും ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്ന്. ഈ സാധനമാണ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ആളുകൾ കോപ്പി ചെയ്തിട്ടുണ്ടാക്കണം. അപ്പം ഒരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാതെ ഫാക്ടറി തുടങ്ങാനും നമുക്ക് പറ്റില്ല. അപ്പോൾ വി ഫിഗർ ഔട്ട് നമ്മൾ കുറച്ച് വർഷങ്ങളെടുത്ത് അതിലേക്ക് വേണ്ടിയിട്ടുള്ളൊരു ഫണ്ട് ഇങ്ങനെ മാറ്റി വലിയ അനക്കൊന്നും ഉണ്ടാക്കാതെ സൈഡിലൂടെ നമ്മൾ ഓൺ ചെയ്യുന്ന ഒരു സാധനം വേണമെന്നുള്ള തീരുമാനത്തിൽ അങ്ങനെ വി മേഡ് ഇറ്റ്. ഒരു 3 years ബാക്ക് നമ്മളൊരു കമ്പനി മെറ്റൽ വേഴ്സ് എന്ന് പറഞ്ഞിട്ട് കോയമ്പത്തൂർ തുടങ്ങി. വണ്ടർഫുൾ സീനിലാണ് ഇപ്പോൾ കറൻ്റ്ലി പോണത്. വി ഓൺ അവർ ഓൺ ബ്രാൻഡ്സ് വിച്ച് ഇസ് കോൾഡ് ലെഗൻഡറി കസ്റ്റം ബിൽഡ് ആൻഡ് JB റേസിംഗ്. JB റേസിംഗ് ഇസ് ആക്ച്വലി നമ്മളൊരു എൻട്രി ലെവലിൽ ബൈക്ക് വാങ്ങിക്കുന്ന അല്ലെങ്കിൽ ആക്സസറീസ് വാങ്ങിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, ചീപ്പ് സസ്ത എന്ന് പറയും ചിലർ, അവർക്കത് മതി, ക്വാളിറ്റി ഒന്നും ഡസൻ മാറ്റർ. അവർക്ക് നമ്മൾ ക്വാളിറ്റി പ്രൊഡക്റ്റ് വിച്ച് ഇസ് ഫോർ ഒരു സ്റ്റാർട്ടിംഗ് പ്രൈസ് റേഞ്ചിൽ കൊടുക്കാനാണ് JB റേസ്. ചിലർ ഇപ്പോൾ കേരളത്തിൽ പ്രത്യേകിച്ച് നല്ല പൈസ കൊടുത്ത് ബ്രാൻഡ് വാങ്ങിക്കുന്ന ആളുകൾ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അത് ഇവിടെ അങ്ങനത്തെ ഒരു പ്രൈസ് കൺസേൺ ഇല്ലാത്തൊരു മാർക്കറ്റാണ്. ദി സ്പെൻഡ് എ ലോട്ട് ഓഫ് മണി, നല്ല സാധനം വേണം, അവർക്കുള്ളതാണ് ലെഗൻഡറി കസ്റ്റമർ. ഇതാണ് നമ്മൾ ബ്രാൻഡ്സ് എന്ന് പറയുന്നത്. പിന്നെ ബാൻഡഡോസ് ഇസ് ദ മെയിൻ ബ്രാൻഡ്. അതാണ് നമ്മൾ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരു ബ്രാൻഡ് എന്ന് പറയുന്നത്. റീറ്റെയിൽ സ്റ്റോർ ഉണ്ട് ബാൻഡഡോസിന്. ബാൻഡഡോസ് ആണ് നമ്മൾ ആദ്യം തുടങ്ങിയ ഒരു വെഞ്ചർ. അതിൽ നിന്നാണ് മറ്റുള്ളതൊക്കെ ഇപ്പോൾ ഈ പറയുന്ന ഫാക്ടറിയൊക്കെ ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷം പിന്നെ ബാൻഡഡോസിൻ്റെ ഇ-കോമേഴ്സ് ഓൺലൈൻ വെബ്സൈറ്റ് തുടങ്ങി. അത് ഭയങ്കര സക്സസ്ഫുള്ളായി. സക്സസ്ഫുൾ ആകുന്ന പറഞ്ഞാൽ ഒരുപാട് ഫെയിലർ ഉണ്ടായി, പക്ഷെ അതൊന്നും ജനങ്ങൾ അറിയില്ല. അതായത് നമുക്ക് ഇ-കോമേഴ്സിനെ കുറിച്ചൊന്നും അറിയില്ല, നമുക്ക് ഇ-കോമേഴ്സിൻ്റെ സാധ്യതകളെ അറിയുള്ളൂ. അപ്പോൾ നമ്മൾ പലരായിട്ട് ടൈപ്പായിട്ട് വെബ്സൈറ്റുകൾ ഉണ്ടാക്കി. നമ്മൾ വി ഫോക്കസ്ഡ് ഓൺ ഫേസ്ബുക്ക്. ആദ്യം ഫേസ്ബുക്ക് ആയിരുന്നല്ലോ, പിന്നീട് ഇൻസ്റ്റാഗ്രാം. ഫേസ്ബുക്കിൽ നമ്മൾ കുറച്ച് ഒരു ഹീറോസ് ആയിരുന്നു, അതായത് കോണ്ടന്റ് ഉണ്ടാക്കണതിൽ ഈ ഓട്ടോമൊബൈൽ റിലേറ്റഡ്. അപ്പോൾ നമുക്ക് ഫേസ്ബുക്കിൽ നമ്മളൊരു സെയിൽ ഫസ്റ്റ് ഓൺലൈനിൽ കൊണ്ടുവന്ന സമയത്ത് സൈറ്റ് ക്രാഷായി, വലിയ വലിയ പ്രശ്നങ്ങളുണ്ടായി. പിന്നെ നമ്മൾ വീണ്ടും പലരെയും സമീപിച്ച് പുതിയ സൈറ്റ് ഉണ്ടാക്കി, അവിടെയും പ്രശ്നങ്ങൾ. അങ്ങനെ ലാസ്റ്റ് നമ്മൾ ഷോപ്പിഫൈയിൽ സെറ്റിലായി കുറച്ച് വർഷങ്ങളായിട്ട്. ഇതാവുമ്പോൾ ആരെ
ഹെൽപ്പ് നമുക്ക് വേണ്ട. ഞാൻ അന്ന് പറഞ്ഞില്ല, എൻ്റെ വൈഫ് MCA പഠിക്കാൻ പോയിരുന്നു. അവൾ പഠിച്ചു കഴിയുമ്പോഴേക്ക് വെബ്സൈറ്റ് നമ്മൾ ആയിക്കഴിഞ്ഞ്. ഇപ്പോൾ അതിന് മോസ്റ്റ് ഓഫ് ദ ഇ-കൊമേഴ്സ് സംഭവം വൈഫാണ് ഹാൻഡിൽ ചെയ്യണത്. വി ഹാവ് എ ബിഗ് ടീം. പക്ഷേ അതിലൊരു ഏർലി സ്റ്റേജ് മുതലുള്ള ഒരാൾ, കാരണം എനിക്ക് ഈ ലാംഗ്വേജ് ഒന്നും അറിയില്ല ഈ ടെക്കിൻ്റെ. അപ്പോൾ ഞാനാണിത് ഇ-കൊമേഴ്സ് കൈകാര്യം ചെയ്തിരുന്നത്. അപ്പോൾ എനിക്ക് ആരെങ്കിലും എന്തെങ്കിലും ഇപ്പോൾ ഇവരെ ഇട്ട് സംസാരിക്കുന്ന സമയത്ത് ഇവരെ ടെക്നിക്കലി കുറേ വാക്കുകൾ പറഞ്ഞിട്ട് ഒന്നും നമുക്ക് മനസ്സിലായിക്കൊള്ളുന്നില്ല. ഭയങ്കര പ്രോജക്റ്റും സാധനങ്ങളൊക്കെ എനിക്ക് തരും. അത് കാര്യത്തിലേക്ക് വരുമ്പോൾ ഡെലിവറബിൾസിൻ്റെ സംഭവം പറഞ്ഞ ടൈമും ഉണ്ടാവില്ല. നമുക്കിവിടെ നമ്പേഴ്സാണ് വേണ്ടത്, എത്ര സെയിൽ, ഇതാണല്ലോ നമുക്ക് അറിയേണ്ടുള്ളൂ. ഇതൊന്ന് ചോദിക്കുമ്പോൾ പിന്നെ 100 അടുത്ത ഡെഫിനിഷനായിട്ടാണ് വരും. ഇത് നമുക്ക് ലാംഗ്വേജ് അറിയില്ല, ഭയങ്കര ഡിഫിക്കൽട്ട്. അപ്പോൾ ഈ ഷോപ്പിഫൈ അതുകൊണ്ട് പ്രോപ്പറായിട്ട് ഏതൊരാൾക്കും നോക്കിയാലും മനസ്സിലാവുന്ന തരത്തിലുള്ള ഡാറ്റ അതിൽ നന്നായിട്ട് നമ്മൾ പെർഫോം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇന്ത്യയിലെ ഒരു നമ്പർ 1 സ്റ്റോറാണ് ഇ-കൊമേഴ്സിൽ നമ്മളുള്ളത്. പിന്നീട് നമ്മൾ ബിസിനസ് ഇങ്ങനെ നന്നായിട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ബൈക്കേഴ്സിൻ്റെ എണ്ണം കൂടി. അപ്പോൾ നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ ഇതൊന്ന് പറഞ്ഞു കൊടുക്കാൻ, എവിടുന്നാണ് ഷോപ്പ് ചെയ്യുന്നത്, നമ്മൾ എവിടുന്നാണ് പർച്ചേസ് ചെയ്യുന്നത്, അവർക്ക് താല്പര്യമുണ്ട്. ഇപ്പം എന്നെ പോലെ ഈ ഒരു യങ് ജനറേഷനിൽ വന്ന കുറേ ആൾക്കാർക്ക് ഇതേ ആഗ്രഹം ഉണ്ട് കേട്ടോ, ബിസിനസ് ഇതുമായിട്ട് തന്നെ തുടങ്ങണം. കാരണം ഇതേ ഇൻഡസ്ട്രിയിലാണ് നിൽക്കാമല്ലോ. അങ്ങനെ ഇഷ്ടംപോലെ ഓണ്ടർപ്രണേഴ്സ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് നമ്മൾ എന്ത് ചെയ്യുക, ആദ്യമൊക്കെ നമ്മൾ അവർക്ക് സ്ഥലങ്ങൾ പറഞ്ഞു കൊടുക്കുക, അവർ പർച്ചേസ് ചെയ്യുക, അവർ ഇതേമാതിരി പറ്റിക്കപ്പെടും. ഇതിൻ്റെ ജേണിയിൽ പറ്റിക്കപ്പെടൽ ഷുവറാണ്. അതായത് ഇതിൻ്റെയൊക്കെ ഒരു ട്രെൻഡിങ് പ്രോഡക്ട്സ് റേഞ്ചുകളാണല്ലോ, അതാണ് ഇതിൻ്റെ പ്രശ്നം. ഇപ്പം നമ്മൾ ട്രെൻഡിനനുസരിച്ചിട്ട് വാങ്ങാറ് ഈ കേരളം അങ്ങോട്ട് വിട്ട്, ഇപ്പോൾ ബാംഗ്ലൂർ മാർക്കറ്റ് ആണെങ്കിലും ഡൽഹി മുംബൈ ഒക്കെ എന്ന് പറയുമ്പോൾ നമ്മളൊരു 100 സാധനം വാങ്ങിക്കുമ്പോൾ അതിൽ ഒരു 30 ഡെഡ് സ്റ്റോക്കാണ് വരിക. അതിൻ്റെ നമുക്ക് പ്രൈസ് പ്രോപ്പറായിട്ട് അറിഞ്ഞിട്ടില്ലെങ്കിൽ അവർ ഭയങ്കരമായിട്ട് പറ്റിക്കാന്ന് പറഞ്ഞാൽ പറ്റിക്കൽ വരെ ഒരു ബ്ലഡിലുള്ള സാധനമാണ്. അത് ഇവർ ഫസ്റ്റായിട്ട് വരുന്ന ഒരാളും കൂടി ആണെങ്കിൽ പിന്നെ പറയണ്ട. അപ്പോൾ ഈ ഒരു ജേണിയിൽ എനിക്ക് എല്ലാവരും ഉണ്ടാവുക, ഇവരൊക്കെ നമ്മുടെ അടുത്താ പിന്നെ വരിക. ഇവിടെ പൈസ പോയി, അവിടെ പൈസ, എനിക്കറിയാം എവിടെയൊക്കെ പൈസ പോകും, അതൊക്കെ പോയിട്ട് ഇത് ജീവിതം എങ്ങോട്ടാന്ന് ഇനി അറിയാതെ നിൽക്കുന്ന സാഹചര്യം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് പിന്നെ നമ്മൾ എന്ത് ചെയ്തു, നമുക്ക് കൊടുക്കാലോ ഇവർക്ക്. ഇവിടെ കോഴിക്കോട് എന്തൊക്കെ സാധനങ്ങൾ പോകുന്നു, തൃശ്ശൂർ എന്ത് പോകുന്നു എനിക്കറിയാം, കൊച്ചിയിൽ എന്ത് പോകുന്നു അറിയാം, തിരുവനന്തപുരത്ത്. അപ്പോൾ ആ ആൾക്കാർ വരുമ്പോൾ അവരോട് ഇങ്ങനെ പറയാണ്, നിങ്ങൾ ഇത് വെച്ചാൽ മതി, അവിടെ പോവാ. ഡാറ്റാബേസ് ഉണ്ട് നമ്മളടുത്ത്, എന്താണ് എവിടെയാണ് കേരളത്തിൽ പോകുന്നത്, ഇന്ത്യയുടെ ഏത് ഭാഗത്ത് എന്ത് പോകണം. അപ്പോൾ നമ്മൾ കുറേ ആളുകൾക്ക് ബിസിനസ് മോഡൽ പറഞ്ഞു കൊടുത്ത് അങ്ങനെ ഇപ്പോൾ ഏകദേശം നമുക്ക് 1200+ ഡീലേഴ്സ് അക്രോസ് ഇന്ത്യ ഇപ്പോൾ നിലവിലുണ്ട്. അപ്പോൾ ഹോൾസെയിൽ, ആ ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂഷനിലാണ് നമ്മളെ കമ്പനീൻ്റെ പേര് നമ്മൾ ഓട്ടോണിറ്റി എന്നുള്ള പേര്, അതാണ് ഓട്ടോണിറ്റി. അപ്പോൾ ഓട്ടോണിറ്റി നൗ ആക്ച്വലി ഇൻ ബാംഗ്ലൂരിലാണ് ഇപ്പോൾ മെയിൻ നമ്മളെ വെയർ ഹൗസും വരുന്നത്. ബാംഗ്ലൂരിൽ തന്നെ നമ്മളൊരു ചെറിയൊരു സ്റ്റോർ എന്നുള്ള രൂപത്തിൽ ഈ ഓട്ടോണിറ്റി ഒരു വലിയ ബിഗ് ഫ്ലോറാണ് മൊത്തത്തിൽ നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ താഴെ ഗ്രൗണ്ട് ഫ്ലോർ ഒരു മാർക്കറ്റിൻ്റെ ഉള്ളിലാണ്. ഗ്രൗണ്ട് ഫ്ലോർ നമ്മളങ്ങനെ ഹോൾസെയിൽ മാത്രമാക്കി ആക്കണ്ട. കാരണം കുറേ ആൾക്കാർ ഇതൊരു മാർക്കറ്റ് പ്ലേസ് ആയതുകൊണ്ട്, ഓട്ടോമൊബൈൽ മാർക്കറ്റ് ആയതുകൊണ്ട് റീറ്റെയിലും വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ അവിടെ റീറ്റെയിൽ ആക്കുക, ചെറിയ സെഷൻ റീറ്റെയിൽ കിടന്നുകൊണ്ട് ചെറിയ രൂപത്തിലൊരു സാധനം തുടങ്ങിയതാണ്. പക്ഷേ അതിന് ബാൻഡോസ് എന്നുള്ള പേരിടണ്ട, ബിക്കോസ് ബാല ഫുള്ള് ഓട്ടോണിറ്റിയാണ്, ഓട്ടോണിറ്റി ആണല്ലോ ഹോൾസെയിൽ സപ്ലൈ ആണ്. അപ്പോൾ ഓട്ടോണിറ്റി എന്നുള്ള പേരിൽ നമ്മളവിടെ റീറ്റെയിൽ ഒന്ന് വെറുതെ ചെറിയ നമ്മളാണ് ഐഡൻറ്റിറ്റി എന്നൊന്നും പറയേണ്ടെന്ന് കരുതിയാണ്. പക്ഷെ ഓട്ടോണിറ്റി കയറി അവിടെ കത്തി. ഓട്ടോണിറ്റി ഇപ്പോൾ ഒരുപക്ഷെ ബാൻഡോസിൻ്റെ അടുത്ത് തന്നെ ഇപ്പോൾ എത്തി നിൽക്കുകയാണ്. ഓട്ടോണിറ്റി ഇതുവരെ ബ്രാൻഡ് ചെയ്തിട്ടുണ്ടായില്ല. പക്ഷെ ഓട്ടോണിറ്റി ഈ ഒരു കഴിഞ്ഞൊരു 1.5 വർഷം കൊണ്ട് ഓട്ടോണിറ്റി ഭയങ്കരമായിട്ടൊരു റീച്ച് ബാംഗ്ലൂരിലും കേരളത്തിലൊക്കെ ഭയങ്കര റീച്ച് ഓട്ടോണിറ്റിക്ക് ഉണ്ടായി. അപ്പോൾ ഓട്ടോണിറ്റി ഇപ്പോൾ ഉണ്ട്, മെറ്റൽ വേഴ്സ് ഉണ്ട്. മെറ്റൽ വേഴ്സിന് അണ്ടറിൽ 2 ബ്രാൻഡ് ഉണ്ട്, വിച്ച് ഇസ് JB റേസിംഗ് ആൻഡ് ലെഗൻഡറി കസ്റ്റം ബിൽഡ്, പിന്നെ നമ്മളെ ബാൻഡോസ്. ഇതൊക്കെയാണ് നമ്മളെ ബിസിനസ്സിൻ്റെ. സോ ഇത്രയും വേർട്ടിക്കൽസ് ഉള്ളതുകൊണ്ട് തന്നെ അത്രയും എംപ്ലോയീസും ഉണ്ട്. ഇപ്പം 300+ എംപ്ലോയീസ് ഉണ്ട് കൂടെ. ഇപ്പം മെറ്റൽ വേഴ്സിൻ്റെ ഒക്കെ കേസ് ആണെങ്കിൽ നല്ല എഞ്ചിനീയേഴ്സൊക്കെ എന്തായാലും റിക്വയർഡ് ആണ്. എങ്ങനെയാണ് ഈ ടാലൻസിനെയൊക്കെ സോഴ്സ് ചെയ്യുന്നത്? ഇപ്പോൾ ടാലൻസിനെ സോഴ്സ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് സത്യത്തിൽ വെറുതെ ഒരു എഞ്ചിനീയറെ ഇതിലെടുത്തിട്ടുണ്ടെങ്കിൽ ആ ആൾക്ക് ഇതിൽ പണിയെടുക്കലൊക്കെ ടൈം, അതായത് ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ ഇതൊരു വല്ലാതെ ബോറടിച്ചേക്കാം. ഓക്കെ. കാരണം എന്ന് പറഞ്ഞാൽ ബൈക്കുകൾ ഇറങ്ങണത് ചിലപ്പോൾ ഒരേ സീസൺ ടൈമിൽ തന്നെ ഒരു 3-4 ബ്രാൻഡ് ബൈക്കുകൾ വന്നേക്കാം. ഈ 3-4 ബ്രാൻഡുകൾ വരുന്ന സമയത്ത് ഇത് 3-4 ബ്രാൻഡിനും ഫസ്റ്റ് തന്നെ നമുക്ക് ഇറക്കണം എന്നുള്ളതാണ് നമ്മളെ ആശയം. അപ്പോൾ ഇത് ആ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ നമ്മളെടുത്ത് അതിൻ്റെ
വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിനോട് ഭയങ്കര ഏത് ബൈക്കാണ് ഇറങ്ങണം എന്നുള്ളതിനെ കുറിച്ച് പഠിക്കാൻ ആഗ്രഹമുള്ളവനും ആ ബൈക്കിനോടുള്ള ഒരു ക്യൂരിയോസിറ്റി, ആ സാധനം വണ്ടി ഇറങ്ങി അതിനിത് ചെയ്യാലോ എന്ന് അങ്ങനെ ആവേശം കാണിക്കുന്ന ആളുകളൊക്കെ വേണ്ടത്. അങ്ങനെയുള്ള ആളുകളെ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടാണ് ടീമിൽ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് ഓൺലി ഒരു വൈറ്റ് കോളർ ജോബ് ചെയ്യാന്നുള്ളതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു ഫ്രീഡം. നിങ്ങളുടെ കയ്യിൽ ആർട്ടുണ്ടോ, നിങ്ങളുടെ കയ്യിൽ കഴിവുണ്ടോ, യു ഹാവ് എൻ ഓപ്പർച്യൂണിറ്റി. അതാണല്ലോ നമുക്ക് ആദ്യമൊന്നും ഇല്ലായിരുന്നു. നമ്മളിത് എവിടെ കൊണ്ട് കാണിക്കുക എന്നുള്ളതിനായി നമ്മൾ പ്രശ്നം. എന്നിട്ടാണല്ലോ നമ്മൾ ഈ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയെടുത്തത്. ഇങ്ങനെയുള്ള ആളുകൾ നമ്മുടെ അടുത്ത് എത്തിപ്പെടും. ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ അങ്ങനെ ഇൻ്റർവ്യൂ ചെയ്തിട്ട് അവർക്ക് കൊടുക്കും. അങ്ങനെ വി ഹാവ് എ വെരി സ്ട്രോങ് ടീം. നല്ല അടിപൊളി ടീം ഓരോന്നിലും ഉണ്ട്. നമ്മളാരും അവിടെ ഫാക്ടറിയിൽ പോയിട്ട് ഇരിക്കണമൊന്നുമില്ല. പാഷനേറ്റ് ആയിട്ടുള്ള ഇപ്പോൾ ഫാക്ടറിയിൽ നോക്കുകയാണെങ്കിൽ ശരത്ത് നമ്മൾ CEO ഉണ്ട്, CEO കംപ്ലീറ്റ് ടേക്ക് കെയർ ചെയ്യും. അവിടെ R&D കംപ്ലീറ്റ് ഹാൻഡിൽ ചെയ്യണത് ആശിഷ് എന്ന് പറയുന്ന നമ്മളൊരു സുഹൃത്തിനെ പോലെ, എല്ലാവരും സുഹൃത്തുക്കൾ തന്നെയാണ്. ആള് പാഷനേറ്റ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ ടീമായിട്ട് ഉണ്ടാകുമ്പോഴേ ഉള്ളൂ ടൈം നോക്കാതെ മറ്റുള്ള ചുറ്റുപാടുകളൊന്നും നോക്കാതെ ഈ ഓരോന്നും നമുക്ക് ഓൺ ടൈമിൽ. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ആ ലൈം ലൈറ്റിൽ ഇങ്ങനെ ഈ ബ്രാൻഡിന് നിൽക്കാൻ പറ്റുന്നത്. ഇതൊക്കെ ഒരു 2 ആഴ്ച വൈകിട്ടാണ് ഒരു പ്രോഡക്റ്റ് റിലീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ 2 ആഴ്ചക്കുള്ളിൽ ഇന്ത്യയിൽ വേറെ ഏതെങ്കിലും മാർക്കറ്റിൽ ഇത് ലോഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളെ ആ ഒരു സാധനം നഷ്ടപ്പെടുമെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അതേ ഒരു സ്പിരിറ്റ് എല്ലാവർക്കും ഉണ്ട്. നമ്മൾ വണ്ടി ഇറങ്ങിക്കഴിഞ്ഞ ഉടനെ ഫസ്റ്റ് ബൈക്ക് നമ്മൾ വാങ്ങിക്കും. അവിടെ തുടങ്ങി നമ്മളെ പണി. അപ്പം തന്നെ R&Dക്ക് കൊടുത്ത് R&D പ്രോഡക്ട്സുകൾ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. അത് ഉണ്ടാക്കുന്നു. അപ്പം തന്നെ റൈഡിങ് സ്റ്റാർട്ട് ചെയ്ത് ഫീഡ്ബാക്ക് എടുക്കുന്നത്, ഇന്ന പ്രശ്നങ്ങളുണ്ട്, അടുത്തത് മാറ്റണമെങ്കിൽ മാറ്റി. അപ്പം ഇത് ഈ ഒരു പ്രോസസ്സിൽ എല്ലാവരും ഉണ്ട്. അത് ഓരോ റെസ്പോൺസിബിലിറ്റി ഓരോരുത്തരും എടുക്കും. അത് ആ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുത്താലേ നടക്കൂ. അങ്ങനത്തെ ഒരു ടീം ഉള്ളത് കൊണ്ടാണ് ഇതൊക്കെ വളരെ ഭംഗിയായിട്ട് പോകണം. മുഷിബ്രോ നേരത്തെ പറയണ്ടായി, വൈഫിന്റെ ഗോൾഡ് ബ്ലഡ് ചെയ്തിട്ടാണ് ഇനീഷ്യൽ ടൈമിലൊക്കെ നമ്മൾ ബിസിനസ് റൺ ചെയ്തുകൊണ്ടിരുന്നത്. അതിന് മുന്നേ കാലിക്കറ്റ് തുടങ്ങിയ സമയത്ത് ജോലി കളഞ്ഞ് ഇവിടെ വന്നിട്ടാണ് ബിസിനസ് തുടങ്ങുന്നത്. ഈ സമയത്തൊക്കെ ശരിക്കും ഫാമിലീൻ്റെ ഒരു സപ്പോർട്ട് വലിയൊരു ഘടകമല്ലേ? അതെങ്ങനെയായിരുന്നു ആ സമയത്തൊക്കെ? ശരിക്കും റേസിങ്ങിലേക്ക് ഇറങ്ങുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ റേസ് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ബൈക്ക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഫഷനൊക്കെ തിരഞ്ഞെടുക്കാന്ന് പറഞ്ഞാൽ അന്ന് ശരിക്കും ആരും ഇല്ല നമുക്ക് മുന്നിലൊന്നും പറഞ്ഞ് സക്സസ് ആയിട്ട് ഇങ്ങനെ ആളുകൾ സക്സസ് ആയിട്ടുണ്ടെന്നൊക്കെ പറയാം. തീർച്ചയായിട്ടും ഫാമിലിയുടെ സപ്പോർട്ട് ഇനിയിപ്പോൾ അവനോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളൊരു അവസ്ഥയിൽ എത്തില്ല ചില സാധനങ്ങൾ. ഫാമിലിനെ ഞാൻ വേറെ ഉപദ്രവിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ഫാമിലീൻ്റെ അടുത്തുനിന്ന് ഒരു പൈസ നമ്മൾ ആവശ്യപ്പെടണം. ഇന്നിപ്പോൾ അങ്ങനെയാണല്ലോ സത്യത്തിൽ പുതിയ ജനറേഷൻ ഓഫ് കുട്ടികൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീട്ടുകാരുടെ അടുത്തുനിന്ന് പൈസ വാങ്ങുക, അവർ തന്നിട്ടില്ലെങ്കിൽ അവരെ ഉപദ്രവിക്കുക, അവരെ അല്ലേ കൊല്ലുന്ന വരെ കാലഘട്ടത്തിലാണ് സത്യത്തിലുള്ള. അപ്പോൾ ഇത് എനിക്കൊരു ബൈക്ക് അഡിക്ഷനാണ്. മറ്റുള്ളവർ പല അഡിക്ഷനിൽ പോയിട്ട് അത് ചെയ്യണം. അപ്പോൾ ഞാൻ എൻ്റെ പല ഈ പ്രൊഫഷണൽ സ്റ്റണ്ട് റൈഡിങ്ങിലൂടെ ഒക്കെ ഉണ്ടാക്കുന്നതിലൂടെ തന്നെയാണ് ഞാൻ ജീവിച്ചു പോകുന്നത്. അതുകൊണ്ട് എന്നെ കൊണ്ട് ഉപദ്രവമില്ല. പക്ഷെ എന്നെക്കൊണ്ട് ഇനി കുടുംബത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ചോദ്യത്തിന് അവർക്ക് ഉത്തരമില്ല. പക്ഷേ എന്തായി, ഇപ്പോൾ ജീവിച്ച് തുടങ്ങിയ സമയത്ത് ഇപ്പോൾ സത്യത്തിൽ പാരൻസിനും ഫാമിലിക്കൊക്കെ എൻ്റെ മകനാണ് ഈ പരിപാടി കേട്ടോ, എൻ്റെ മകൻ്റെതാണ് അതെന്ന് പറയണ അത് ബ്ലസ്ഡാണ്. അവരെ പ്രാർത്ഥനയും അവരൊക്കെ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഉറപ്പായിട്ടും. കാരണം അങ്ങനെ പല സിറ്റുവേഷനിൽ ഞാൻ ഹോസ്പിറ്റലിൽ എൻ്റെ ഈ ജേണിയിൽ ഞാൻ കിടന്നിട്ടുണ്ട്. ഞാൻ ഇനി തിരിച്ചു വരവ് ഉണ്ടാവുമോ എന്ന് പറയുന്ന സാഹചര്യങ്ങളിൽ വരെ പല ഇൻസിഡൻറ്റുകളും ഉണ്ടായിട്ടുണ്ട്. എന്നെക്കൊണ്ട് അത്രയും ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഫാമിലിയൊക്കെ. പക്ഷേ അതേ ഇതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ട് ഇന്ന് ഞാൻ അതുകൊണ്ട് പറഞ്ഞ ഐ എം ഡ്രീവിങ് മൈ ഒരു ഡ്രീം കം ട്രൂ മൂമെൻറ്റിലേക്കാണ് പോണത്. അല്ലെങ്കിൽ ആ ഒരു ഡ്രീമിലാണ് ഇപ്പോൾ ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനും. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ചുറ്റുപാടുള്ളവരും അവരും ആ ഒരു ഹാപ്പിനെസ് അവരുടെ മുഖത്തും കാണാനുണ്ട് മറ്റുള്ള ആളുകളിൽ നിന്ന് കിട്ടുമ്പോൾ. എവരിബഡി ഈസ് നൗ ഹാവിങ് എ ഡിഫറെൻറ്റ് ഫീൽ. മാഷാ അല്ലാഹ്, അത് ഇങ്ങനെ നിലനിന്ന് പോകാൻ ഉള്ള അല്ലേ, അങ്ങനെ ഉണ്ടാവട്ടെ. ഇപ്പം നേരത്തെ പറയണ്ടായല്ലോ, ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ബൈക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് എടുക്കുന്ന മുതലുള്ള R&D ബാക്കി എല്ലാ ജേണി. സോ ഇപ്പം എല്ലാ സെഗ്മെന്റിലും AI ആണ് ട്രെൻഡിങ്. അപ്പൊ നിങ്ങളെ ഈ മോഡിഫിക്കേഷൻ കാര്യങ്ങളിൽ AI യൂസ് ചെയ്യാറുണ്ടോ? ലൈക്ക് ഡിസൈനിങ്, ന്യൂ മെറ്റീരിയൽസ്? തീർച്ചയായിട്ടും ഡിസൈനിങ്ങിൽ AI വെച്ച് കഴിഞ്ഞാൽ പോലും ഇത് പ്രാക്ടിക്കലി നമ്മൾ ഓടിക്കുന്ന സമയത്താണ്. ഡിസൈനിങ് പാർട്ടിൽ AI നമ്മൾ ചെയ്ത് കഴിഞ്ഞാലും പ്രാക്ടിക്കലി ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്ത് ഓടിച്ച് കഴിയുമ്പോഴാണ് മൾട്ടി പർപ്പസ് ആയിട്ട് ഈ സാധനം എത്രമാത്രം വർക്കൗട്ട് ആവണം എന്നുള്ളത്. ഇപ്പം ഞാൻ ഒരു ബൈക്ക് തന്നെ നമ്മൾ ചിലപ്പോൾ സ്ട്രെയിറ്റ് ഹൈവേയിലൂടെ നമ്മൾ യാത്ര ചെയ്യും, ചിലപ്പോൾ നമ്മൾ ഗട്ടറുള്ള റോഡിലൂടെ ഇരിക്കും, ചിലപ്പോൾ നമ്മൾ ഓഫ് റോഡിലേക്ക് പോകാം. എല്ലാ ടെറൈൻസിലും പോകുമ്പോൾ മാത്രമേ അതിൻ്റെ പ്രോപ്പർ ഒരു ഔട്ട്പുട്ട് നമുക്ക് മനസ്സിലാവുള്ളൂ. ഇത് പ്രശ്നമാണ്, ഇത് നമ്മൾ ഓഫ് റോഡിൽ അല്ലെങ്കിൽ ഗട്ടറിൽ ചാടിയപ്പോൾ സാധനം തട്ടുന്നുണ്ട്, ആവുന്നുണ്ട്. അപ്പോൾ AI നമുക്ക് പല ഡിസൈനിങ് പാർട്ടിലും സജഷൻസൊക്കെ തരാൻ പറ്റുള്ളൂ. കേരളത്തിൻ്റെ റോഡും
പിന്നെ നമ്മൾ പോകുന്ന സ്ഥലങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ എനെ കൊണ്ട് മാത്രം പറ്റില്ല, നമ്മൾ പല വേറെ സോഫ്റ്റ്വെയർസും കൂടെ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെയാണ് പ്രോഡക്ട്സുകൾ ഡെവലപ്പ് ചെയ്യണത്. മോർ ഓവർ നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് ഹ്യൂമണിനെ തന്നെ. പ്രാക്ടിക്കലി ഇത് എത്രമാത്രം ഓരോ ആളുകൾക്കും, അത് ഒരാളെ മാത്രം ഫീഡ്ബാക്ക് അല്ല എടുക്കുക. ഞാൻ ഓടിക്കുന്ന പോലെയല്ല നിങ്ങൾ ഓടിക്കുക, നിങ്ങൾ ഓടിക്കുന്ന പോലെ വേറെ ഓടിക്കുക. അതങ്ങനെ ഒരു ടെസ്റ്റിംഗ് കൂടെ ഉണ്ട്. അതാണ് ഇതിൻ്റെ ഒരു സക്സസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അത് ഫെയിലർ ആവും. ബിക്കോസ് ഒരു പ്രോഡക്റ്റ് നിങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പ്രോഡക്റ്റ് ഇപ്പോൾ നിങ്ങളൊരു റൈഡ് പോകാമെന്ന് കരുതുക, ഒരു ലേ ലഡാക്ക്, അത് നിങ്ങളുടെ ഡ്രീം റൈഡായിരിക്കും അല്ലേ. നിങ്ങളെ ലൈഫിൽ മേ ബി 1, 2, 10 പ്രാവശ്യം പോകുള്ളൂ. നമ്മളിപ്പോൾ ബാക്കിയുള്ള മൂവിക്കൊക്കെ പോണ പോലെ അല്ലല്ലോ. ഇത് വർഷങ്ങളെ പ്ലാനിങ് ആയിരിക്കും. ഇതിലേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സാധനങ്ങൾ വാങ്ങിക്കാം. ഈ ജേണിയിൽ ഞാൻ അവിടെ നിന്ന് വാങ്ങിയ ഒരു സാധനം പൊട്ടി വീണ് നിങ്ങളെ റൈഡിന് തടസ്സപ്പെടുത്തുന്ന, നിങ്ങളെ ഗ്രൂപ്പായിട്ട് പോകുമ്പോൾ മറ്റുള്ളവർക്ക് തടസ്സപ്പെടുത്തുന്ന രൂപത്തിലേക്ക് ആവുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എങ്ങനെയാണ് വാൻഡഡോസിനെ ട്രസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ലെഗൻഡറി കസ്റ്റം ട്രസ്റ്റ് ചെയ്യുക, ഈ ഒരു ഗ്രൂപ്പിനെ ട്രസ്റ്റ് ചെയ്യുക. അപ്പോൾ റെസ്പോൺസിബിലിറ്റി ഭയങ്കര വലുതാണ്. എന്തുകൊണ്ടാണ് ഈ ലാംഗ്വേജ് മനസ്സിലാവണമെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ഈ ഇൻഡസ്ട്രിയിൽ വന്നതുകൊണ്ടാണ് ഇങ്ങനെ തിങ്ക് ചെയ്യണത്. അതാണ് മറ്റുള്ള ഇപ്പോൾ സ്റ്റേറ്റിൽ ബിസിനസ് ചെയ്യുന്ന പ്രാചീന കാലങ്ങൾ മുതൽ പാരമ്പര്യമായിട്ട് ബിസിനസ് ചെയ്യുന്നവർ നമ്മൾ തമ്മിലുള്ള വ്യത്യാസം. പ്രാക്ടിക്കലി ഈ സാധനം നിങ്ങളെ ഓടിക്കുന്നത് നമ്മൾ ഓടിക്കുന്നതായിട്ട് കൺസിഡർ ചെയ്ത് ആദ്യം ഒരു സാധനം തോട്ട് ലെവൽ അങ്ങനെ പോണത്. അപ്പോൾ അത് അങ്ങനെ തന്നെ കൊടുത്താലേ ആവുള്ളൂ. നമുക്ക് തന്നെ അറിയാലോ, നമ്മൾ ചില സാധനം വാങ്ങിയിട്ട് അത് വേണ്ട സമയത്ത് വർക്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് എത്ര ഭ്രാന്ത് പിടിക്കുന്ന പരിപാടി, ഫുള്ള് വാല്യൂ പോയില്ലേ. അതുകൊണ്ട് തന്നെയാണ് ഇത് ഈ പ്രാക്ടിക്കലി എത്രമാത്രം കിട്ടുന്ന ഫീഡ്ബാക്ക് അത് വെച്ചിട്ട് അവരൊന്ന് ഫൈനലൈസ് ചെയ്യുന്നു, ഫിനിഷ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു മോഡിഫിക്കേഷൻ ഇൻഡസ്ട്രി ആയതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള റിക്വസ്റ്റ് ക്ലയൻറ്റ് ഭാഗത്തുനിന്നുണ്ടാവും. ഇപ്പോൾ എൻ്റെ വണ്ടിക്ക് എനിക്ക് അങ്ങനെ വേണം, ഈ ഭാഗത്ത് ഇങ്ങനെ വേണം, അങ്ങനെ പലതരത്തിലുള്ള യുണീക്ക് ആയിട്ടുള്ള റിക്വസ്റ്റുകൾ ഉണ്ടാവും. ഇപ്പോൾ ഇതുവരെ ഈ ഒരു ഇൻഡസ്ട്രി വർക്ക് ചെയ്തതിൽ ഒരു അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു ക്ലയൻറ്റ് റിക്വസ്റ്റ് വന്നത് ഏതാണെന്ന് ചോദിച്ചാൽ എങ്ങനെ പറയാം? പിന്നെ ഈ സത്യത്തിൽ നമ്മൾ കസ്റ്റമൈസേഷന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നില്ല. കസ്റ്റമൈസേഷൻ എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു കടൽ പോലെയാണ്. ഇത് തീരാനൊന്നും പോകുന്നില്ല. അത്ര സാധ്യതകളാണ്. പിന്നെ പ്രാക്ടിക്കലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് കസ്റ്റം ചെയ്യാൻ ഇഷ്ടമാണ്. ഈ നാട്ടിലെ നിയമങ്ങളൊന്നും അത് അനുവദിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ചെയ്യണം നമ്മളെ ഇഷ്ടത്തിന് നമ്മൾ കസ്റ്റം ചെയ്യും. നമ്മൾ കസ്റ്റം ചെയ്തിട്ട് നമ്മളെ ഓട്ടോ ഷോ, നമ്മളെ ഡിസ്പ്ലേ, നമ്മളിപ്പോൾ റോയൽ എൻഫീൽഡ് റൈഡർ മാനുവൽ മോട്ടോവേഴ്സ് പോലത്തെ അതിലേക്ക് നമ്മൾ റോയൽ എൻഫീൽഡ് ഫുൾ കസ്റ്റമൈസ്, നമ്മൾ സ്കില്ല് കാണിക്കാൻ, അല്ലെങ്കിൽ ഇത് കസ്റ്റം ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഫീല്, ഇതൊക്കെ ഭയങ്കര ഒരു ഡോപ്പമിൻ കൂടുന്ന ഒരു സംഭവ പരിപാടികളാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടീം ഇരുന്ന് അതാദ്യം ഡ്രോയിങ്സ് ഉണ്ടാക്കി ഈ ഒരു സ്റ്റോക്ക് ബൈക്ക് അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകണം വേർഷനിലേക്ക് മാറ്റുമ്പോൾ എന്തൊക്കെ കസ്റ്റമൈസേഷൻ ചെയ്യണം, എന്തൊക്കെ ഔട്ട്സോഴ്സ് ചെയ്യണം, എന്തൊക്കെ ഇൻഡസ്ട്രിയൽ വർക്ക്, ഇതൊക്കെ പ്ലാനാക്കി ആ ഒരു ഘട്ടം പോകണത് ശരിക്കും ട്രിപ്പിംഗ് ആണ് ഈ പരിപാടി. അറ്റ് ദ സെയിം ടൈം നമുക്ക് മെൻ്റലി കിട്ടുന്ന ഒരു പ്ലഷർ ഭയങ്കര അടിപൊളിയാണ്. അപ്പോൾ അത് നമ്മൾ ഉണ്ടാക്കിയിട്ട് അത് ജനങ്ങളുടെ മുന്നിൽ വെക്കുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന ഒരു അപ്രീസിയേഷൻ. പക്ഷേ ഒരു ഡിസ്പ്ലേ പീസ് ആയിട്ട് മാത്രമല്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എല്ലാം അങ്ങനെയാണ്. സത്യത്തിൽ കുറേ വണ്ടികൾ അങ്ങനത്തെ തന്നെ ഉണ്ട്. അത് ഇവിടുത്തെ അത് അങ്ങനെ പാടുള്ളൂ, കാരണം അത് റോട്ടിൽ ഓടിക്കാൻ പാടില്ല, നമ്മളെ തെറ്റിക്കാനും പാടില്ല. അപ്പോൾ അങ്ങനെയാണ് കൂടുതൽ ചെയ്യണത്. പല ആളുകളും വന്നിട്ട് പല തരത്തിലുള്ള ചോദ്യങ്ങൾ ചെയ്തു തരാൻ പറ്റുമോ. പൈസ പ്രശ്നമില്ലാത്തവരുണ്ട്, പൈസക്ക് പരിമിതികളുള്ള പല കാറ്റഗറി ഓഫ് ആളുകൾ. അപ്പം ഇത് അങ്ങനെ ഭയങ്കര ആശ്ചര്യപ്പെടുത്തുന്നെന്നുള്ളത് നിലവിൽ എൻ്റെ മനസ്സിൽ അങ്ങനെ ഓർമ്മയിൽ വരുന്നില്ല. പക്ഷെ നമ്മൾ പണ്ട് മുതലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് കസ്റ്റമൈസേഷൻ, ജനങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതിനേക്ക് പകരം നമ്മൾ കസ്റ്റം ചെയ്യുന്നു, അത് നമ്മൾ പല ഷോക്ക് ഉപയോഗിക്കുന്നു, ഇവിടെ നിയമം അനുവദിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ റോഡിൽ ഓടിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ചെയ്തത്. ശരിക്കും ഒരു ലാസ്റ്റ് 5 to 10 yearsനുള്ളിൽ ഇപ്പം ഈ ഫിലിപ്പിൻ്റെ ഒക്കെ ഇൻഫ്ലുവൻസ് കൊണ്ട് തന്നെ പല മാറ്റങ്ങളും ഉണ്ടായി എന്ന് പറഞ്ഞു. ഇനിയൊരു 5 to 10 yearsൽ എന്തൊക്കെ ചേഞ്ചസ് ആയിരിക്കും ഈ മോട്ടോർ സ്പോർട്ട് ഇൻ കേരള? മോട്ടോർ സ്പോർട്സ് ഇൻ കേരള എന്നല്ല, ജനറലി ഐ വുഡ് ലൈക്ക് ടു ടോക്ക് അബൌട്ട് ഇന്ത്യ. നമ്മൾ കേരള ഈസ് ആക്ച്വലി ഉണ്ട്, പക്ഷെ നമ്മൾ ഇന്ത്യയിലെ ബിഗസ്റ്റ് സാധനങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ ഇൻഡസ്ട്രി ഒന്നാമത്തെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ ഇൻഡസ്ട്രിയിൽ തന്നെ വി ഹാവ് അറൌണ്ട് 150 crores പീപ്പിൾ. ലോകത്തിലെ തന്നെ ഏറ്റവും മോട്ടോർ സൈക്കിൾ ഉപയോഗിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇപ്പോൾ വലിയ ബ്രാൻഡ്സുകളൊക്കെ അവരുടെ മാനുഫാക്ചറിങ്ങും പ്ലാന്റുകളൊക്കെ ഇന്ത്യയിലേക്ക് പല രൂപത്തിലായിട്ട് കൊണ്ടുവരുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ബ്രാൻഡുകളിൽ ഇപ്പം ഡുക്കാട്ടി ഈസ് ഗോണ ലോഞ്ച് മോട്ടോക്രോസ് ബൈക്ക്, ഓൾറെഡി കവാസാക്കി ഉണ്ട്, ഹോണ്ട ഓൾറെഡി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ഇവരൊക്കെ വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇപ്പോൾ ടി വി എസ് ഇസ് ഓൾറെഡി എക്സിസ്റ്റിംഗ് വിത്ത് മോട്ടോക്രോസ് റേസിംഗ് ടീം അവർക്കുണ്ട്, ഹീറോനും റേസിംഗ് ടീമുണ്ട്, ലോഞ്ച്ഡ് കപ്പിൾ ഓഫ് ഇയേഴ്സ് ബാക്ക്. ബാക്കിയുള്ള ബ്രാൻഡും കൂടെ ഒക്കെ വരുന്ന സമയത്ത് ഇവർക്കൊക്കെ ഈ ഒരു റേസിംഗ് ബൈക്ക് ഓടിക്കാൻ റൈഡേഴ്സ് വേണം.
ഇവർക്ക് റൈഡേഴ്സ് വേണമെങ്കിൽ റൈഡേഴ്സ് ഇങ്ങനെ വെറുതെ ഉണ്ടാവില്ലല്ലോ. റൈഡേഴ്സ് ഉണ്ടാവണമെങ്കിൽ റൈഡേഴ്സിനെ ഗ്രാസ് റൂട്ട് ലെവലിൽ ഉണ്ടാക്കി കൊണ്ടുവരണം. ആ ഗ്രാസ് റൂട്ട് ലെവലിൽ ഇന്നിപ്പോൾ ഇൻഡസ്ട്രി ഇപ്പോൾ ആയി തുടങ്ങി. ആ ഗ്രാസ് റൂട്ട് ലെവലിൽ റൈഡേഴ്സിനെ ഉണ്ടാക്കി കൊണ്ടുവരണമെങ്കിൽ നല്ല നല്ല റേസിങ് ഇവൻറ്റുകൾ വരണം. ആ ഇവൻറ്റിലേക്കാണ് പ്രിപ്പയർ ചെയ്യുക. അതിനുവേണ്ടി ട്രെയിനിങ് ഇൻ്റർനാഷണലി പല ട്രെയിനിങ് അക്കാഡമികളിൽ പോയിട്ടെടുക്കും. ഫോക്കസ് എന്താണ്, ഈ റേസിന് അടിക്കണം, അല്ലെങ്കിൽ ഈ ചാമ്പ്യൻഷിപ്പിന് എനിക്ക് കിട്ടണം. അപ്പോൾ അത് കിട്ടണമെങ്കിൽ ഇവർ ഒന്ന് ഗ്രാസ് റൂട്ട് ലെവലിൽ ആദ്യം പേഴ്സണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരും. കുട്ടീനെ ഇപ്പം ഞാനാണ് എൻ്റെ കുട്ടീനെ ഏതെങ്കിലും ട്രെയിനിങ്ങിനൊക്കെ കൊണ്ടുപോയി സ്കിൽസ് ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഫാക്ടറി അവരുടെ ടീമിലേക്ക് വിളിച്ചാൽ പിന്നെ നമുക്ക് മന്ത്ലി സാലറിയാണ്. ശരിക്കും ഏതൊരു ഏജിൽ ഇപ്പൊ കിഡ്സിനൊക്കെ ഒരുപാട് നമ്മൾ കാണാറുണ്ടല്ലോ. അപ്പൊ ഏത് ഏജ് മുതൽ ഇവർക്ക് ശരിക്കും ദ റൈറ്റ് ഏജസ് ഇൻ ബിറ്റ്വീൻ 4 to 6. 4 to 6 ഇസ് ദ റൈറ്റ് ഏജ്. ഇന്നിപ്പോൾ നിങ്ങൾ ഇൻ്റർനാഷണൽ റേസുകളിൽ, അതായത് AMS സൂപ്പർ ക്രോസ്, വേൾഡ് സൂപ്പർ ക്രോസിലെല്ലാം നമ്മൾ കാണുന്ന ഈ 450cc ഈസ് ദ ഹയസ്റ്റ് കാറ്റഗറി. ആ കാണുന്ന ആളുകളൊക്കെ അച്ചീവ് ചെയ്യണത് 16-18 വയസ്സിലാണ് ചാമ്പ്യന്മാരാവണം. ദ റീസൺ ഇസ് അവിടുത്തെ കൾച്ചർ എന്ന് പറയുമ്പോൾ കുട്ടീനെ ഇവിടെ ഫുട്ബോളിൻ്റെ ട്രെയിനിങ്ങിന് വിടുന്ന പോലെ, ക്രിക്കറ്റിന് വിടുന്ന പോലെ അവിടെ കുട്ടികളെ സ്കൂളിൽ ഒരുപക്ഷെ ട്രെയിനിങ് ബൈക്കിനുണ്ടാവും, മോട്ടോക്രോസിനുണ്ടാവും, വാട്ടെവർ, മോട്ടോക്രോസോ സർക്യൂട്ട് റേസിങ്ങോ, ഡിഫറെൻറ്റ് കാറ്റഗറി ഉണ്ട് റേസിങ്ങിൽ കേട്ടോ. ഇവിടെ സത്യത്തിൽ നമ്മൾ പോയി ചിന്തിച്ചു വരുന്നത് 18 വയസ്സായി ലൈസൻസ് എടുത്താലാണ് ഈ പരിപാടിക്ക് നമ്മൾ ഇറങ്ങണത്. അത് നമ്മൾ അൺഅവെയറാണ്, ആർക്കും അറിയില്ല. ഇവിടെ ഇന്ത്യൻ നിയമം അനുസരിച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 10 വയസ്സിന് മുകളിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് FMSCA, ഫെഡറേഷൻ ഓഫ് മോട്ടോർ സ്പോർട്സ് ക്ലബ്സ് ഇൻ ഇന്ത്യയുടെ ലൈസൻസ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ദാറ്റ്സ് എ റേസിംഗ് ലൈസൻസ്. റേസിംഗ് ലൈസൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കുട്ടികൾക്ക് റേസ് ഓടിച്ചു തുടങ്ങാം. അതിന് നമ്മൾ പ്രൊഫഷണൽ ഈ ലൈസൻസ് വേണമെന്നില്ല, അത് ആളുകൾക്ക് അറിയില്ല. നമ്മൾ ഇത്രയും ലേറ്റായി തുടങ്ങുന്നതുകൊണ്ട് തന്നെ നമ്മൾ ലോകത്തിൽ എവിടെ എത്താൻ പോകണില്ല. നമ്മൾ ഇന്ത്യയിൽ നിന്ന് ഇങ്ങോട്ട് കഴിഞ്ഞ് വരുമ്പോൾ തന്നെ വയസ്സായി, പിന്നെ ഇഞ്ചറി പറ്റിയാലൊന്നും ഇത് ഹീലാവില്ല. നമ്മളിത് വീഴ്ചയിലൂടെ തന്നെ പഠിക്കണം. അത് വീഴും. മോട്ടോക്രോസിൽ ഏറ്റവും കൂടുതൽ പോകുന്നത് കോളർ ബോണാണ്. ഇതൊക്കെ നമ്മളൊരു പ്രായം കഴിഞ്ഞ് പോയാൽ പിന്നെ ഈ കോളറൊക്കെ വെച്ച് നമ്മൾ വല്ലാതെ പ്രശ്നത്തിൽ പോകും. പക്ഷെ ഇത് ഏർലി ഏജിൽ ഈ വീണു പഠിച്ചു പൊട്ടി ശരിയായി, വീണ്ടും ഗ്രോ ആയി ശരിയായി. ഇതാണ് ഇതിന്റെ പ്രോസസ്സ്. ഇങ്ങനെ ഒരു പ്രോസസ്സിലേക്കാണ് ഇപ്പം നമ്മൾ സത്യത്തിൽ ജേണി കുറച്ച് വർഷങ്ങളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ നടത്തുന്ന റേസുകളിലൊക്കെ കുട്ടികളെ റേസ് ഉണ്ടാവും. ആ കുട്ടികളെ റേസിലുള്ളവർ ആദ്യമായിട്ട് ഇന്ത്യയിൽ നിന്നും കഴിഞ്ഞ വർഷം KTM റൈഡറായിട്ട് KTMൻ്റെ ഇൻവിറ്റേഷനിൽ US AMS സൂപ്പർ ക്രോസിൽ നമ്മളെ ബാംഗ്ലൂരിൽ നിന്നൊരു കുട്ടി ഓടിച്ചു അറ്റ് ദ ഇയർ ഓഫ് 6. സോ ദാറ്റ്സ് എ ബിഗ് ചേഞ്ച്. ഇന്ത്യയിൽ അങ്ങനെ ഒരു 6 വയസ്സുള്ളൊരു കുട്ടി അമേരിക്കയിൽ പോയിട്ട് വേൾഡ് റേസിങ്ങിൽ പങ്കെടുക്കാന്ന് പറയുമ്പോൾ ഇങ്ങനെ അതിൻ്റെ കഴിഞ്ഞ വർഷം ആ കുട്ടി കൊച്ചിയിൽ നമ്മൾ തൃശ്ശൂർ നടത്തിയ റേസിൽ ഫസ്റ്റ് ആയിരുന്നു. ഭയങ്കര കയ്യടി കിട്ടിയാണ്. ഒരു വൈറൽ വീഡിയോ വരെ ഉണ്ട്. ചെറിയൊരു കുട്ടി അവന്. അപ്പോൾ എന്താ പറഞ്ഞാൽ കുട്ടികൾ ചെറുതാകുമ്പോൾ ഇവിടെ ഓടിച്ചു തുടങ്ങി എൻകറേജ്മെൻ്റ് ആയി. പാരൻസിന് കുറച്ചും കൂടെ ഫ്യൂൽ ചെയ്യും. ആളുകളെല്ലാവരും വന്ന് ഒരു കുട്ടീനെ അപ്രിഷ്യേറ്റ് ചെയ്യുന്ന സ്കില്ലുണ്ട് അവനിതാക്കും. അപ്പോൾ അവർ കൂടുതൽ അവന് വേണ്ടി ടൈം കൊടുക്കുന്നു, എഫേർട്ട് എടുക്കുന്നു. ബൈക്കിന് ഫ്യൂവൽ ട്രെയിനിങ് എന്ന് പറയുമ്പോൾ ഇതൊക്കെ ഹാർഡാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ മറ്റുള്ളത് എല്ലാ സ്പോർട്ടും നല്ല തന്നെയാണ്, ഇപ്പോൾ ക്രിക്കറ്റും ഫുട്ബോളും. പക്ഷേ ഇതിന് റിസ്ക് കൂടുതലാണ്. പാരൻസ് എപ്പോഴും കൂടെ ഉണ്ടാവണം, ഒരു ടീം തന്നെ കൂടെ വേണം. അപ്പോൾ ഇതൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് പാരൻസ് ഇപ്പോൾ ഒട്ടനവധി പാരൻസ് ഇങ്ങനെ കുട്ടികളെ ഗ്രോ ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടികളൊക്കെ ഗ്രോ ചെയ്യുമ്പോൾ എന്താന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ആക്ച്വലി ഹാവിങ് എ വെരി ഡിസിപ്ലിൻഡ് ലൈഫ്. എന്ത് കഴിക്കണം, എന്ത് കഴിക്കേണ്ടെന്നറിയാം, എങ്ങനെ വർക്കൗട്ട് ചെയ്യണം, വർക്കൗട്ട് ചെയ്യേണ്ടെന്നറിയാം, എങ്ങനെ ബിഹേവ് ചെയ്യേണ്ടെന്നറിയാം. അതായത് കാരണം ഇവരൊക്കെ വാച്ച് ചെയ്യണത് ഇൻ്റർനാഷണൽ അത്ലറ്റ്സിനെ വാച്ച് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ എല്ലാവരും പോഡ്കാസ്റ്റുകളും ഇൻ്റർവ്യൂസുകളും ഓരോ അത്ലറ്റ്സിൻ്റെ ജേണിയും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടികൾ. അത് കാണുന്ന സമയത്ത് അറിയാം നമുക്കിപ്പോൾ പുതിയ തലമുറയിൽ നമ്മൾ നേരിടുന്ന പല ഇപ്പം ഉണ്ടാവുന്ന പ്രശ്നങ്ങളൊന്നും ഈ സാധനത്തിലേക്ക്, എന്തെങ്കിലും ഒരു സാധനത്തിലൂടെ ആളുകൾക്ക് അഡിക്ഷൻ ഉണ്ടാവും. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഇപ്പം നമ്മൾ ബൈക്ക് എന്ന് പറയുന്ന സാധനം ഇപ്പം മറ്റുള്ളവർക്ക് ചില ഫുട്ബോളായിരിക്കും, ചില ക്രിക്കറ്റ് ആയിരിക്കും, ചിലപ്പോൾ ആർട്ടായിരിക്കും, വാട്ടെവർ. ചിലർക്ക് ഇതൊന്നും ആയിരിക്കില്ല. ചിലവർക്ക് അത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ചിലപ്പോൾ ബൈക്കായിരിക്കും, ചിലപ്പോൾ അത്. പക്ഷെ അതിനുള്ള ഓപ്പർച്യൂണിറ്റിയോ അതിനുള്ളൊരു എൻകറേജ്മെൻറ്റും ഇല്ലാത്തതുകൊണ്ട് പല കുട്ടികളും വേറെ എന്തെങ്കിലുമൊക്കെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കും. അഡ്രിനാലിൻ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ അടുത്തുള്ള സാധനമാണ്. അത് നമുക്ക് പല മൊമെൻറ്റ്സിലാണ് അത് ഫീൽ ചെയ്യാം. അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ, ഈ ഒരു അഡ്രിനാലിൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ദർ ഇസ് നോ ഗോയിങ് ബാക്ക്. അത് അഡിക്ഷനാണ്. നമ്മൾ മറ്റുള്ള അഡിക്ഷനൊക്കെ പറഞ്ഞു, ഇത് അഡിക്ഷനാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ലൈഫ് നമ്മൾ ഫോക്കസ് ചെയ്യും. കാരണം ഈ റേസ് ട്രാക്കിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു സ്റ്റാർട്ട് എടുത്ത് റൈഡർ 15 ആൾക്കാർ ഒരേ മൈൻഡ് സെറ്റിൽ നിൽക്കുന്ന വിത്തിൻ മില്ലി സെക്കൻഡ്സിൽ ബോർഡ് വന്ന് ഒരൊറ്റ ഗേറ്റ് താഴെ വീണ് കഴിഞ്ഞാൽ
ഫസ്റ്റ് ആരാ എടുക്കണത് ആ എടുക്കലിന് ഭയങ്കര വാല്യൂ ഉണ്ട്. അപ്പോൾ ആൾ കോൺസെൻട്രേഷൻ ഷുഡ് ബി ദർ. ഇതിന് മൈൻഡ് ട്രെയിനിങ് ആണ് റൈഡേഴ്സൊക്കെ ചെയ്യാം. അപ്പോൾ ഈ ട്രെയിനിങ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ റൈഡേഴ്സിന് അത്രയും എഫിഷ്യൻസി വേണം. ആൾ അല്ലെങ്കിൽ സ്വന്തം സ്കില്ല് എവിടെയാണോ ലാക്ക് ചെയ്യണം അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ ആൾക്കൊരു ഹാവിങ് എ വെരി ഗുഡ് ലൈഫ് ആക്ച്വലി. പിന്നെ എല്ലാ പ്രതിസന്ധികളും നേരിടാൻ പറ്റും. ബിക്കോസ് ഓൾറെഡി ഇവിടെ വലിയ വലിയ ട്രാക്കിൽ ഓടിച്ച് തോറ്റിട്ടും വീണിട്ടും എല്ലാ പ്രശ്നങ്ങളിലൂടെ കഴിഞ്ഞിട്ടാണ് ഒരു ചാമ്പ്യൻ ആവണത്. അപ്പോൾ അവന് ജീവിതത്തിൽ ഉണ്ടാവണ എല്ലാ പ്രശ്നങ്ങളും സത്യത്തിൽ എൻ്റെ ഒരു അനുഭവം അങ്ങനെയാണ് കേട്ടോ. നമ്മളെ പ്രതിസന്ധികളൊക്കെ നമുക്ക് തരണം ചെയ്യാൻ പറ്റും വെരി സ്ട്രോങ്ലി. പക്ഷെ ഇങ്ങനെ ഒരു സ്പോർട്ടിലേക്ക് ഒരു കിഡിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ പാരന്റ്സ് റിച്ച് ആയിരിക്കണം എന്നുള്ളതൊരു റിച്ച് ആയിരിക്കണം. ഇപ്പൊ ഞാൻ ഈ സാധനത്തിൽ റിച്ച് ആയിട്ടല്ല, നമ്മളൊരു സാധനത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ മിഡിൽ ക്ലാസ് ഫാമിലീസ് ഒക്കെ ഇഷ്ടം പോലെ വരുന്നുണ്ട്. നമ്മൾ എത്രമാത്രം അതിന് കൊടുക്കുന്നു എന്നുള്ളതാണ്. ഇത് എക്സ്പെൻസീവ് ആണ്. ഇത് ഭയങ്കര സിമ്പിളാണെന്നൊന്നും ഞാൻ പറയാം. ബൈക്കിന് ഇറ്റ് സെൽഫ് ഇറ്റ് വിൽ കോസ്റ്റ് അറൌണ്ട് 6-7 lakh rupees. ബട്ട് യു ഹാവ് ടു സ്റ്റാർട്ട് വിത്ത് ഒരു ചെറിയ ഒരു 1.5 lakh ബൈക്കിലൊക്കെ നമുക്ക് തുടങ്ങാം. പിന്നെ സെക്കൻഡ്സ് കുറച്ചും കൂടെ നല്ല ബൈക്ക് ഒന്ന് ഒരു 2.5-3 വാങ്ങിക്കാം. അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് സ്വന്തമായിട്ട് നല്ലൊരു ബൈക്ക് വാങ്ങിക്കാം. ദാറ്റ് വിൽ കോസ്റ്റ് യു ഒരു 6-7 lakh. പിന്നെ ഗിയേഴ്സ് ഒരു കുട്ടിക്ക് വാങ്ങിക്കുന്ന ഗിയേഴ്സും എനിക്ക് വാങ്ങിക്കുന്ന ഗിയേഴ്സിന് പ്രൈസ് സെയിം തന്നെയാണ്. കുട്ടികളതാന്ന് വിചാരിച്ചിട്ട് കുറവില്ല. പക്ഷെ അതൊക്കെ വേണം, സേഫ്റ്റിയാണ് വേണം. അപ്പോൾ അതിനൊരു സ്പെൻഡ് ഉണ്ട്. ഈ സ്പെൻഡിനൊക്കെ റിട്ടേൺസ് കിട്ടാൻ പോണത് എന്ന് പറയുന്നത് കുട്ടി പെർഫോം ചെയ്യുമ്പോഴാണ്. ആ കുട്ടീനെ ആ ലെവലിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ സ്പോൺസേഴ്സ് ഇപ്പോൾ ആദ്യം സ്പോൺസേഴ്സ് എന്ന് പറയുന്ന സംഭവമേ ഇല്ല. ഇപ്പം സ്പോൺസർഷിപ്പ് കിട്ടാൻ തുടങ്ങി. ഇപ്പം ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി ഇങ്ങനത്തെ സ്പോർട്സിലേക്ക്. കാരണം ആൾക്കാർ ഇത് കാണാനുണ്ട്. പണ്ട് ആൾക്കാരും കാണാനില്ല. ഒന്നാമത്തെ ഓർഗനൈസ്ഡ് വേലായിരുന്നില്ല പണ്ട്. പക്ഷെ ഇപ്പോൾ നിങ്ങൾക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റും. ആളുകൾക്ക് ഔട്ട്ഡോർ ഇവൻറ്റ്സ് സത്യത്തിൽ ഇനിയുള്ള കാലം ഞാൻ വിശ്വസിക്കുന്നത് മോർ ദാൻ നിങ്ങളിപ്പോൾ ഈ പറയുന്ന നെറ്റ്ഫ്ലിക്സും ഈ പറയുന്ന TV ഒക്കെ കാണുന്നതിൻ്റെ അപ്പുറത്തേക്ക് ദ മോർ ഫീൽ ഓർ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന അഡ്രിനാലിൻ എന്ന് പറയുന്നത് സ്പോർട്സിൽ ലൈവ് ഫീൽ ചെയ്യലാണ്. ഇത് എത്ര ബ്രോഡ്കാസ്റ്റിൽ നിങ്ങൾ കണ്ടാലും നിങ്ങൾക്ക് അതൊന്നും പിന്നെ മൈൻഡൊക്കെ നിങ്ങൾക്ക് സെറ്റായി പോകും. കാരണം നിങ്ങൾ അത്രയും സ്ക്രീൻ ടൈം കൊടുത്തിട്ട് പിന്നെ എത്ര വാല്യൂ ആഡ് സാധനം കണ്ടാൽ പോലും നിങ്ങൾക്ക് അത്ര ഫീൽ ഇല്ലാത്ത അതിന് തേടിപ്പോവും. ഇത് കാണാൻ വേണ്ടിയിട്ട് ഇനിയുള്ള കാലഘട്ടത്തിലേക്ക് ഇത് ലൈവ് കണ്ട് ആ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെയുള്ള ലൈവ് ഇവൻറ്റ്സ് തേടിപ്പോകും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കണത്. നിങ്ങൾ ഈ പ്രാവശ്യം ഈ റേസിന് വന്നിട്ട് ഈ ലൈവ് കണ്ടിട്ട് നിങ്ങളിപ്പോൾ എത്രയോ പ്രാവശ്യം എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവും അല്ലേ? എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവണം. ആ വീഡിയോ കണ്ടതും നിങ്ങൾ ലൈവ് കാണുന്നത് തമ്മിലുള്ള അന്തരം എത്രമാത്രം ഉണ്ടെന്നുള്ളത് നിങ്ങൾ നിങ്ങൾ കാണണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. യു ഫീൽ ഇറ്റ് വാട്ട് ഈസ് ദിസ്. അപ്പോൾ ഇതാണ് റേസ് എന്ന് പറയുന്ന ഒരു ലൈഫ്. ഉർഷിബ്രോ നേരത്തെ പറയണ്ടായി ഒരു റേസറെ സംബന്ധിച്ചിടത്തോളം ശരിക്കും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു ലെവൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു റേസറെ സംബന്ധിച്ചുള്ള റേസിംഗ് സ്കില്ലാണോ അല്ലെങ്കിൽ അയാളുടെ മെൻ്റൽ ഡിസിപ്ലിൻ ആണോ ഏറ്റവും പ്രയോറിറ്റി നമ്മൾ കൊടുക്കുക? ബോത്ത്. റേസിംഗ് സ്കില്ല് തീർച്ചയായിട്ടും വേണം. റേസിംഗ് സ്കില്ലിൽ നമ്മൾ വേണ്ടത്ര രീതിയിൽ ഇപ്പോൾ ചെയ്യുന്ന പ്രാക്ടീസുകളാണെങ്കിലും വേണ്ടത്ര രീതിയിലുള്ള ഫിസിക്കലി നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാത്തതാണെങ്കിലും പിന്നെ ഉണ്ടാവാൻ പോണ ഇഞ്ചുറിയാണ്. സ്കില്ലുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് സ്കില്ല് നമുക്ക് പ്രോപ്പറായിട്ട് എടുക്കണമെങ്കിൽ നമുക്ക് അതിനുള്ള പ്രാക്ടീസും ഡെഡിക്കേഷനും ഹാർഡ് വർക്കും വേണം. അതിൻ്റെ അപ്പുറത്തേക്ക് മൈൻഡ് സെറ്റ് ഇതിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. മൈൻഡ് സെറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് നിങ്ങളെ മൈൻഡും കൂടെ റീഡ് ചെയ്യാൻ പറ്റണം. ബിക്കോസ് ഞാനും ഇങ്ങനെ ബൈക്ക് എടുത്ത് പോകുമ്പോൾ നിങ്ങൾ ഇപ്പോൾ ഇന്നറാണോ ഔട്ടർ ആണോ എടുക്കണമെന്നുള്ളത് എനിക്ക് ചിന്തിക്കാൻ പറ്റണോ. അല്ലെങ്കിൽ നിങ്ങളും ഞാനും ആണ് ഇപ്പോൾ ഒരു ടൈറ്റ്. നമ്മൾ 10 പേര് ഓടിക്കുകയാണെങ്കിൽ 3 ആളായിരിക്കും ചിലപ്പോൾ. ഞാൻ നിങ്ങളായിരിക്കും നോക്കി. കാരണം എനിക്ക് കോമ്പറ്റീറ്ററായിട്ട് ഫീൽ ചെയ്യണത് നിങ്ങളായിരിക്കും. എന്നെക്കാൾ ഇവരാണ് എന്നെ പിടിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളൊരു 3 പേര്, ബാക്കിയുള്ളവർ ചിലപ്പോൾ എത്തിക്കൊള്ളുന്നില്ല. അപ്പം ഈ നിങ്ങളെ കോൺഫിഡൻസ് എവിടാന്നുള്ളത് ഞാൻ നിങ്ങൾ ഓടിക്കുമ്പോൾ പുറത്തിരുന്നൊന്ന് നോക്കും. നിങ്ങൾ ഏതിലാണ് നന്നായിട്ട് ചെയ്യണത്. എല്ലാവർക്കും ഒരേ സ്കില്ലല്ല ഉള്ളത്. ഒരു റേസ് ട്രാക്കിൽ പല കൈൻഡ് ഓഫ് ഓബ്സ്റ്റിക്കിൾസ് ആണ്. ചില ഓബ്സ്റ്റിക്കിൾസിൽ ഞാൻ ഫാസ്റ്റ് ആയിരിക്കും, ചിലതിൽ നിങ്ങൾ വീക്കായിരിക്കും. ഞാനത് ഒബ്സർവ് ചെയ്യണം. ഞാനത് ഒബ്സർവ് ചെയ്തിട്ട് നിങ്ങൾ വീക്കായോടത്ത് ഞാൻ എത്ര ഫാസ്റ്റ് ആണെന്ന് നോക്കണം. ഞാൻ വീക്കായോടത്ത് ഞാൻ ഇനി എങ്ങനെ ഫാസ്റ്റ് ആവണം എന്നുള്ളത് നോക്കണം. അപ്പം എനിക്ക്
ഞാൻ വീക്കായ സ്ഥലത്ത് ഓവർ എനർജി എടുത്തിട്ട് ഞാൻ ഓവർ അഗ്രഷൻ കാണിച്ചിട്ട് ഞാൻ അവിടെ വീഴാൻ പാടില്ല. ബിക്കോസ് ഞാനും അവനും ഒരുമിച്ച് പോകുമ്പോൾ ഞാൻ വീക്കായ സ്ഥലത്ത് അവൻ ചിലപ്പോൾ ഈസിലി പോകും, ഞാനും അതേ ഈസിനെസ്സിനപ്പം അവിടെ പോയാൽ ഞാൻ ക്രാഷ് ആവും. പക്ഷെ ഞാൻ അവിടെ മൈൻഡ് സെറ്റ് ചെയ്തിട്ട് സ്മാർട്ടാവാതെ ഒന്ന് ആലോചിച്ചിട്ട് ഇത് അവൻ്റെ കറക്റ്റ് സാധനം, അവന് അവിടെ ഞാനൊന്ന് പതുങ്ങി അവിടെ അത് ഓവർകം ചെയ്ത് എന്നിട്ട് അടുത്ത എൻ്റെ പോയിന്റിലേക്കുള്ള യാത്രയാണ്. അവിടെയാണ് ഞാനിനി അവനെ ഓവർടേക്ക് ചെയ്യാൻ പോണത്. ഇങ്ങനെയുള്ള ക്ഷമ, പേഷ്യൻസ്, ഓരോ റൈഡറെ കറക്റ്റായിട്ട് നിങ്ങൾ നോക്കി അയാളെ ഓരോരോ ചലനങ്ങൾ മനസ്സിലാക്കി അതിനുള്ളൊരു മൈൻഡ് സെറ്റ്. അപ്പോൾ ഇതെല്ലാം കൂടെ അടങ്ങിയിരിക്കുന്നതാണ് ഈ റേസ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഒരു നല്ല റൈഡറിനുള്ളത്. പിന്നെ മോർ ഓവർ വി നീഡ് ടു ഗീവ് എ റെസ്പെക്ട് ടു ഈച്ച് അതർ. ഈ സ്മോൾ റൈഡർ, ബിഗ് റൈഡർ, എല്ലാ റൈഡേഴ്സിനെ റെസ്പെക്റ്റ് ചെയ്യാന്നുള്ളതും കൂടെ. അപ്പോൾ നമ്മൾ പല റൈഡേഴ്സിനെ അങ്ങനെ കാണാറുണ്ട്, തീരെ റെസ്പെക്ട്. അതിപ്പോൾ ഒന്നാമത്തെ ബാക്ക്ഗ്രൗണ്ട് പ്രശ്നങ്ങളൊക്കെ ഇതിലുണ്ടായേക്കാം. പക്ഷെ ഒരു നല്ല റൈഡർ എന്ന് പറയുന്നത് റെസ്പെക്ട് ഈച്ച് അതർ. കാരണം ഡയറക്റ്റൊക്കെ വന്ന് ക്രാഷ് ചെയ്യാനൊക്കെ ഇതിൽ പറ്റും, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അതായത് ചെറിയ തട്ടിപ്പോലൊക്കെ ഉണ്ടാവും, പക്ഷെ നമ്മളത് മനസ്സിലാക്കണം, അത് മനഃപൂർവ്വം തട്ടിച്ചാണോ അല്ലേ, ഇനി ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ അവനെ തട്ടിക്കാതെ എങ്ങനെ ഓവർടേക്ക് ചെയ്യും എന്നുള്ളതൊക്കെ നമ്മൾ നോക്കലൊരു പ്രൊഫഷണൽ നല്ല റേസസ്, അങ്ങനെ ഒട്ടനവധി റേസേഴ്സ് കേരളത്തിലുണ്ട് കേട്ടോ. അപ്പം ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ളതാണ് ഒരു ഗുഡ് റേസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം ബാൻഡിഡോസിന്റെ ഒരു ഗ്രോത്തിന്റെ കാര്യത്തിൽ പേഴ്സണൽ ബ്രാൻഡിങ് അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേഷൻ എത്രത്തോളം ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് ബിസിനസ് ഗ്രോത്ത്? വളരെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് സത്യത്തിൽ. ഇൻസ്റ്റാഗ്രാം വന്നപ്പം ഇൻസ്റ്റാഗ്രാമിൽ ശരിക്കും നന്നായിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ബ്രാൻഡാണ് ബാൻഡിഡോസ്. ഫേസ്ബുക്കിൽ നിന്ന് മാറി ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ തുടങ്ങുന്ന സമയത്ത് തന്നെ നല്ല ഫോളോവേഴ്സിന് ബാൻഡിഡോസിന് ഉണ്ടാക്കാൻ പറ്റി. പക്ഷെ ഞാൻ ആ സമയത്തും ബാൻഡിഡോസിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ട് ബാൻഡിഡോസിൽ തന്നെ ആയിരുന്നു കോണ്ടന്റുകളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അത് ഒരു ഫേസ് ആയിട്ട്, ബാൻഡിഡോസിൻ്റെ ഫേസ് ആയിട്ട്. കോവിഡ് സമയത്ത് കുറച്ച് പിന്നെ എല്ലാവരും ഭയങ്കര ഫ്രീ ആയിട്ട് ആ സമയത്ത് ഞാനൊരു ഇന്തോനേഷ്യയിൽ നിന്ന് ഒരു ബൈക്കിൻ്റെ കിറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഒരു യമഹ R15 വേണ്ടിയിട്ട് R1 കിറ്റ്. അപ്പോൾ ഇത് പണിയെടുക്കാനൊക്കെ നല്ല സമയം ഉണ്ടായിരുന്നു. ഐ മീൻ ഫ്രീ ടൈം ആണല്ലോ. അതിൻ്റെ ഒരു ജേണി വ്ളോഗാക്കി. അതാണ് തുടക്കം. ഇത് വ്ളോഗ് എന്ന് പറഞ്ഞ ഒരു ഫേസ് ആയിട്ട് പ്രോപ്പർ എൻ്റെ ഒരു പേഴ്സണൽ ബ്രാൻഡിങ്ങിലേക്ക് വരുന്നത്. അതുവരെ ബാൻഡിഡോസിൻ്റെ ചാനലിൽ ഞാൻ തന്നെ ചെയ്യണു, പക്ഷേ ഒരു ബ്രാൻഡ് ഫേസ് എന്നുള്ള രൂപത്തിലായിരുന്നു. പിന്നെ ഞാൻ അങ്ങനെ ഇത് എൻ്റെ പേഴ്സണൽ ഒരു പ്രോജക്റ്റാണ്. R1 മോഡിഫൈ, അതാണ് ഫസ്റ്റ്. അപ്പോൾ അതൊരു വീഡിയോ യൂട്യൂബ് 2 മാസത്തെ പണിയാണ്. കുറച്ച് ഇങ്ങനെ വണ്ടി ബിൽഡ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ആക്കിയിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തപ്പോൾ ഭയങ്കര റെസ്പോൺസ്. അപ്പോൾ കുറച്ച് യൂട്യൂബ് അങ്ങനത്തെ സാധനം പിടിക്കുക. എല്ലാവരും പറഞ്ഞ് നമുക്ക് കുറേ അങ്ങനത്തെ പ്രോജക്റ്റുകൾ വരും, നമ്മളങ്ങനെ കൂടുതൽ ചെയ്യലില്ല, ടൈം ഇതിന് വേണം. അപ്പോൾ അത് യൂട്യൂബ് ഓൾറെഡി ഇതായപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് ഇങ്ങനെ കയറി തുടങ്ങി. അപ്പം നല്ലൊരു ഫീൽ ഗുഡ്, എന്താണെങ്കിൽ ഇതിൽ ഫോക്കസ് ചെയ്താൽ നമുക്ക് നന്നായിരിക്കും എന്നുള്ളൊരു. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ കോണ്ടന്റുകൾ ചെയ്തു തുടങ്ങിയ സമയത്ത് ശരിക്കും പിന്നീട് ബ്രാൻഡ്സിനെ അപ്രോച്ച് ചെയ്യാനും ഒരു ബ്രാൻഡിൻ്റെ സൈഡിൽ നിന്ന് ഇപ്പോൾ നമ്മൾ ബാൻഡിഡോസ് എന്നുള്ള ബ്രാൻഡിൻ്റെ സൈഡിൽ ഒരു പേഴ്സണൽ ബ്രാൻഡ് കൂടെ കാണുന്ന സമയത്ത് വാങ്ങുന്നവർക്ക് ഒരു ഭയങ്കര ട്രസ്റ്റ്. ഇപ്പോൾ നമ്മൾ നാഷണൽ ലെവലിൽ ഉള്ള വെബ്സൈറ്റുകളൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മളത് വീഡിയോകളൊക്കെ ചെയ്ത് അതിൻ്റെ ലിങ്ക് ഇട്ട് കൊടുക്കുമ്പോൾ ആൾക്കാർക്ക് ഇതാണ് ഐഡൻറ്റിറ്റി ആണല്ലോ വേണ്ടത്. അപ്പോൾ അങ്ങനെ വാങ്ങുന്ന സമയത്ത് ആഡ് റൺ ചെയ്ത് ഒരു ഫേസ് ആയിട്ട് പ്രോപ്പർ റൺ ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് നല്ല ഇമ്പാക്റ്റ്. അപ്പോൾ ഇത് ഇന്നത്തെ കാലത്തിന് അനിവാര്യമാണെന്ന് എനിക്ക് തോന്നി. അണ്ടിലാണുള്ളത് നിങ്ങൾ ഒരു വലിയ മില്യൺസിൻ്റെ ടേൺ ഓവറുള്ള കമ്പനിയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ബ്രാൻഡ് അംബാസിഡേഴ്സിനെ വെച്ചിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാം. പക്ഷേ ഒരു ആവറേജ് കമ്പനിയാണ്, എന്നാൽ കമ്പനിയിലേക്ക് ആളുകൾക്കൊരു ട്രസ്റ്റും എസ്റ്റാബ്ലിഷ്മെൻറ്റും വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ കമ്പനിയിൽ ഒരാൾ ആ ഒരു റോൾ എടുക്കണം എന്നുള്ളതാണ് ഞാൻ എൻ്റെ ഈ വർഷങ്ങളിൽ ഇപ്പോൾ ഉള്ള എക്സ്പീരിയൻസിൽ ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഒരിക്കലും അങ്ങനെ പബ്ലിക് സ്പീക്കിങ് ചെയ്യാറുണ്ട്, ബിക്കോസ് ഞാൻ ഇവൻറ്റുകൾ ചെയ്യുമ്പോഴൊക്കെ ആരെങ്കിലും ഒരാൾ ആ പൊസിഷൻ എടുക്കണമല്ലോ എന്ന് കരുതിയിട്ടാണ് ഇതൊക്കെ തുടങ്ങണത്. പറയണ്ടേ, നമ്മളൊരു പരിപാടി നടത്തുമ്പോൾ എന്തെങ്കിലും പറയണം. അങ്ങനെയാണ് ഈ പല റോളുകളായിട്ട് വരുന്നത്. അതിപ്പോൾ നമ്മൾ കൂട്ടത്തിൽ നോക്കുമ്പോൾ ആരുമില്ല, അപ്പോൾ ഒരാൾ ഞാൻ തന്നെ പറയണം, കാരണം ഐഡിയ വരുന്നത് ഞാനാണ്, അപ്പോൾ ഞാൻ തന്നെ അത് എക്സിക്യൂട്ട് ചെയ്യണം. അങ്ങനെയാണ് പറഞ്ഞു തുടങ്ങുമ്പോൾ പിന്നെ ആ പറയുന്ന സീരിയസ്നെസ് ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി എല്ലാവരും. അപ്പോൾ പിന്നെ അതിൽ നന്നായി ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് ബിസിനസ് നല്ല രൂപത്തിലുള്ള ഹെൽപ്പ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ തന്നെയാണ് എൻ്റെ ഫ്രണ്ട് സർക്കിളിലുള്ള
ആളുകളോടൊക്കെ നിങ്ങളും ഇതുപോലെ ചെയ്യണം. ഇപ്പോൾ ഭീകരനാണെങ്കിൽ ഭീകരനെ പല പ്രാവശ്യം ഞാൻ ഒരുപാട് പ്രാവശ്യം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഉണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞല്ലോ അത്. കാരണം പേഴ്സണൽ ബ്രാൻഡിങ് ഭയങ്കര ഭീകരനെ ഇപ്പോൾ എങ്ങനെ എക്സിസ്റ്റ് ചെയ്യണ പേഴ്സണൽ ബ്രാൻഡിങ് അല്ല. ഭീകരൻ എന്ന് പറയുന്ന ബ്രാൻഡ് അയാളിലൂടെ ഉണ്ടാക്കിയെടുത്ത സാധനം. അപ്പോൾ അങ്ങനെ ഓരോരുത്തരും ചെയ്യണം എന്നുള്ളതാണ്. ഒരു ബ്രാൻഡ് ഉണ്ടെങ്കിൽ അതിൽ പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ ഒരാൾ ഈ ഒരു റെസ്പോൺസിബിലിറ്റി എടുത്തിട്ടുണ്ടെങ്കിൽ ശരിക്കും ആ ബ്രാൻഡിന് വലിയ രൂപത്തിലുള്ള ഗ്രോത്ത് ഉണ്ടാവും. അത് നമുക്ക് ശരിക്കും ഞാനത് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും. ഇപ്പോൾ ഈ റേസ് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ക്രിയേറ്റീവ്സ് ഒക്കെ പോകണം എൻ്റെ ഇതിലാണ്. കാരണം നമ്മൾ പറയുമ്പോൾ ആളുകൾക്ക് അത് വിശ്വസിക്കാനും അതിങ്ങനെ വെറുതെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി മാത്രമല്ല, നമ്മളൊരു റിയൽ ലൈഫിൽ ഇങ്ങനെ ഈ ജേർണിയിൽ കാണിച്ചു കൊടുത്തിട്ടുള്ളത് കൊണ്ടൊക്കെ ഇത് ശരിക്കും കുറച്ചും കൂടെ ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഈ പാരഡോസ് ഇപ്പോൾ ഇന്ത്യയിലെ നമ്പർ 1 ആയിട്ട് അറിയപ്പെടുന്നുണ്ടെങ്കിൽ ടി വിയിൽ പരസ്യം ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു പ്രിൻ്റ് ആഡ് ചെയ്തിട്ടോ ഒന്നുമില്ല. ദാറ്റ് ഈസ് ഓൺലി ത്രൂ സോഷ്യൽ മീഡിയ. അങ്ങനെയല്ലേ നിങ്ങൾ വാൻഡോസിനല്ലേ എന്നെ അറിഞ്ഞിട്ടുണ്ടാവുള്ളൂ, അല്ലാതെ എൻ്റെ വലിയ ഹോർഡിംഗ് ബോർഡ് നിങ്ങൾ എവിടെയും കണ്ടിട്ടില്ലല്ലോ. ഇപ്പം റേസിന് അവിടെ എത്തി, അത് റേസിൻ്റെ ആയതുകൊണ്ടല്ല, അത് നമ്മളെ ബ്രാൻഡിനെ മാത്രം വെച്ചിട്ടല്ലല്ലോ. അല്ല ഇപ്പം ശരിക്കും ഈ ഹോർഡിങ്സും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഒക്കെ ഉണ്ട്. അപ്പം ഇനീഷ്യൽ ലെവലിൽ എങ്ങനെയായിരുന്നു ബാൻഡോസിൻ്റെ ഒരു മാർക്കറ്റിംഗ് ചെയ്തു? റേസിൻ്റെ ആണോ റേസാണോ? റേസിൻ്റെ ഒക്കെ റേസിൻ്റെ മാർക്കറ്റിംഗ് സത്യത്തിൽ വളരെ നല്ലൊരു ക്വസ്റ്റ്യനാണ്. അതായത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ വലിയ ബോർഡൊക്കെ ഹൈലൈറ്റിൻ്റെ അവിടെ വെച്ചിട്ടുണ്ട്. ഭയങ്കര ഒരു ഈ ഫീല് തന്നിട്ടുള്ള ദിവസമാണ്. കുറേ ബോർഡിങ് വെച്ചിട്ടുണ്ട്, വലിയ ബോർഡ് ഇങ്ങനെ കാണുമ്പോഴേ. അപ്പോൾ അത് ലക്ഷക്കണക്കിന് റുപ്യ വിലയുള്ള ബോർഡാണല്ലോ. അപ്പോൾ അത് പണ്ടൊക്കെ റേസിന് തുടങ്ങുമ്പോൾ സമയത്ത് രാത്രി പട്ടിക നമ്മൾ വാങ്ങി, നമ്മൾ ആണിയൊക്കെ വാങ്ങി, നമ്മൾ തന്നെ ഫ്ലെക്സ് പ്രിൻ്റ് കൊടുത്ത് രാത്രി ഇരുന്ന് ബാനഡോസിൻ്റെ പുറത്ത്, കോഴിക്കോട് ലിങ്ക് റോഡിലുള്ള പുറത്ത് ഇരുന്ന് ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചേർന്ന് പട്ടികയിൽ അടിച്ച് നമ്മൾ തന്നെ അത് വണ്ടിയിൽ കൊണ്ടുപോയി ടൗണിൽ വെക്കുന്ന ഒരു സമയമായിരുന്നു. അതേപോലെ തന്നെ റേസിനും മുള വാങ്ങിയിട്ട് മുള കട്ട് ചെയ്ത് ചെറിയ പീസാക്കിയിട്ട് ട്രാക്കിൽ ഇങ്ങനെ ഇരുന്ന് കുഴി ഉണ്ടാക്കി കുത്തിയിട്ട് റിബണ് വലിച്ചു കെട്ടിയിട്ടാണ് റേസ് ട്രാക്ക് ഉണ്ടാക്കിയത്. ഇതേ നമ്മളിപ്പോൾ ഏറ്റവും വലിയ കമ്പനികളുമായിട്ട് സൈൻ ചെയ്തിട്ട് ഹോർഡിംഗ് ബോർഡുകൾ കോഴിക്കോടിൻ്റെ പല സ്ഥലങ്ങളിലും നല്ല നല്ല LED വാളുകളിലും റേസ് ഓർഗനൈസ് ചെയ്യാൻ ഇന്ത്യയിലെ തന്നെ വലിയ ഇവൻറ്റ് കമ്പനി, അതായത് റേസിൻ്റെ ഇൻഫ്ര ഉണ്ടാക്കാൻ DNA പോലത്തെ, അതായത് ISLും IPLും ഇവിടുത്തെ വലിയ ഇവൻറ്റ്സുകൾ ചെയ്യുന്ന ടീമായിട്ട് അസോസിയേറ്റ് അവർ പണിയെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ജേണിയിൽ ഫ്രം സ്ക്രാച്ച് ഒന്നും പണിയെടുത്തിട്ട് ഇപ്പം ഇങ്ങനെ നിന്നിട്ട് ഐഡിയാസ് പറഞ്ഞു കൊടുത്ത് ലാപ്ടോപ്പിൽ അവർ നോട്ട് ചെയ്ത് അത് ഇംപ്ലിമെൻ്റ് ചെയ്ത് അതിൽ പ്രശ്നങ്ങളുടെയും പറഞ്ഞ് അങ്ങനത്തെ ഒരു ലെവലിലേക്ക് ഇതെത്തി. അപ്പം ഫ്രം അന്നത്തെ ഈ ഒരു മാർക്കറ്റിംഗ് നമ്മൾ തന്നെ പട്ടിക അടിച്ച് വെക്കുന്നു, പോസ്റ്റർ ഒട്ടിക്കുന്നു. ഇപ്പോൾ പോസ്റ്ററൊന്നും ഇല്ല, ഈ റേസിനൊരു ഒറ്റ പോസ്റ്റർ പോലും അടിച്ചിട്ടില്ല, ഡിജിറ്റലാണല്ലോ. പോസ്റ്റർ തന്നെ നമ്മൾ ഒട്ടിച്ച് നമ്മൾ തന്നെ രാത്രി ബീച്ചിലൊക്കെ ഇറങ്ങി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയം അത് മാറിയിട്ട് ഇപ്പോൾ ഭയങ്കര നെക്സ്റ്റ് ലെവൽ ഫീലിംഗ്. അങ്ങനെയൊക്കെയാണ് നമ്മൾ തന്നെ ഭയങ്കര ഫീൽ ഗുഡും പ്രൗഡും ലൈഫിലൊക്കെ ഒരുപാട് വ്യത്യാസം ജീവിതത്തിൽ വന്നെന്ന് മനസ്സിലാക്കണം. മറ്റേ റേസ് എന്ന് പറയുമ്പോൾ ചുറ്റുപാടുള്ളവർക്ക് വരെ ഫുൾ പണിയാണ്. കാരണം ഇത് എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റില്ലല്ലോ, എല്ലാവരും രാത്രി ഇറങ്ങണം. പിന്നെ എൻ്റെ ഒരു പ്രാന്തല്ലെന്ന് കരുതിയിട്ട് എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവാറുണ്ട്. അപ്പം എല്ലാവർക്കും അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന റേസിൽ നമ്മൾ എത്തിപ്പെട്ടു ഇപ്പോൾ ഫൈനലി. അതുപോലെ ഒരു പ്രൗഡ്ഫുൾ മൂമെൻ്റ് അല്ലായിരുന്നു ശരിക്കും. മുർഷിദ് ഇൻസ്റ്റാഗ്രാം ഫീഡ് ഞങ്ങൾ നോക്കി കഴിഞ്ഞാൽ പിന്നെ ചെയ്ത് വെച്ചിട്ടുള്ള റീലാണ് മറ്റേ രാഹുൽ ഗാന്ധിയുടെ കൂടെയുള്ള റൈഡ്. സോ ആ ഒരു മൂമെൻറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു പൊളിറ്റീഷ്യൻ എന്നുള്ളത് മാറ്റി നിർത്തിയ ഒരു കോറൈറ്റർ എന്നുള്ള രീതിക്ക് പറയുകയാണെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ സത്യത്തിൽ ഒരു അവിശ്വസനീയമായ കഥ പോലെയാണ് ഇത് വന്നു ചേർന്നിട്ടുള്ളത്. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ അവരുടെ ടീമിൽ നിന്ന് ഒരു മെസ്സേജ് വന്നതാണ്, വുഡ് യു ലൈക്ക് ടു ഗോ ഫോർ എ റൈഡ് വിത്ത് രാഹുൽ. ഒരിക്കലും ഞാൻ എൻ്റെ ടീമാണ് മാനേജ് ചെയ്യണത് ഇൻസ്റ്റാഗ്രാം. നമുക്ക് മാൻഡോസിന് കസ്റ്റമർ കെയർ ഉണ്ട്, ഡിജിറ്റലി മെസ്സേജസ് ക്ലിയർ ചെയ്യാൻ നോക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ ക്രൂ തന്നെ ഉണ്ട്. നമ്മൾ കൊമേഴ്സ് ഉള്ളതുകൊണ്ടും പിന്നെ സോഷ്യൽ മീഡിയ ബാൻഡോസും ലേഖണ്ട് എല്ലാ പേജും ആക്റ്റീവ് ആയതുകൊണ്ടും മീഡിയ ടീമും സ്ട്രോങ് ആണ്. അതുപോലെ തന്നെ ഇതിന് കസ്റ്റമർ കെയർ ഒക്കെ വളരെ സ്ട്രോങ് ആണ്. ഇത് കസ്റ്റമർ കെയർ റാൻഡം മെസ്സേജ് ആയിട്ട് അവർ ചോദ്യം അത്ര എന്താ മനസ്സിലാവുണ്ടായില്ല ടീം. വീണ്ടും അവർ മെസ്സേജ് ചെയ്തപ്പോഴാണ് ആ മെസ്സേജ് എനിക്ക് പേഴ്സണലി അയച്ചുതരാ ചെയ്യുക. ടീം പ്രോഡക്റ്റ് റിലേറ്റഡും ബാക്കിയുള്ളതൊക്കെ റാൻഡം ആയിട്ടുള്ള അവർ റിപ്ലൈ ചെയ്യും. മേജർ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് സ്ക്രീൻഷോട്ട് വരും. അപ്പോൾ ഞാൻ പറയും ഒന്ന് റിപ്ലൈ കൊടുക്കുക, അല്ലെങ്കിൽ ഞാൻ കൊടുക്കാമെന്ന് പറയും, ഫ്ലാഗ് ചെയ്ത് വെക്കും. അപ്പോൾ ഇത് രണ്ടാമത്തും കൂടെ വന്നപ്പോൾ അവരെനിക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് ഈ സാധനം അയച്ചു തന്നപ്പോൾ
ഇൻട്രസ്റ്റിംഗ് ഓക്കെ റിപ്ലൈ ചെയ്ത് ഇതൊന്നും അങ്ങനെ ഈ റൂട്ടിലേക്ക് പോകണമെന്നൊന്നും മനസ്സിലായിട്ടൊന്നുമില്ല. പിന്നെ നമ്പർ വാങ്ങിച്ച് സംസാരിച്ചു. അപ്പോൾ ഇങ്ങനെ ഒരു പ്ലാനാണ് നിങ്ങളെ ഇൻസ്റ്റാഗ്രാം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ സൗത്ത് ഇന്ത്യയിൽ നിന്ന് ഒരാളാണ് നമുക്ക് ഉള്ളത്. ടോട്ടൽ 5 റൈഡേഴ്സാണ് ഫ്രം ഇന്ത്യ. അപ്പോൾ പറഞ്ഞു ഓക്കെ, അപ്പോൾ എന്നാണ് ഡേറ്റ്? അപ്പോഴും രാഹുൽ ഗാന്ധി ഇങ്ങനെ ഇത്രയും സമയം ഓടിക്കുന്നു ചോദിച്ചു. നമ്മൾ ചോദിച്ചിട്ട് PR ആക്ടിവിറ്റി ആയിട്ട് രാഹുൽ ഗാന്ധിനെ കാണാം. പക്ഷേ പിന്നെ പറഞ്ഞു വന്നപ്പോൾ സത്യത്തിൽ ഫ്ലൈ ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തി. നേരെ ലേക്ക് പോയി. അവിടുന്ന് ബൈക്ക് KTM ആണ് അന്ന് ഉണ്ടായത്. രാഹുൽ ഗാന്ധി ഓൾസോ ഹാവ് എ KTM. പുള്ളി ബൈക്ക് സ്വന്തം ബൈക്കാണ്, അത് ഡൽഹിയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ഓരോ KTM വന്ന് പിന്നെ റൈഡ് അങ്ങോട്ട് തുടങ്ങിയപ്പോൾ അപ്പോഴാണ് മനസ്സിലായത് യാഥാർത്ഥ്യമാണെന്ന്. കാരണം ഇയാള് ഫുൾ ടൈം ബൈക്ക് ഓടിക്കുകയാണ്. ഞാൻ വിചാരിച്ച് കുറച്ച് ഓടിച്ചിട്ട്, കാരണം നമ്മൾ 5 ബൈക്ക് 6 ബൈക്കാണ്, 10-40 കോൺവോയ് ഉണ്ട്. അത് ഭീകരമായിട്ടുള്ളൊരു മൊമെൻ്റാണ് ലൈഫിൽ. ഇനി അത് ജീവിതത്തിൽ കിട്ടുമെന്ന് എനിക്കറിയില്ല. മുന്നിൽ കുറേ പോലീസ് വണ്ടികൾ, പിന്നെ പിന്നിൽ കുറേ വണ്ടികൾ, നമുക്ക് നോക്കിയാൽ തീരില്ല അത്ര കാറ്, അല്ല ഫുള്ള് ഭീകരത സെറ്റപ്പ് പട്ടാളക്കാർ. ഇങ്ങനെയാണ് റൈഡ്. നമ്മളിങ്ങനെ 5-6 ബൈക്ക് മാത്രമാണ്. ലളിതാക്ക് റോഡുകൾ അറിയാലോ. അങ്ങനെ പുള്ളി ഫുള്ളായിട്ട് ഇങ്ങനെ ഓടിച്ചു. ഫസ്റ്റ് ഡേ തന്നെ ഓടിച്ചു. അപ്പം എനിക്ക് മനസ്സിലായി ഇത് PR ആക്ടിവിറ്റി അല്ല, കുറച്ച് ഭ്രാന്തുണ്ട് ആൾക്ക്. ആൻഡ് വെരി ഗുഡ് പേഴ്സണാലിറ്റി. നമ്മൾ കാണുന്ന പോലത്തെ കഥാപാത്രമൊന്നുമല്ല. നമ്മൾ ആളെ ഫാനൊന്നും ആയിരുന്നില്ല. പക്ഷേ പിന്നെ ഇങ്ങനെ അട്രാക്ട് ചെയ്ത് തുടങ്ങി. കാരണം എന്താ പറയുക, ആ ഓറുണ്ട് ആൾക്ക്. നമ്മളെ പോലെ തന്നെ ചാടി കളിക്കുന്നുണ്ട്. അതാണ് മൂഡ്. പിന്നെ ആള് സ്റ്റോറികളൊക്കെ പറഞ്ഞു തുടങ്ങി. കാരണം ഇത് കൂടുതൽ കണക്ഷൻ ആവാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ബ്ലൂടൂത്ത് ഡിവൈസ് കണക്റ്റഡ് ആണ് പരസ്പരം. നമ്മൾ 6 ആൾക്കാർ. അപ്പോൾ സ്റ്റോറിയാണല്ലോ പറയാം നമ്മൾ അപ്പോൾ പിന്നെ ആളെ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് ആർക്കും കേൾക്കാൻ പറ്റാത്ത സ്റ്റോറികളാണ് പറയാറ്. അത് പ്രസംഗിക്കല്ലല്ലോ ആള്. പേഴ്സണലി ഒരു ഫ്രണ്ട് സർക്കിളിനോട് പറയുന്ന പോലെ മുത്തശ്ശിൻ്റെയും വീട്ടിലെ പഴയ കഥ, ഇതൊക്കെ ആരൊക്കെയാണ് നമുക്ക് കേൾക്കാൻ പറ്റുന്ന കഥകളാണോ? അങ്ങനത്തെ ഭയങ്കരമായ കഥകൾ കോളേജ് ലൈഫിൽ നമ്മൾ കാണുന്ന പോലെയല്ല കേട്ടോ. നമ്മളൊക്കെ ഉള്ള മൈൻഡ് സെറ്റാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ആ ഒരു വികൃതിയും ആ ഒരു ചാട്ടവും അതും അഡ്രിനാലിൻ എല്ലാം ആളെടുത്തുണ്ട്. അപ്പോൾ ആൾ ചെയ്യുന്ന ആക്ടിവിറ്റികളും ആളെ സാധനങ്ങളൊക്കെ കേട്ടപ്പോൾ ഇങ്ങനത്തെ ഒരാളാണ് നമുക്ക് വേണ്ടതെന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായി. ലാംഗ്വേജ് ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആണ്. വേറെ ഏതോ ലോകത്ത് ജീവിക്കണമെന്നല്ല, നമ്മളെക്കാൾ കൂടുതൽ യാത്ര ചെയ്ത് ലോകം കണ്ടിട്ടുള്ള എന്ത് ചെയ്യണം എന്നുള്ള വ്യക്തമായിട്ടുള്ള ധാരണയുള്ള ഒരാൾ. അത് വല്ലാതെ അട്രാക്ട് ചെയ്ത് 7 ദിവസത്തെ റൈഡ് 1300 കിലോമീറ്ററോളം, അതായത് കംപ്ലീറ്റ് ആ ഒരു ഏരിയ ശ്രീനഗർ വരെ പോയി. ശ്രീനഗറിൽ ആണ് നമ്മളെ സെൻഡ് ഓഫ്. അപ്പോൾ അവിടെ നിന്നും യാത്രയിൽ ഒരുപാട് അനുഭവങ്ങൾ, വലിയ സ്റ്റോറിയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഇവിടെ പറയേണ്ടതെന്ന് കരുതിയിട്ടാണ്. 1300 കിലോമീറ്റർ നിങ്ങൾ മൊത്തമായിട്ട് 1300 കിലോമീറ്റർ ടോട്ടൽ നമ്മൾ കവർ ചെയ്തത്. അങ്ങനെ അത് കഴിഞ്ഞ് പോകുന്ന സമയത്തുള്ള മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ ആള് നമുക്ക് ഇനിയൊരു റൈഡും കൂടെ പോകണം എന്നുള്ളത്. കാരണം അത് ഉള്ളൊന്നും വരുന്നതാണ്. ഭാരത് ജോഡോ യാത്രേൻ്റെ ഭാഗമായിട്ടാണെങ്കിൽ കൂടെ പുള്ളി ആദ്യമായിട്ടാണ് ഇത്ര ബൈക്കിൽ പോണത്. ലേ ലഡാക്കിൽ ബൈക്കിൽ പോയ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഇനി വീണ്ടും പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്പോട്ടാണ്. അതിപ്പോൾ എത്ര പോയാലും ആ ഫീൽ തന്നെ ആൾക്കുള്ളത്. അപ്പോൾ ആള് ഇനിയും പോകണം, ഇനി നമുക്ക് നോർത്ത് ഈസ്റ്റ് പിടിക്കണം എന്ന് പറഞ്ഞിട്ടാണ് പോയത്. അതിന് എന്തെങ്കിലും ജീവിതത്തിൽ സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവട്ടെ. ആൾക്ക് നമ്മളെ ടീമിന് ഇഷ്ടം എല്ലാം കൂടെ ബോണ്ടാവണമല്ലോ. നമ്മൾ യാത്ര എന്ന് പറയുമ്പോൾ 1-2 ദിവസമൊക്കെ അഡ്ജസ്റ്റ്മെന്റിൽ പോകും. ഒരു 5-6 ദിവസമൊക്കെ ആകുമ്പോഴുള്ള ഈച്ച് അതർ ഇഷ്ടം ഉണ്ടെങ്കിൽ ഇഷ്ടം ഉള്ളൊന്നും വരണത്. അപ്പോൾ അങ്ങനെ പക്ഷെ നല്ല ഒരു ബോണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. ഒന്നാമത്തെ ഈ ബ്ലൂടൂത്ത് ഉള്ളതുകൊണ്ടാണ്, സംസാരിക്കാൻ പറ്റുന്നതുകൊണ്ടാണ്. പിന്നെ ആളെ സർട്ടിഫിക്കറ്റും ആളെ നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാനൊക്കെ പറ്റി കുറേ കാര്യങ്ങൾ. കാരണം ഓഫ് റോഡിൽ നമ്മൾ ഇവിടുത്തെ റോഡുകൾ എന്ന് പറയുമ്പോൾ കുറേ റോഡ് ഇല്ലാത്ത സ്ഥലങ്ങളാണ്. കുറേ നമ്മൾ റിവർ ക്രോസിംഗ് ആണ്, വാട്ടർ ക്രോസിംഗ് ആണ്. അപ്പം അതിനൊക്കെ കുറേ സ്റ്റൈലുകളും ടെക്നിക്സുകളും ഉണ്ടല്ലോ. അപ്പം അതൊക്കെ പറഞ്ഞു കൊടുക്കാനും പറ്റി. അത് വ്ലോഗ് ആക്കിയിട്ടോ അല്ലെങ്കിൽ വീഡിയോ ആയിട്ട് കവർ ചെയ്യാനൊന്നും നമുക്ക് പറ്റില്ലല്ലോ. റൈഡ് ചെയ്യല്ലേ നമ്മൾ. അങ്ങനെ ഞങ്ങൾ വല്ലാതെ കളിച്ചാൽ വെടികിട്ടി മരിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു അങ്ങനെ ചെയ്യുന്നതാണ് അതിൻ്റെ ഒരു വൃത്തി. അല്ലാതെ നമ്മൾ ചെയ്യുമ്പോൾ ആൾക്കും നമ്മളോടൊരു ആളെ കണ്ടതിൻ്റെ ഒരു കോണ്ടന്റ് ഉണ്ടാക്കലല്ല നമ്മളവിടെ വേണ്ടത്. ആളെ കൂടെ എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളതാണ് സത്യത്തിൽ. എക്സ്പ്ലോർ ചെയ്യാം. കാരണം ഞാനത് കോണ്ടന്റിലേക്ക് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ആളെ എന്നിൽ ഫോക്കസ് ചെയ്യില്ല. കാരണം ഞാൻ അങ്ങനെ നമ്മളൊരു പേഴ്സണാലിറ്റി മറന്നിട്ട് ഇവിടെ കോണ്ടന്റിന് അവിടെ അങ്ങനത്തെ സാഹചര്യമല്ല. അത് അങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അത് നല്ലതായി. കാരണം കോണ്ടന്റ് കുറഞ്ഞാലും നല്ല മൊമെന്റും നല്ലൊരു റിലേഷനും സത്യത്തിൽ ഉണ്ടാക്കാൻ പറ്റി എന്നുള്ളതാണ്. പിന്നെ എപ്പോഴെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നോ
പിന്നെ ഞാൻ ഈ ലളിതാക്കുന്നു ഇപ്പം ഞാനൊരു കാറിലൊരു ഡ്രൈവ് പോയിണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കാണാൻ എന്നുള്ള അടുത്ത് വരെ എത്തിയ അൺഫോർച്ചുനേറ്റ്ലി അന്ന് നമ്മളെ കാറിൻ്റെ ക്രൂ കുറച്ച് എൻ്റെ കാറ് അന്ന് ഈ ഒരു താറായിട്ട് ഞാൻ ഇപ്പോൾ താർ റോക്സ് എടുത്തിട്ട് ഞാൻ ഇപ്പോൾ ഒരു എക്സ്പെഡിഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ കാറ് കംപ്ലൈൻ്റ് ആയിട്ട് കുറച്ച് ഡിലേ വന്നുകൊണ്ട് കാണാൻ പറ്റി. ഇപ്പം മേ ബി ഇപ്പം ജാനുവരിയിലൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട്. കോഴിക്കോടല്ല കേരളത്തിലേക്ക് ആളൊരു റാലിയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ആണെങ്കിൽ ചിലപ്പോൾ കണ്ടേക്കാം. ഈ താറാണോ ഈ പറഞ്ഞ താറാണോ ഒന്ന് മറ്റേ ഒരു വീഡിയോയിൽ ബ്ലോഗിൽ ആദ്യമായിട്ട് ഫസ്റ്റ് ഡേ ഒരു താറ് വാങ്ങിയിട്ട് കൊണ്ടുപോയി? അല്ലല്ല, ഇത് താർ റോക്സ് ആയിരുന്നു. അത് താറ് ഞാൻ ആദ്യം ഫസ്റ്റ് താറ് ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ വാങ്ങിയിട്ടുണ്ട്. ആ താറ് വാങ്ങിയ ഉടനെ തന്നെ ഞാൻ സത്യത്തിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ് മലമ്പുഴ ഡാം സൈറ്റിൽ. ആരും ഇല്ലാത്തൊരു സ്ഥലമാണത്. പക്ഷേ ഡ്രിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഭയങ്കര ഡ്രിഫ്റ്റർ ഒന്നല്ല, എനിക്ക് പിന്നെ ഇതൊക്കെ ഒരു മൂഡാണ്. ഡ്രിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് കുറേ പ്രാവശ്യം ചെയ്തിട്ടുണ്ട്, എല്ലാം നല്ല വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ ലാസ്റ്റ് ഇത് ചെയ്യുമ്പോൾ സാധനം അങ്ങോട്ട് മറിഞ്ഞു പോയി. പക്ഷെ അത് ഭയങ്കര വൈറലായി. ആ റീൽ കണ്ടിട്ടാണ് ഞാൻ ആദ്യമായിട്ട് പുതിയ താറ് വാങ്ങി ഞങ്ങൾ അല്ല, അതെന്തുകൊണ്ടാണ് അത് അത്ര സിമ്പിളായി എനിക്ക് തോന്നാൻ കാരണം എന്ന് പറയാൻ, വീഴ്ചകൾ ഒരുപാട് കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. ഇത് ചോക്ലേറ്റ് വീഴ്ച വീണ് ഇങ്ങനെ മെല്ലെ ആരോ കൊണ്ടുവച്ച പോലെ. ഇതിങ്ങനെ കയ്യിൽ നിന്ന് പോയിട്ട് മരിക്കില്ല എന്നുള്ള വീഴ്ച അല്ലല്ലോ. അപ്പോൾ എനിക്ക് അത്ര ഫീൽ ചെയ്തിട്ടുള്ളൂ. അത് പിന്നെ ഇനി പേടിച്ചിട്ട് അഭിനയിക്കണ്ടല്ലോ. അപ്പം എനിക്ക് ഫീൽ ചെയ്ത് ഞാനത് വീഡിയോയിൽ വളരെ സത്യസന്ധമായിട്ട് പറഞ്ഞാണ് എല്ലാവർക്കും ഇഷ്ടമായത്. അപ്പം അത് മറിഞ്ഞുപോയി. ഒരു മേജർ സാധനമൊന്നുമില്ല. പിന്നെ റോഡിലൊക്കെ ആകുമ്പോഴല്ലേ ആൾ കൂടി പിന്നെ അടി കിട്ടുക. അപ്പം അത് പറഞ്ഞു. പക്ഷെ നല്ലൊരു PR വർക്കായി സത്യത്തിൽ എനിക്ക് കിട്ടിയത്. മീഡിയയിലൊക്കെ വന്നപ്പോൾ ഒന്ന് പേടിപ്പിച്ച് വീട്ടിൽ നിന്നൊക്കെ വിളിച്ചെന്ന് കഴിഞ്ഞിട്ടില്ലല്ലേ അതിൻ്റെ കുറെ കഴിഞ്ഞിപ്പോൾ ഒരു നല്ലതിൽ വരികയായിരുന്നു. അതിൻ്റെ ഇടയിലാണ് വീണ്ടും ന്യൂസിൽ. കാരണം ഇത് ഈ നല്ല ചാനലിലൊക്കെ വന്നത് വളരെ ഫണ്ണായിട്ടാണ് താറിൻ്റെ അടിഭാഗം കാണിച്ചു തന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഈ കുറ്റപത്രത്തിൽ വന്ന സമയത്ത് ഭയങ്കര സൗണ്ടാ. അതിൻ്റെ ഒരു ജിങ്കിള് ഭയങ്കര സൗണ്ടാണ്, പേടിപ്പിക്കുന്ന പേടി എനിക്കിപ്പോഴും ഉണ്ട് സത്യത്തിൽ. ഞാൻ വീട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞ് ഈ സാധനം TV നോക്കുമ്പോൾ എൻ്റെ സാധനമാണ് വരുന്നത്. എന്താണ് ഈ കുറ്റപത്രത്തിൽ ഇപ്പോൾ ഒരാളെ ഫണ്ണാക്കി പറയാൻ പറ്റില്ലല്ലോ. അതിൻ്റെ തീം എന്ന് പറയുന്നത് ഡാർക്ക് പറഞ്ഞാലുള്ള ആളിരിക്കുക. അപ്പോൾ ഇതുവരെ ഫണ്ണായി പോയ സാധനം ഒരൊറ്റ വേറെ പ്രസൻറ്റേഷന് യൂട്യൂബർ ഇതായി ഇത് കേട്ടാൽ പിന്നെ ആരാണ് ആകെ പ്രശ്നം ബഹളായി. പിന്നെ ഫോൺ കോളായി. അതുവരെ അടിപൊളി സീനിലാണ്. ഇവരങ്ങോട്ട് ഇതിനെ വേറെ രൂപത്തിലാണ് ആക്കിയത്. അന്നത്തെ രാത്രി പോയി നമുക്ക് ബിസിനസ് തകർന്നു പോകുന്നതാണ്. മുർഷിദ് ബാൻഡോസ് എന്ന് പറഞ്ഞ സാധനം കൂടെ കൂടുന്നത്. നമ്മൾ എങ്ങനെയാണ് ലൈഫ് എന്ന് പറയുന്നത്, സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന സാധനമാണ്. നമുക്കറിയില്ലത് ഇത് എങ്ങനെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുള്ളത്. പിറ്റേത് അപ്പം തന്നെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ്, പോലീസ് എന്നൊക്കെ പറഞ്ഞിട്ട് പത്രങ്ങളിലും TV-യിലൊക്കെ പിന്നെ എല്ലാ ചാനലും അത് ഏറ്റെടുത്തു നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് നെക്സ്റ്റ് ഡേ ഒക്കെ ആകുമ്പോഴേക്കത് കമന്റ്സിൽ ഫുള്ള് പോസിറ്റീവ്. ഇത് എന്താ പ്രശ്നം, ആർക്കൊന്നും പറ്റിയിട്ടില്ല. അങ്ങനെ നല്ല നല്ല കമന്റ്സ് ആയി. പിന്നെ ആളുകൾ റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങി നല്ലൊരു രൂപത്തിൽ. അതായത് ഞാൻ വിചാരിച്ചൊരു പേടി സാധനം പോയിട്ട് ഇതൊരു ഭംഗിയായിട്ടുള്ള ഒരു PR ആക്ടിവിറ്റിയായി കിട്ടിയത്. അപ്പോൾ താറ് മറിച്ചിട്ട് അങ്ങനെ ഒരു പേര്. ഈ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ കേസിൽ നോക്കുകയാണെങ്കിൽ മോഡിഫിക്കേഷൻസ് ഒന്നും അത്ര അലൗഡ് അല്ല. എന്നാൽ പോലും പോലീസിന് വേണ്ടിയിട്ടൊരു മോഡിഫിക്കേഷൻ ചെയ്ത് കൊടുത്തില്ല. അത് ഇങ്ങോട്ട് വന്ന് തൃശ്ശൂർ സിറ്റി പോലീസ് കമ്മീഷണർ നേതൃത്വത്തിൽ പോലീസിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പുറത്തുള്ള രാജ്യങ്ങളിലൊക്കെ പോലീസിൻ്റെ കാണുമ്പോൾ തന്നെ ഭയങ്കര, ദുബായിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രോജക്റ്റ് പോലീസിന് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ നല്ല ഇറ്റ്സ് ഗുഡ്. നമ്മൾ പണി ഇതാണ്, ആധികാരികമായിട്ട് ചെയ്യാൻ കിട്ടുന്ന അവസരം. പ്ലീസ് എത്ര വണ്ടി ചെയ്യണം? അപ്പോൾ അവർ ലിസ്റ്റ് ഓഫ് ബൈക്സ് തന്ന് ആ ലിസ്റ്റ് പ്രകാരമുള്ള ബൈക്കിന് വേണ്ട സാധനങ്ങൾ ഇതൊന്നും നമ്മൾ കയ്യിൽ വെക്കാത്തതാണല്ലോ. പോലീസ് ലൈറ്റ് ഒന്നും നമ്മൾ വെക്കേണ്ട ആവശ്യമില്ലല്ലോ. അതൊക്കെ റിക്വയർമെൻറ്റ് നമുക്ക് ഈസിലി ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. പോലീസിന് കമ്മീഷണർക്ക് ഒരു പ്രോജക്റ്റ് കാണിച്ചു കൊടുത്തു, അത് ഇങ്ങനെ ചെയ്യാം. അത് അവർ ബൈക്കുകളൊക്കെ കൊണ്ടു തന്ന് ഭംഗിയായിട്ട് ഡെലിവറി കൊടുക്കുകയും ചെയ്ത്. പിന്നെ അവരെ വനിതാ വിങ്ങിന് വേണ്ടിയിട്ട് വീണ്ടും പിങ്ക് പോലീസ് ഉണ്ടല്ലോ അവർക്ക് വേണ്ടിയിട്ട് ചെയ്ത്. ഇപ്പോൾ തൃശ്ശൂർ ഏത് നഗരത്തിൽ പോലീസ് പിടിച്ചാൽ മതി സാർ ഈ വണ്ടി നമ്മളാ ചെയ്ത് എന്നെ വിട്ടൂടെ വെറുതെ കേട്ടോ. ചില സംഭവങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഒരു ഫണ്ണാണത് സത്യത്തിൽ. കാണുമ്പോൾ ഒരു സുഖമാണ്. പോലീസ് നമ്മൾ ചെയ്ത് നമ്മൾ സ്റ്റിക്കറൊക്കെ ഉണ്ടാവില്ലേ പോലീസ് വണ്ടിന് മേലെ എന്ന് പറയുമ്പോൾ അത് ഒരു ഫീൽ ഗുഡാണ്.
ബ്രോ ഇപ്പം ഇവന്റ് ഇതാ വരുന്ന ഡിസംബർ 21-നായി. അതിന്റെ തിരക്കുകളും പരിപാടികളൊക്കെ ആണ് നമുക്കറിയാം. പക്ഷേ കുറച്ച് നമുക്ക് ഇവന്റിനെ കുറിച്ച് സൂപ്പർ ക്രോസ് ഇവന്റിനെ കുറിച്ച് കുറച്ച് സംസാരിക്കാം. ആരൊക്കെയാണ് ഈ ഒരു 21-ാം തീയതിയിൽ ഏതൊക്കെ ഇന്റർനാഷണൽ റേസേഴ്സ് ആണ് പങ്കെടുക്കുന്നത്? പിന്നെ ഈ ഒരു ഇവന്റ് കഴിയുന്നതോടെ ഗ്ലോബൽ സൂപ്പർ ക്രോസ് മാപ്പിൽ നമ്മുടെ ഇന്ത്യ അടയാളപ്പെടുത്തും? തീർച്ചയായിട്ടും. സത്യത്തിൽ ഇതിപ്പോൾ നിങ്ങൾ ഇത് റേസിംഗ് എന്ന് പറയുന്നതിൻ്റെ ഇന്നിപ്പോൾ ഇന്ത്യ കണ്ടതിൽ വെച്ചിൽ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഒരു മോട്ടോർ സ്പോർട്സ് ഈവൻ്റാണ് വരാൻ പോണത്, പ്രത്യേകിച്ച് മോട്ടോക്രോസിൽ. അതായത് ഇവിടുത്തെ സീറ്റിംഗ് കപ്പാസിറ്റി ഈസ് ആക്ച്വലി മാസീവ്. 35,000 ആൾക്കാർക്ക് ഇരിക്കാനുള്ളത്. മോറോവർ ഇന്ത്യയിൽ ഇത്രയും അത്ലറ്റ്സ്, അതായത് നമ്മളിപ്പോൾ ഇതുവരെ നമ്മൾ തൃശ്ശൂരൊക്കെ ചെയ്തതിൽ ഇന്ത്യൻ റൈഡേഴ്സാണ് ഉള്ളത്. ഇന്ത്യൻ റേസേഴ്സിൻ്റെ ചാമ്പ്യൻഷിപ്പാണ്. അതിപ്പോൾ പല സ്റ്റേറ്റിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. ഇവിടെ ഈ ഒരു റേസിൽ 2 ഇന്ത്യൻ റൈഡേഴ്സ് മാത്രമേ ഉള്ളൂ. ദേ ആർ ഓൾ നാഷണൽ ചാമ്പ്യൻസ്. 2 പേര് KTM ട്രൈകളർ എന്ന ടീമിനെ ഓടിക്കണം. ബാക്കിയുള്ള ഈ 36 റൈഡേഴ്സും ദേ ആർ ഫ്രം 15 കൺട്രീസ് എന്നാണ്. അതായത് പല രാജ്യത്തുള്ള, ഇപ്പോൾ യൂറോപ്പ് ആവട്ടെ, ഫ്രാൻസ് ആവട്ടെ, ഓസ്ട്രേലിയ, പല രാജ്യത്തു നിന്നുള്ള ടോപ്പ് ക്ലാസ് റൈഡേഴ്സാണ് ഈ റേസിന് വരുന്നത്. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ഇപ്പം നമ്മൾ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ പറയുകയാണെങ്കിൽ, മെസ്സിയും റൊണാൾഡോ ഒക്കെ ഇവിടെ ഫുട്ബോളിന് വരുന്ന ഒരവസ്ഥയാണ് റേസിംഗ് ലോകത്ത്, സൂപ്പർ ക്രോസ് ലോകത്ത് റേസേഴ്സ് ഇവിടെ വരുന്നത്. അപ്പോൾ ആ വേഗത എത്രമാത്രം ഉണ്ടാവും, ആ സ്കില്ല് എത്രമാത്രം ഉണ്ടാവും, ഈ ആളുകളുടെ കോമ്പറ്റീഷനാണ് നമ്മളിവിടെ കാണാൻ പോണത്. അപ്പോൾ ഈ റേസ് ഇവിടെ നടത്തുന്നതോട് കൂടിയിട്ട് ഗ്ലോബൽ ലെവലിൽ ഈ അത്ലറ്റ്സിൻ്റെ ഫാൻസ്, ഈ അത്ലറ്റ്സിൻ്റെ മറ്റുള്ള ഒരു എക്കോസിസ്റ്റം അവിടെ ഓൾറെഡി ഉണ്ടാവും. വേൾഡ് റേസിങ്ങിൽ അറിയപ്പെടുന്ന റൈഡറാണ്. ഹീസ് കമ്മിങ് ടു ഇന്ത്യ ഫോർ എ ചാമ്പ്യൻഷിപ്പ്. അപ്പോൾ ഈ കേരള ഹൗ വെൽ വി ഓർഗനൈസ്ഡ്, അവർ അമേരിക്കയിലും യൂറോപ്പിലും ഓർഗനൈസ് ചെയ്യുന്ന അതേ സംവിധാനത്തിൽ ഇവിടെ ഓർഗനൈസ് ചെയ്യണ, ഒരു കുറവും വരുത്തുന്നില്ല. അങ്ങനെയുള്ള റേസിംഗ് ട്രാക്ക്, കാരണം ആ റേസ് ട്രാക്ക് ഇടുന്നത് അമേരിക്കൻസ് ആണ്. നമ്മൾ പണ്ടിങ്ങനെ കൊട്ടയിൽ മണ്ണ് വാരിയിട്ട് മണ്ണ് കൂട്ടിയിട്ടിട്ട് കളിച്ച കളി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ ജോലിയിൽ എക്സ്പേർട്ടായിട്ടുള്ള ലോകത്തിൽ അറിയപ്പെടുന്ന വിമാക്സ് ട്രാക്സ് അമേരിക്കയിൽ, അതായത് AMA സൂപ്പർ ക്രോസിനും വേൾഡിൽ ഏറ്റവും ടോപ്പ് റേസ് ട്രാക്ക് ഉണ്ടാക്കണം അവരെ തന്നെ കൂടെ കൊണ്ടുവന്ന് നിങ്ങൾ ഇട്ടോ, കാരണം നിങ്ങൾ ആൾക്കാരാണല്ലോ വരുന്നത്. പിന്നെ നമ്മൾ ഈ ചെറിയ സാധനം ഇട്ടുന്നില്ല, നിങ്ങൾ അവർക്ക് പറ്റുന്ന ഏറ്റവും ഹാർഡായിട്ടുള്ള ഏറ്റവും ടഫ് റേസ് കാണാൻ പറ്റുന്ന രീതിയിലുള്ള റേസ് ട്രാക്ക് ബിൽഡ് ചെയ്യും അവർ. ദേ ആർ ആക്ച്വലി ഹിയർ ഇൻ കാലിക്കറ്റ്. ലാസ്റ്റ് വീക്ക് എത്തിയാണ്, സ്ട്രക്ചർ ഉണ്ടാക്കി കംപ്ലീറ്റ് തുടങ്ങി, അതിന് പണി തുടങ്ങി. അപ്പോൾ എന്തുകൊണ്ടാണ് പറഞ്ഞാൽ മാസീവായിട്ടുള്ളൊരു വണ്ടർഫുൾ റേസ് നമുക്ക് കാണാം. കോമ്പറ്റീഷന് എങ്ങനെ ഫോറിൻ റൈഡേഴ്സിന് ഓടിക്കാൻ പറ്റും, അവർക്ക് വേണ്ടിയിട്ടുള്ള റേസ് ട്രാക്ക് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവരെ ഈ റേസ് കാണാൻ വേണ്ടിയിട്ട് ഗ്ലോബൽ ലെവലിൽ ഫാൻ കോഡിൽ ഇത് ലൈവ് ബ്രോഡ്കാസ്റ്റ് പാർട്ട്ണറാണ്. അത് ഇവരെ ഫാൻസ് എന്തായാലും ഇത് കാണും. ഇത് എവിടെയാണ് നടക്കുന്നത്? ഇന്ത്യയിൽ എന്താ സൽമാൻ ഖാൻ ഇസ് എ ബ്രാൻഡ് അംബാസഡർ. സോ എസ്റ്റാബ്ലിഷ്മെന്റ് അവിടെ ആയി. കാരണം സീരിയസ് ആയിട്ടുള്ള ഒരു നാഷണൽ ഐക്കൺ ആയിട്ടുള്ള ഒരാൾ ഇതിൻ്റെ ഒരു ലീഡർഷിപ്പിലുണ്ട്. ബീയിങ് എ ബ്രാൻഡ് അംബാസഡർ, ഓൾസോ ഇൻവെസ്റ്റർ, പുള്ളി ഇതിലുണ്ട്. അപ്പോൾ ഇത് കുറച്ചും കൂടെ ആധികാരികത ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ വന്ന് ഇതിലൊരു ഒരു ഫേസ് ഉണ്ടാകുമ്പോഴാണല്ലോ ഇതിന്. ഇപ്പോൾ പല ഗെയിമുകൾ, ഇപ്പോൾ നമ്മൾ കബഡിയിലൊക്കെ പല സെലിബ്രിറ്റി എൻഡോഴ്സ്മെന്റ് ആയപ്പോഴാണ് ലീഗ് കുറച്ചും കൂടെ എല്ലാവർക്കും എത്തിയിട്ടുള്ളത്. ഒരു ജനകീയത വരാണ്ടല്ലോ. ഇത് ജനകീയത ഇപ്പോൾ റേസിങ്ങിൽ വരുന്നതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ബിക്കോസ് ഇതുപോലത്തെ ബ്രാൻഡ് അംബാസഡേഴ്സ് തന്നെയാണ് ഇത് അവിടെ എത്തിക്കാൻ പോകുന്നത്. അതന്നെയാണ് ഇന്നിപ്പോൾ കോഴിക്കോട് ടോക്ക് ഓഫ് ദ ടൗൺ ആയി മാറുന്നത്. സൽമാൻ ഖാൻ ഇസ് കമ്മിങ് ടു കേരള, കാലിക്കറ്റ്. ദാറ്റ് സംതിങ് ബിഗ്. അപ്പോൾ വരുന്നു, നിങ്ങൾ സൽമാൻ ഖാനെ കാണാൻ വേണ്ടിയിട്ടുള്ളൊരു കൂട്ടം ആൾക്കാരുണ്ടാവും, റേസ് കാണാനുള്ളൊരു കൂട്ടം. പക്ഷേ ആരെ കാണാനാണെങ്കിലും ഇവരെന്തിനു വന്നാണെങ്കിലും റേസ് കണ്ടാൽ അവർ റേസിൽ അലിഞ്ഞു ചേരും എന്നുള്ളതാണ് ഞാൻ നിങ്ങളോടൊക്കെ പറയണത്. സോ ദാറ്റ് മീൻസ് ഈ ഒരു സാധനം ഇവിടെ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡോടുകൂടി നടക്കുമ്പോൾ ഗ്ലോബൽ ലെവലിൽ കേരള എന്ന് പറയുന്ന ഈ കോഴിക്കോട് എന്ന് പറയുന്ന സിറ്റി ഓൾറെഡി രജിസ്റ്ററായി. ബിക്കോസ് നമ്മൾ അവർക്കും ടെലികാസ്റ്റ് ചെയ്ത് കാണാനുള്ള സംവിധാനം, അവരെ ഈ നാട്ടിൽ ഇത്ര ഭംഗിയായി നടക്കുമ്പോൾ നമ്മൾ അത്ര ഗ്രോ ചെയ്തെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. നാളെ അടുത്ത ലീഗിലേക്ക് എനിക്ക് ഓടിക്കണം എന്ന് റൈഡേഴ്സ് ആഗ്രഹിക്കും, വേൾഡ് ക്ലാസ് റൈഡേഴ്സ്. അവരെ ബിഡ് ചെയ്ത് നമുക്ക് കൊണ്ടുവരാൻ പറ്റണം. അപ്പോൾ ഉറപ്പായിട്ടും ഇവിടെ ഇനി ഉണ്ടാവാൻ പോണത്, ഇനിയുള്ള ഒരു ഡീക്കേഡ് എന്നൊക്കെ പറയുന്നത് ഭയങ്കരമായിട്ടുള്ള മാറ്റമാണ്. ആ മാറ്റത്തിന് തുടക്കം മുതൽ നമ്മൾ അതിൻ്റെ കൂടെ ജേണിയിലുണ്ട്. ഒരുപാട് കുട്ടികളെ ഇൻ്റർനാഷണൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 4 വയസ്സിലോ 6 വയസ്സിലൊക്കെ തുടങ്ങി 16-20 വയസ്സൊക്കെ ആകുമ്പോഴത്തേന് വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ മലയാളികളായിട്ടുള്ള അല്ലെങ്കിൽ കേരളക്കാരും ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ ഓടിക്കുന്ന
ആ ഒരു ജേണിയിൽ കൂടെ ഉണ്ടാവാൻ സാധിക്കുന്നതിൽ ഒരുപാട് സന്തോഷം. അങ്ങനെ സാധിക്കട്ടെ. അങ്ങനെയുള്ള ഒരു യാത്രയിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. മുർഷിദ് ബ്രോ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഗൂസ് ബംസ് അടിക്കുന്നുണ്ട്. അപ്പോൾ പരിപാടി എങ്ങനെയാവുന്നുള്ളത് എന്തായാലും അടിപൊളിയായിരിക്കും എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം. സോ എല്ലാവരും പറയും ലൈഫ് എപ്പോഴും ഒരു റേസാണ്, നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഏത് ലാപ്പിലാണ് നിൽക്കുന്നത്? വണ്ടർഫുൾ ക്വസ്റ്റ്യൻ ആണ്. ലൈഫ് സത്യത്തിൽ ഈ റേസ് ഞാൻ നിങ്ങളെല്ലാവരും ഇങ്ങനെ തന്നെ കൺസിഡർ ചെയ്യുന്നത്. ഈ റേസ് ട്രാക്കിനെ പ്രത്യേകം എന്താ പറയുക, റേസ് ട്രാക്കിൽ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ റേസ് ട്രാക്കിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ജീവിതം പോലെ തന്നെ ഒരു സാധനത്തിൽ നമ്മൾ കയറി നമ്മൾ ജീവിച്ചു തുടങ്ങി. ഇതിൽ പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു ജമ്പ് അത് നമ്മളൊന്ന് ക്രോസ് ചെയ്ത്, ആ ജമ്പ് ക്രോസ് ചെയ്ത് കഴിയുമ്പോൾ അടുത്ത 2 ജമ്പ്, ആ 2 എണ്ണം കഴിയുമ്പോൾ അടുത്ത കോർണർ കഴിയുമ്പോൾ പിന്നെ അടുത്ത ഓബ്സ്റ്റിക്കിൾ ഹൂപ്സ്, പിന്നെ ഉണ്ടാവുക ടേബിൾ ടോപ്പ് വലിയത്. ഇതിങ്ങനെയാണ് ജീവിതം അല്ലേ. ഇവിടുന്ന് ഇങ്ങനെ കഴിയും, ഇത് കഴിഞ്ഞ് ടേബിൾ ടോപ്പ് കഴിഞ്ഞ് ചിലപ്പോൾ നമ്മൾ ലാൻഡ് ചെയ്യണത് വീണെടുത്ത് ഇടാൻ പറ്റുമോ, വീണ്ടും എടുത്ത് പോയി, അടുത്തത് പോയി. ഇതിങ്ങനെ ചിലർ ഫാസ്റ്റ് ആയിട്ട് പോണവരുണ്ടാവും. നമ്മളിതൊക്കെ തരണം ചെയ്ത് ഫിനിഷ് ലൈനിൽ എത്താന്നുള്ളതാണ്. ഞാനെവിടെ എത്തി നിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ വീഴ്ചകളൊക്കെ ഇങ്ങനെ പല ജമ്പിലും വീണ് നിർത്താതെ എപ്പോഴും ഫിനിഷിങ് ലൈനിലേക്ക് ഓട്ടം തന്നെയാണ്. അതിലിപ്പോൾ നല്ല കുറച്ച് കോർണറിലൊക്കെ ഇപ്പം ഞാൻ പോണത്. അത് ഏത് കോർണറിൽ ചിലപ്പോൾ വീഴും, പക്ഷെ വീണാലും അവിടെ നിർത്തില്ല അല്ലെങ്കിൽ തളരില്ല, അടുത്തതിലേക്കുള്ള പണി നമ്മൾ തുടങ്ങാന്നുള്ളതാണ്. അത് റേസ് ട്രാക്ക് വെരി വെരി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഫോർ ദ റിയൽ ലൈഫ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഒരു സാധനം തന്നെ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മളൊരു ഓട്ടോണിറ്റി തൃശ്ശൂർ ഉണ്ടായിരുന്ന കമ്പനി, വലിയ കമ്പനിയാണ്. അതായിരുന്നു നമ്മളൊരു കോർപ്പറേറ്റ് ഓഫീസൊക്കെ ഉണ്ടായത്. അത് നമ്മൾ ഫയർ ഇൻസിഡൻറ്റ് ഉണ്ടായി. ആ ഫയർ ഇൻസിഡൻറ്റ് ഒരാൾ മരണപ്പെട്ടൊക്കെ പോയി. ആ ഫയർ ഇൻസിഡൻറ്റിൽ ഒരു മൊട്ടുസൂചി മുതൽ പേന വരെ കത്തി നശിച്ചു, മോട്ടോക്രോസ് ബൈക്കുകൾ നശിച്ചു, കസ്റ്റം ബൈക്കുകൾ പോയി, ഈ യൂട്യൂബിൻ്റെ വാല്യുബിൾ ഞാൻ പറയും പൈസനെ കൊണ്ടല്ലാത്ത ഇമോഷണലി കണക്ട് ആയിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്. കോടികളെ നഷ്ടം. ഫുൾ സ്റ്റോക്ക് ഓഫീസ്, ചെയർ, അതായത് നമുക്ക് ഇരിക്കാനുള്ള നല്ല ഓഫീസാണ്, നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയറുള്ള ഗാർഡനൊക്കെ ഉള്ള കിട്ടില്ല ഒരു സ്പോട്ടായിരുന്നു. ഒരു ഡ്രീം ഓഫ് സാധനം നമ്മൾ ഉണ്ടാക്കിയെടുത്തതാ. ഇത് കത്തി പോയിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ അന്ന് മുതൽ ഇതുവരെ ഉണ്ടാക്കിയ പത്രങ്ങളിൽ വന്ന സാധനങ്ങളൊക്കെ ഫയൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ വാല്യുബിൾ, അത് നമുക്ക് പൈസനെ കൊണ്ട് വാങ്ങിക്കാൻ പറ്റാത്ത പല സാധനവും. ഞാൻ ഇവിടെ യൂറോപ്പിലായിരുന്നു, ഞാനിത് കത്തുന്ന സമയത്ത് ഞാൻ ഒപ്പം തന്നെ അടുത്ത ഫ്ലൈറ്റ് കയറി ഇവിടെ വന്നപ്പോൾ ട്രോഫികൾ ഇതൊന്നും നമുക്ക് എല്ലാം കത്തിയതിൻ്റെ അവശിഷ്ടങ്ങൾ മാത്രം ഇങ്ങനെ എത്തി. അപ്പോഴും ഇങ്ങനെ പുക വരുന്നുണ്ട്. ഫയർഫോഴ്സൊക്കെ വന്ന് കിടത്തിന്. ഓട്ടോണിറ്റി എന്നാണ് ടി വിയിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആൾക്കാർക്ക് ഓട്ടോണിറ്റി അറിയില്ല. വാൻഡഡോസ് എന്ന് പറഞ്ഞാൽ നമ്മളതാണെന്ന് അറിയാം, പുറത്തുള്ള ആൾക്കാർക്ക്, ഇൻഡസ്ട്രിയിലുള്ളവർക്കറിയാം. പക്ഷെ നമ്മൾ സത്യത്തിൽ നമ്മൾ ഇത്രയും കാലം ഉണ്ടാക്കിയ നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരു വരുമാനം അല്ലെങ്കിൽ വലിയൊരു സേവിങ്സ്, ലൈഫ് നെക്സ്റ്റ് ലെവലിൽ എക്സ്പോഷർ കൊണ്ടുവരേണ്ട ഒരു സാധനമാണ് വലിയ കാറ്, വലിയൊരു വീട്. ഓരോരുത്തർക്കും നമ്മളൊരു പാർട്ട്നേഴ്സായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ ഡ്രീം ഉണ്ടാവല്ലോ. എനിക്കിത് വേണം, ഇന്ന കൈൻഡ് ഓഫ് കാർ വേണം, ഇങ്ങനത്തെ വേണം, അതും വേണം, മറ്റേത് വേണം, ഇത് ഇന്ന ബൈക്ക്, അത് വേണം, ഇത് വേണം. ഈ ഇയറാണ് കഴിഞ്ഞ വർഷത്തെ ടാർജറ്റ്. 2024-2025 അച്ചീവ് ചെയ്യേണ്ട കുറേ നമ്മളെ ജീവിത സുഖ സൗകര്യങ്ങൾ. അങ്ങനെയാണല്ലോ നമ്മളിപ്പോൾ എല്ലാം കൂടെ ഒറ്റയടിക്ക് നമുക്ക്. അപ്പം നമ്മളൊരു ടൈം ലൈൻ വെച്ചിട്ടുണ്ട്, ഇന്ന പോലാണ് നമ്മളെ ജേണി. ഇതൊരു ഒറ്റയടിക്ക് പൊട്ടിന്ന് മാത്രമല്ല, നമുക്ക് കുറേ ഡെപ്റ്റ് ആവുന്ന ഒരു അവസ്ഥ. പല ചൈനയിൽ നിന്ന് നമ്മൾ ക്രെഡിറ്റിന് വാങ്ങിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ സ്റ്റോക്ക് കത്തിപ്പോയിന്ന് വെച്ചാൽ തിരിച്ചു കൊടുക്കാണ്ട് പൈസ കൊടുക്കാതിരിക്കാൻ പറ്റില്ല. പക്ഷെ വിൽക്കാനൊന്നുമില്ല, പോയതും പോയി, ഇനി പൈസ വേറെ ഒപ്പിക്കണം കാർഡ്. പക്ഷേ നമ്മൾ ഈ റേസിങ് എന്താണെന്ന് പറയുക, നമ്മൾ പാർട്ട്നേഴ്സൊക്കെ ഇതൊക്കെ റിക്കവർ ആവാനും നമ്മളിന്ന് ഒന്നൊന്ന് തുടങ്ങണമെന്നല്ലേ ഉള്ളൂ, അങ്ങോട്ട് തുടങ്ങാം എന്നുള്ള മൈൻഡ് സെറ്റാണ് എല്ലാവർക്കും ഉള്ളത്. ഇത് പോയല്ലോ എന്നും പറഞ്ഞിട്ട് കരയേണ്ട ഒരു സാഹചര്യമൊന്നും ആരും ചെയ്തിട്ടില്ല. പിന്നെ ഭാഗ്യം എന്താന്ന് പറഞ്ഞാൽ ആ സമയത്തിലേക്ക് തന്നെ നമ്മൾ ബാംഗ്ലൂരും ഇവിടെയൊക്കെ ഓപ്പൺ ആയി പോയിട്ടുണ്ട്. സോ വി ഹാവ് മൾട്ടിപ്പിൾ പോക്കറ്റ്സ് പിടിച്ചു നിൽക്കാനുള്ള. ഇപ്പോൾ ഈ 1.5 വർഷം കഴിയുമ്പോഴേക്ക് സത്യത്തിൽ നമ്മൾ റിക്കവറായി. നമ്മളെ നിലനിൽക്കില്ല എന്ന് വിശ്വസിച്ച പലരും ഉണ്ടായിരുന്നു. കാരണം ഫുൾ അസറ്റ് പോയിട്ടുണ്ട്. പൈസ കൊടുക്കാനുള്ള ആൾക്കാർ അങ്ങോട്ട് വിളിച്ച് ബാങ്ക് കൊടുത്ത്
നമ്മൾക്ക് നമ്മളുണ്ടായിരുന്ന അസറ്റ് വേറെ വിൽക്കേണ്ട സാധനം കൊടുത്തിട്ടായാലും നമ്മൾ എന്ത് ചെയ്ത് ആളുകൾക്ക് ഡൗട്ടായി ഇനി നമ്മളൊരു ഉയർന്ന് വരുമോ അല്ലെങ്കിൽ ഒരു പൊന്തി വരും. ഫാർ ബെറ്ററായി. പിന്നെ വെരി വെൽ ഓപ്പർച്യൂണിറ്റീസാണ് വേറെ കിട്ടണം. അതങ്ങോട്ട് ആ സമയം ഒരു 6 മാസം തള്ളി നീക്കണം എന്നുള്ളൂ. നമുക്കും ഡൗട്ടാവും ഇത് നമ്മൾ പൊട്ടിയിട്ടുണ്ട്. കാരണം ഓരോ ദിവസം കഴിയുമ്പോൾ ഓരോരോ പ്രശ്നങ്ങൾ വരിക. സെറ്റിലായി എന്ന് വിചാരിക്കും, സെറ്റിലാവുന്നുണ്ടാവില്ല, അപ്പോഴേ പുതിയ പ്രശ്നം. പക്ഷേ ഇപ്പോൾ സോഫാർ നോക്കുകയാണെങ്കിൽ ഒരു ഗംഭീര കംബാക്കാണ് വന്നിട്ടുള്ളത്, ഗംഭീര കംബാക്ക്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നേരിടാനും അടുത്ത ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പുതിയ തീരുമാനങ്ങൾ എടുക്കാനും അവിടേക്ക് നയിക്കാനൊക്കെ കാരണം സത്യത്തിൽ റേസാണ്, അല്ലെങ്കിൽ റേസ് ട്രാക്കാണ്. ഇവിടെ ഉണ്ടാവുന്ന ഈ ഹഡിൽസാണ് നമുക്ക് കൂടുതൽ മറ്റ് റിയൽ ലൈഫിൽ വരുന്ന പ്രശ്നങ്ങളിലൊക്കെ നമുക്ക് തീരുമാനങ്ങൾ എടുക്കാനും നേരിടാനൊക്കെ തോന്നിയിട്ടുള്ളത്. സോ ലൈഫ് അങ്ങനെയാണ് സത്യത്തിൽ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ മുർഷിദ് ബ്രോ, നമുക്ക് ഈ ക്വസ്റ്റിനോട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇപ്പോൾ ഒരുപാട് കാലത്ത് ഡ്രീമായിരിക്കും മുർഷിദ് ബ്രോ ഇങ്ങനെ ഒരു ഇവൻറ്റ് കാലിക്കറ്റ്. അന്ന് നമുക്ക് ഇങ്ങനെ ഒരു ഇൻസിഡൻ്റ് ഒക്കെ ഉണ്ടായ സമയത്ത് അതേ നാട്ടിൽ തന്നെ തിരിച്ച് വന്നിട്ട് ഇതുപോലൊരു വലിയൊരു ഇവൻറ്റ് ഇവിടെ നടത്തുക എന്നുള്ളത് ഒരു കാലത്തെ ഡ്രീമായിരിക്കും. ആ ഡ്രീമിൻ്റെ ആ ഒരു സ്വപ്ന സാഫല്യത്തിലേക്ക് അടുക്കുക എന്ന് പറയാം ഈ ഒരു അടുത്ത ആഴ്ചയ്ക്കുള്ളിൽ. സോ ഇനി എനിക്ക് അച്ചീവ് ചെയ്യേണ്ട ഒരു ഡ്രീം അല്ലെങ്കിൽ ഒരു ഡ്രീം കൊളാബറേഷൻ ഉണ്ടോ, അല്ലെങ്കിൽ ഒരു ഡ്രീം ഉണ്ടോ, ഏതാണ്? തീർച്ചയായിട്ടും എനിക്ക് ഈ ഒരു സ്പോർട്ട് ഇന്ത്യയിൽ കുറച്ചും കൂടെ, അതായത് ഗവൺമെൻറ് സൈഡിൽ നിന്നും കൂടെ ഫീസിബിൾ ആവുന്ന തരത്തിലുള്ള ഒരു ഇൻകം എല്ലാവർക്കും ആയി തുടങ്ങും. ഇപ്പം ഞാൻ ഇന്തോനേഷ്യ, മലേഷ്യ, ഇപ്പോൾ പുറത്തത്തെ കൺട്രീസിലൊക്കെ റേസിംഗ് ഇവൻറ്റ്, ഇപ്പോൾ MXGP എന്ന് പറയുന്ന വേൾഡ് ചാമ്പ്യൻഷിപ്പാണ്. ഇപ്പോൾ വേൾഡ് ചാമ്പ്യൻഷിപ്പുകൾ ഓരോരോ രാജ്യത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് 100 crores 200 crores ഒക്കെ രാജ്യം കൊടുക്കും. അപ്പോൾ ഇവിടുന്ന് ഒരു ഇന്ത്യൻ ഗവൺമെൻറ് വിളിച്ചിട്ട് മുർഷിദ് ഒരു 200 കോടി പിടിച്ചോ, MXGP ഒന്ന് ഇന്ത്യയിലേക്ക് ഒന്ന് കൊണ്ടുപോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് എൻ്റെ അടുത്ത ഒരു ഡ്രീം, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു അച്ചീവ്മെൻറ്റ്. സോ നിയർ ഫ്യൂച്ചറിൽ തന്നെ നമുക്ക് ആ ഒരു അച്ചീവ്മെന്റ് കാണാൻ പറ്റട്ടെ. അങ്ങനെയൊക്കെ ആവട്ടെ. അങ്ങനെ കാരണം നമുക്ക് ഡ്രീം ചെയ്യാമല്ലോ. ഇപ്പം നമ്മളൊരിക്കലും ഡ്രീം പോലും ചെയ്യാത്ത, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കാത്ത ജീവിത സാഹചര്യങ്ങളാണ് സത്യത്തിൽ ഇപ്പോൾ വന്നു ചേരുന്നത്. അപ്പോൾ ഇങ്ങനെ ഡ്രീം ചെയ്യുന്നതോടൊന്നും പ്രശ്നമില്ല. 200 കോടിയൊക്കെ ചെറിയൊരു പൈസ ആയിട്ട് വരുന്നൊരു കാലഘട്ടമൊക്കെ ചിലപ്പോൾ വന്നേക്കാം. അപ്പോൾ അതിനുള്ള ആരോഗ്യവും അതിനുള്ള എന്താ പറയുക ഒരു എനർജിയൊക്കെ പഠിച്ചോൻ തന്നാൽ മതി നമ്മളങ്ങനെ നിലനിർത്താനുള്ള. നമുക്ക് ഈ ചെറിയൊരു ടൈമിൽ സംസാരിച്ചതിൽ തന്നെ മനസ്സിലായി ഒരു പാഷൻ എന്നുള്ള മാത്രമല്ല, ഒരു ക്ലാരിറ്റി, അതിനൊരു കൺസിസ്റ്റൻസി, അതൊക്കെയാണ് മുർഷിദിൻ്റെയും ബാൻഡോസിൻ്റെയും സക്സസിന് കാരണമായിട്ടുള്ളത്. താങ്ക് യു സോ മച്ച്. ഇത്രയും തിരക്കിനിടയ്ക്ക് ഒരു 1 hour ആണെങ്കിലും ഇവിടെ വന്നു. സോ താങ്ക് യു ഫോർ ടൈം. താങ്ക് യു സോ മച്ച്.